Hello guys, audio video clear ആണോ? ചാറ്റിലൊന്ന് പറയാൻ പറ്റുമോ? ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെങ്കിൽ ചാറ്റിലൊന്ന് പറയണേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് ഫാത്തിമ ഷഹാൽ. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫിസിയോളജി പേപ്പർ 1-ൻ്റെ എസ് എ മാരത്തോൺ ഡിസ്കഷനാണ്. സോ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ എസ്സേസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ് ഫ്രം 2011. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത് പേപ്പർ 1-ൽ ഇത്രയും ടോപ്പിക്സാണ് നമുക്കുള്ളത്. ബേസിക്കലി ഹെമറ്റോളജി, CVS, GI സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് എൻവയൺമെൻറ്റൽ ഫിസിയോളജി, റീനൽ സിസ്റ്റം, സ്കിൻ ആൻഡ് ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇത്രയും ടോപ്പിക്സാണ് ഫിസിയോളജി പേപ്പർ 1-ൽ വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ 2011 തൊട്ട് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ a 55-year-old obese man complained of headache, giddiness, irritability for the last 2 months. അപ്പം ഒരു 55-year-old ഒബീസ് മാൻ ആണ്. ലാസ്റ്റ് 2 months കൊണ്ട് അയാൾക്ക് ഇത്ര അധികം സിംറ്റംസ് ഉണ്ടായിരുന്നു. ഓൺ എക്സാമിനേഷൻ ബൈ എ ഡോക്ടർ ഹിസ് BP വാസ് ഫൗണ്ട് ടു ബി 130/100 mmHg by auscultatory method. Okay, 3 days later he visited another doctor. Okay, according to him his BP was found to be 170/100 mmHg and after using both palpatory and auscultatory method. അപ്പോൾ ഇതിൽ പറഞ്ഞ അനുസരിച്ച് ഓസ്കൾട്ടേറ്ററി മെത്തേഡ് വെച്ചാണ് ഫസ്റ്റ് ഡോക്ടർ നോക്കിയിരിക്കുന്നത്. ദാറ്റ് ഇസ് ഹി ഗോട്ട് 130/100 mmHg ആൻഡ് സെക്കൻഡ് ഡോക്ടർ യൂസ് ബോത്ത് പാൽപേറ്ററി ആൻഡ് ഓസ്കൾട്ടേറ്ററി മെത്തേഡ് ആൻഡ് ഹി ഗോട്ട് 170/100 mmHg. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കറക്റ്റ് BP ഇൻ ദിസ് പേഷ്യൻ്റ് ആൻഡ് വൈ? ഓക്കെ, സോ വാട്ട് ഈസ് ദ കോസ് ഫോർ ദിസ് ഡിഫറൻസ് ഇൻ BP? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്ന അനുസരിച്ച് the correct BP would be 170/100. Okay, 170/100. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ, അതായത് 170/100 കിട്ടിയ ആൾ ഹി യൂസ് ബോത്ത് പാൽപേറ്ററി ആൻഡ് ഓസ്കൾട്ടേറ്ററി മെത്തേഡ്സ് in order to avoid something called as the auscultatory gap. Okay, that is usually seen in patients with high BP. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം വാട്ട് ഈസ് ഓസ്കൾട്ടേറ്ററി ഗ്യാപ്പ് ആൻഡ് എങ്ങനെയാണ് BP റെക്കോർഡിങ്ങിൽ പാൽപേറ്ററി ഓസ്കൾട്ടേറ്ററി മെത്തേഡ്സ് യൂസ് ചെയ്ത് എന്താ ഡിഫറൻസ് വരുന്നതെന്ന് അറിയാം. സോ അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് ആൻസർ. അപ്പോൾ നമ്മൾ പാൽപേറ്ററി മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കഫ് ടൈ ചെയ്യും. അപ്പോൾ നമുക്ക് പൾസ് ഡിസപ്പിയർ ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ എടുത്തിട്ട് പിന്നെ ഓസ്കൾട്ടേറ്ററി മെത്തേഡിൽ ഒരു 40 mmHg കൂട്ടി എന്നിട്ടാണ് കഫ് ഡീഫ്ലേറ്റ് ചെയ്യുമ്പം ഫസ്റ്റ് സൗണ്ട് അപ്പിയർ ചെയ്യുന്നത് നമ്മൾ സിസ്റ്റോളിക് BP ആയിട്ട് എടുക്കും. സോ ദാറ്റ് ഈസ് ഹൗ വി ഫൈൻഡ് ദി സിസ്റ്റോളിക് BP ഇൻ ഓസ്കൾട്ടേറ്ററി മെത്തേഡ്. അപ്പം ഇൻ കേസ് നമ്മൾ പാൽപേറ്ററി മെത്തേഡ് യൂസ് ചെയ്തിട്ടില്ല, ഓസ്കൾട്ടേറ്ററി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് നമ്മളിപ്പോൾ പാൽപേറ്ററി മെത്തേഡ് യൂസ് ചെയ്ത് BP കണ്ടുപിടിച്ചു. ഓക്കെ, സോ യു ഗോട്ട് BP, ഇതാണ് നമുക്ക് ഇനീഷ്യലി കിട്ടിയ BP, അതായത് സിസ്റ്റോളിക് BP. അപ്പം ഇൻ കേസ് ഇൻ പേഷ്യൻസ് വിത്ത് ഓസ്കൾട്ടേറ്ററി ഗ്യാപ്പ് നമ്മൾ ആദ്യം ഈ ഓസ്കൾട്ടേറ്ററി മെത്തേഡ് വഴി കണ്ടുപിടിക്കുന്ന BP നമ്മൾ ഫസ്റ്റ് സൗണ്ട് കേൾക്കും. സോ ആഫ്റ്റർ എ പോയിൻറ്റ് ഇത് ഡിസപ്പിയർ ചെയ്തിട്ട് പിന്നെ ഒരു പോയിന്റിൽ ഇത് റീഅപ്പിയർ ചെയ്യും. അപ്പം ഇതാണ് നമ്മൾ ആക്ച്വലി എടുക്കുന്ന സിസ്റ്റോളിക് BP. ആൻഡ് ഈ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്.
പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ ഒരു ലാസ്റ്റ് പോയിന്റ് കിട്ടും ആൻഡ് ദാറ്റ് വി ഗെറ്റ് ഇറ്റ് ആസ് ദി ഡയസ്റ്റോളിക് ബി പി. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു ബി പീസ് ആക്ച്വലി ഇതിനെയാണ് നമ്മൾ ഓസ്കൾട്ടേറ്ററി ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഇത് കാണുന്നത് ഹൈ ബി പി ഉള്ള പേഷ്യൻസിലാണ്. ഓക്കെ, സോ ഇതാണ് ഓസ്കൾട്ടേറ്ററി ഗ്യാപ്പിൻ്റെ കൺസെപ്റ്റ്. സോ 170/100 ആണ് നമുക്കപ്പം ഫസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ കോസ് ഫോർ ദിസ് ഡിഫറൻസ് ഇൻ ബി പി? That is auscultatory gap, and that is actually a false low value for systolic BP. Okay, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. So we covered both these questions. Now define mean arterial pressure and pulse pressure giving their values. So first, what is pulse pressure? Pulse pressure is the difference between systolic pressure and diastolic pressure. And normal value for pulse pressure എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷർ ഇപ്പം നമുക്കൊരു 120 mmHg ആണ്, ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എന്ന് വരുന്നത് 40 mmHg ആയിരിക്കും. സോ നോർമൽ പൾസ് പ്രഷർ ഇസ് അറൌണ്ട് 40 mmHg. ആൻഡ് വാട്ട് ഇസ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് ചോദിച്ചാൽ, വാട്ട് ഇസ് മീൻ ആർട്ടീരിയൽ പ്രഷർ? ഇറ്റ് ഈസ് ദി ആവറേജ് പ്രഷർ എക്സിസ്റ്റിംഗ് ഇൻ ദ ആർട്ടറീസ്, ആൻഡ് അത് കിട്ടുന്നത് ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് ദ പൾസ് പ്രഷർ ആയിരിക്കും. ദാറ്റ് ഇസ് ഡയസ്റ്റോളിക് പ്രഷർ നമ്മൾ 80 എടുത്തു, and 1/3 of the pulse pressure, which is 1/3 into 40, you got 93.3 mmHg as the mean arterial pressure. So we got this question also. അടുത്തത് അറിയേണ്ടത്, what is the possible renal mechanism causing hypertension? അതിന് മുമ്പ് we'll see what is renal hypertension. Renal hypertension എന്ന് പറയുന്നത് നെഫ്രൈറ്റിസ്, റീനൽ ആർട്ടറി സ്റ്റീനോസിസ് പോലെയുള്ള കണ്ടീഷൻസിലാണ് റീനൽ കൊണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷനാണ് ബേസിക്കലി റീനൽ ഹൈപ്പർ ടെൻഷൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദർ ഇസ് കൺസ്ട്രിക്ഷൻ ഓഫ് ദി റീനൽ ആർട്ടറി ഓർ കംപ്രഷൻ ഓഫ് ദ കിഡ്നി. ഓക്കെ, ദാറ്റ് ഇസ് കോൾഡ് എസ് ദ റീനൽ ഹൈപ്പർ ടെൻഷൻ, ആൻഡ് ദർ ഇസ് ഇൻക്രീസ്ഡ് റെനിൻ ആക്ടിവിറ്റി. ആൻഡ് ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത്. പ്ലാസ്മ റെനിൻ ആക്ടിവിറ്റി കൂടുന്നതാണ് റീനൽ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള റീസൺ. ആൻഡ് ദർ ഇസ് ഡിക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് സോഡിയം. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട 2 പോയിന്റ്സ് ഇതായിരിക്കും. ഓക്കെ, so coming to renal hypertension, നമ്മൾ ഇപ്പോൾ ഗോൾഡ് ബാച്ച് ഹൈപ്പർ ടെൻഷൻ ഇസ് ആക്ച്വലി renal hypertension. There is constriction of renal artery by applying clips that produces hypertension. renal artery നമ്മൾ ക്ലിപ്സ് അപ്ലൈ ചെയ്യും. ഓക്കെ, അതുവഴി കൺസ്ട്രക്ഷൻ ഓഫ് ദ റീനൽ ആർട്ടറി ഉണ്ടാവും. സോ അത് കാരണം പ്രൊഡ്യൂസ് ആവുന്ന ഹൈപ്പർ ടെൻഷനാണ് ഗോൾഡ് ബാച്ച് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ റീസണും ഹൈ റെനിൻ സെക്രീഷൻ തന്നെയായിരിക്കും. ഓക്കെ, നൗ സോ റീനൽ മെക്കാനിസംസ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ മെക്കാനിസം ഇസ് ബേസിക്കലി റാസ് മെക്കാനിസത്തിൽ വരുന്ന പ്രോബ്ലംസ്, CKD, സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി, ഇംപയർഡ് പ്രഷർ നേട്രിയൂറസിസ്, ആൻഡ് ഇതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് സോഡിയം വാട്ടർ റിട്ടൻഷനാണ്. സോ നമ്മൾ ജസ്റ്റ് റാസ് മെക്കാനിസവും കൂടി ഫ്ലോ ചാർട്ടിലൊന്ന് കാണിക്കണം. സോ റാസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ GFR കുറഞ്ഞു, റെനിൻ്റെ ആക്ടിവിറ്റി കൂടി. ഓക്കെ, ആൻജിയോടെൻസിനോജൻ ഇസ് കൺവേർട്ടഡ് ടു ആൻജിയോടെൻസിൻ 1 ഇൻ പ്രസൻസ് ഓഫ് റെനിൻ, ആൻഡ് ആൻജിയോടെൻസിൻ 1 ACയുടെ പ്രസൻസിൽ, വിച്ച് ഇസ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൻ്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ 2 ആവും. ഇനി ആൻജിയോടെൻസിൻ 2 ഇസ് എ പവർഫുൾ വാസോ കൺസ്ട്രിക്റ്റർ, അല്ലേ? വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അപ്പം ആൽഡോസ്റ്റെറോൺ അഡ്രീനൽ കോർട്ടെക്സിൽ ആൽഡോസ്റ്റെറോണിൻ്റെ ആക്ടിവിറ്റി കൂടും. അതുവഴി എന്ത് സംഭവിക്കും? റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് വാട്ടർ, ബ്ലഡ് വോളിയം കൂടും, ആൻഡ് ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും, ആൻഡ് GFR കൂടും. സോ GFR ഇവിടെ കൂടി. ആൻഡ് ഇവിടെ തേർഡ് സെൻറ്റർ സ്റ്റിമുലേറ്റ് ആവും, ബ്ലഡ് വോളിയം കൂടും, ഗ്ലോമറുലാർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടും, ആൻഡ് GFR കൂടും. ഇവിടെ ADH ഫ്രം ദ പിറ്റ്യൂട്ടറി, വാട്ടർ റീഅബ്സോർപ്ഷൻ, ബ്ലഡ് വോളിയം, GFR കൂടി. So this is actually the RAS mechanism. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഫോർ മെയിൻറ്റെയിനിങ് ദ നോർമൽ ഓസ്മോളാരിറ്റി ഇൻ ദ ബോഡി, അതേപോലെ ഹൈപ്പർ ടെൻഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ട്. സോ ഐ ഗെസ് ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്ലിയർ ആയിരിക്കും. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു മാനേജ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫിസിയോളജിക്കൽ ബേസിസ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷനിൽ നമുക്ക് അറിയാനുള്ളത്. ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് വൺ ഇസ് വെയ്റ്റ് റിഡക്ഷൻ. വെയ്റ്റ് റിഡക്ഷൻ ഇപ്പം നമ്മളൊരു 1 kg ഒക്കെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 mmHg വരെ BP ഫോളോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ വെയ്റ്റ് റിഡക്ഷൻ ഇസ് വൺ മെത്തേഡ്.
പിന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻ, ഒരു ലോ സോൾട്ട് അല്ലെങ്കിൽ സോൾട്ട് റെസ്ട്രിക്റ്റഡ് ഡയറ്റ്, പിന്നെ ലോ ഫാറ്റ് ഡയറ്റ്, അതേപോലെ ഹൈ ഫൈബർ ഡയറ്റ്. ഇതാണ് ഡയറ്ററി മോഡിഫിക്കേഷൻ വരേണ്ടത്. ഇനി റെഗുലർ ഫിസിക്കൽ എക്സസൈസ്, മെൻ്റൽ റിലാക്സേഷൻ, സ്റ്റോപ്പേജ് ഓഫ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്, അതേപോലെ സർട്ടൻ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ്, അതായത് ആൻജിയോടെൻസിൻ റിസെപ്റ്റർ ആൻറ്റഗോണിസ്റ്റ്, AC ഇൻഹിബിറ്റർ, ഡയോററ്റിക്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ആൽഫ ബീറ്റ ബ്ലോക്കേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ്. അപ്പം ദേ ക്യാൻ ഓൾസോ ആസ്ക് വാട്ട് ആർ ദി നോൺ മെഡിക്കൽ മെത്തേഡ്സ് എന്നൊക്കെ ചോദിക്കാം. അപ്പം നമ്മൾ ഇത്രയും പോയിൻറ്റ്സ് എഴുതാതെ ഫസ്റ്റ് 5 പോയിൻറ്റ്സ് ആണ് ഇവിടെ എഴുതേണ്ടി വരിക. മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സിൽ എഴുതേണ്ടത്. വിൽ സി എ ക്വസ്റ്റ്യൻ ലേറ്റർ അബൌട്ട് ദാറ്റ്. അതപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? I guess it's understood. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Okay. So the next question. A 60-year-old man, okay, he presented with acute retrosternal chest pain that is radiating to the inner aspect of the left arm. അപ്പോൾ ECG എടുത്തു. ECG എടുത്തപ്പോൾ ഒരു ST സെഗ്മെൻറ്റ് എലിവേഷൻ ഉണ്ടായി. Okay, now this is a typical case of myocardial infarction. MIയുടെ ഒരു ടിപ്പിക്കൽ ഹിസ്റ്ററിയാണിത്. ഇത് കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി കാണുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കേസ് ഹിസ്റ്ററി എന്നാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ വാട്ട് ഇസ് ദ മോസ്റ്റ് പ്രോബബിൾ ഡയഗ്നോസിസ് ചോദിച്ചാൽ ഇറ്റ്സ് ഓൺലി ഫോർ 1 മാർക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് എന്നുള്ളത് എഴുതിയാൽ മതിയാവും. ഓക്കെ, so what are the other changes in ECG that may occur? ഇവർ ഓൾറെഡി ഒരു ചേഞ്ച് തന്നിട്ടുണ്ട്, which is ST segment elevation. Okay, let's see the ECG changes that can actually occur in MI. Okay, so ഇതൊരു നോർമൽ ECG ആണ് ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതതിൻ്റെ നോർമൽ ECG ആണ്. ഓക്കെ, നൗ ഇത് കാണിക്കുന്നത് അക്യൂട്ട് MIൻ്റെ ECG ആണ്. ഇവിടെ നോക്കുമ്പോൾ there is an ST segment elevation കാണാൻ പറ്റും. Okay, an ST segment elevation. This is the ST segment elevation. അപ്പം acute myocardial infarction ST segment elevation വരും. Now after a few days നമ്മൾ നോക്കുവാണെങ്കിൽ ഈ Q wave കുറച്ച് prominent ആയിട്ട് കാണാം. Okay, also there is an ST segment elevation plus a T wave inversion കൂടി കാണാനായിട്ട് പറ്റും. ECG സെഗ്മെൻറ്റ്സ് നമ്മൾ പറയുന്നതാണ്. നെക്സ്റ്റ് ECG ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ വിത്ത് ദാറ്റ്. അജിത് ബാബു, ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഓഫ് MI നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോമിനൻറ്റ് Q വേവ്, ST segment elevation and T wave inversion ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, then what happens? ഒരു ഫ്യൂ വീക്സ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ST സെഗ്മെൻറ്റ് ഒരു പ്രോമിനൻറ്റ് Q വേവ് അതേപോലെ ഉണ്ടാവും, T വേവ് ഇൻവേർഷൻ അതുപോലെ തന്നെ ഉണ്ടാവും. ബട്ട് ST സെഗ്മെൻറ്റ് ഐസോ ഇലക്ട്രിക് ലെവലിലേക്ക് തിരിച്ചു വരും. ST സെഗ്മെൻറ്റ് ഐസോ ഇലക്ട്രിക് ലെവലിലേക്ക് തിരിച്ചു വരും. നൗ ആഫ്റ്റർ റിക്കവറി MI കഴിഞ്ഞു, ആ എപ്പിസോഡ് കഴിഞ്ഞു. ദെൻ ഇഫ് വി ചെക്ക് Q വേവ് സ്റ്റിൽ ഇറ്റ്സ് പ്രോമിനൻറ്റ്, ST സെഗ്മെൻറ്റ് നോർമലി വന്നു ആൻഡ് T ഇൻവേർഷൻ മാറിയിട്ട് T വേവ് നോർമലായി. സോ വാട്ട് സ്റ്റിൽ സ്റ്റേസ് ഇസ് ദി Q വേവ് പ്രോമിനൻസ്. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ECG സെഗ്മെൻറ്റിൽ MIയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. എക്സ്പ്ലെയിൻ ദ ലീഡ്സ് യൂസ്ഡ് ഇൻ റെക്കോർഡിംഗ് ECG. സോ ഫസ്റ്റ് തിങ്, ലീഡ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ലീഡ്സിൻ്റെ ഡെഫിനേഷൻ എഴുതണം. കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോഡ്സ് വിച്ച് ക്യാൻ പിക്ക് അപ്പ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ദ ബോഡി. 2 ടൈപ്പ് ഓഫ് ലീഡ് ഉണ്ട്, വിച്ച് ഇസ് ബൈപോളാർ ലീഡ് ആൻഡ് യൂണിപോളാർ ലീഡ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ ഈ ഒരു ടേബിൾ ഫോം ആക്കിയിട്ടുണ്ട് ഫോർ യുവർ ഈസി സ്റ്റഡിങ്. അപ്പം ബൈപോളാർ ലീഡ്സ് തന്നെ ലിംബ് ലീഡ്സും ഉണ്ട്, ചെസ്റ്റ് ലീഡ്സും ഉണ്ട്. ബൈപോളാർ ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത് ലീഡ് 1, 2 and 3യും, ബൈപോളാർ ചെസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത് CR, CL, CF ആണ്. സോ ബൈപോളാർ ചെസ്റ്റ് ലീഡ്സ് ഇപ്പം നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് നോ ഇങ്ങനെ ലീഡ്സ് ഉണ്ട്. ഓക്കെ, നൗ യൂണിപോളാർ ലിംബ് ലീഡ്സ് ഉണ്ട്,
യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് ഉണ്ട്. ഓക്കെ, യൂണിപോളാർ ലിംബ് ലീഡ്സ് ആർ VR, VL, VF. ഓക്കെ, ഈ യൂണിപോളാർ ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്റ്റൽ എൻഡ് ഓഫ് ലിംബിലേക്കും ഒന്ന് സീറോ പൊട്ടൻഷ്യലിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, യൂണിപോളാർ ലിംബ് ലീഡ്സ്. അപ്പോൾ നമുക്കൊരു ആംപ്ലിറ്റ്യൂഡ് കിട്ടും. പക്ഷേ ആ ആംപ്ലിറ്റ്യൂഡ് അല്ലാണ്ട് നമുക്ക് മാഗ്നിഫൈഡ് ആംപ്ലിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി വി ഹാവ് ഓഗ്മെൻറ്റഡ് ദിസ് യൂണിപോളാർ ലിംബ് ലീഡ്സ്. അപ്പം അങ്ങനെ ഓഗ്മെൻറ്റഡ് ആയിട്ടുള്ള യൂണിപോളാർ ലിംബ് ലീഡ്സ് ആണ് AVR, AVL, AVF എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗോൾബർഗർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് limb in which the exploring electrode connected is not connected to the indifferent electrode. അടുത്ത വരുന്ന യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് V1 to V6 ആണ്. അതിൻ്റെ പൊസിഷൻ നമ്മൾ അറിയണം. യൂണിപോളാർ ലിംബ് ലീഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റും ഐൻതോവൻസ് ലോ ആൻഡ് ട്രയാങ്കിളും നമ്മൾ എഴുതേണ്ടതാണ്. സോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ബൈപോളാർ ലിംബ് ലീഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അറിയണം. ഓക്കെ, സോ മൂന്ന് ലിംബ്സ് ആണ് ഇവിടെ നോക്കുന്നത്, വിച്ച് ഇസ് right arm, left arm and the left foot. Okay, right arm, left arm and the left foot. So let's see, lead 1 എന്ന് പറയുന്നത് right arm to left arm connect ചെയ്യും. Okay, and lead 2 എന്ന് പറയുന്നത് right arm left foot തമ്മിലും lead 3 എന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് ആം ലെഫ്റ്റ് ഫുട്ട് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ഐൻതോവൻസ് ലോ ലീഡ് 2 എന്ന് പറയുന്നത് ലീഡ് 1 ആൻഡ് ലീഡ് 3യുടെ സമ്മാണ്. സോ ഇതാണ് ഐൻതോവൻസ് ലോ. സോ ഇത്രയും കാര്യങ്ങൾ ആ ഒരു പോർഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ബൈപോളാർ ലിംബ് ലീഡ്സിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് യൂണിപോളാർ ചെസ്റ്റ് ലീഡ്സ് പൊസിഷൻസ് അറിയാം. അതായത് V1 is at the fourth right intercostal space on the sternal border. V2 എന്ന് പറയുന്നത് fourth left intercostal space on the left sternal border. V3 is midway between V2 and V4. അപ്പോൾ V4 എന്ന് പറയുന്ന fifth left ഇനി V4, V5, V6 is in the fifth left intercostal space, but V4 is at the mid-clavicular line, V5 is at the anterior axillary line and V6 is at the mid-axillary line. അപ്പോൾ ഇത്രയും പൊസിഷൻസ് പഠിച്ചിരിക്കണം. ആൻഡ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈവൻ ഫോർ പ്രാക്ടിക്കൽ ഓൾസോ. സോ അത്ര അറിയാം. സോ ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ECGൻ്റെ വേവ്സ്, നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ECGൻ്റെ വേവ്സ്, സെഗ്മെൻറ്റ്സ്, ഇൻ്റർവെൽസ് ഒക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നോർമൽ ECG വരയ്ക്കുക. ECGയുടെ വേവ്സും സെഗ്മെൻറ്റ്സും ഇൻ്റർവെൽസും പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്, മീൻസ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ ഇതാണ് ഒരു നോർമൽ ECG. ഇവിടെ നമുക്കൊരു P വേവ് കാണാൻ പറ്റും, റൈറ്റ്? ഈ P വേവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷനാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വി ക്യാൻ സി എ Q വേവ്, QRS. ഇതൊരു കോംപ്ലെക്സ് QRS കോംപ്ലെക്സ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് റെപ്രസെൻറ്റിങ് വെൻട്രിക്യുലർ ഡീപോളറൈസേഷൻ. അത് കഴിഞ്ഞ് നമുക്കൊരു T വേവ് കാണാൻ പറ്റും, വിച്ച് ഇസ് നത്തിങ് ബട്ട് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. സോ ഏട്രിയൽ ഡീപോളറൈസേഷൻ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആൻഡ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഇതാണ് ഈ 3 വേവ്സ്. അപ്പോൾ വേവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ P wave is for atrial depolarization, QRS for ventricular depolarization and T wave is for ventricular repolarization. ഇതിൻ്റെ ഡ്യൂറേഷനും ആംപ്ലിറ്റ്യൂഡും കാണാതെ പഠിക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. P വേവിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം ഒരു 0.08 to 0.1. ആംപ്ലിറ്റ്യൂഡ് ഇസ് അറൌണ്ട് 0.1 to 0.3. ഓക്കെ, QRSൻ്റെ വരുന്നത് സെയിം ആസ് P വേവ് 0.08 to 0.01, I mean 0.1. ആൻഡ് QRS വരുന്നത് ആംപ്ലിറ്റ്യൂഡ് ഇസ് 1 to 3. ഇത് 0.1 to 0.3 ആണ്, ഇത് 1 to 3 ആണ്. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് QRSന് ഓൾറെഡി നമ്മളിങ്ങനെ വരയ്ക്കുമ്പം ഇറ്റ് ഗോസ് ഹൈ അല്ലേ, അപ്പം 1 to 3 വരും. നൗ T വേവ് എന്ന് പറയുന്നത് 0.25 to 0.35ഉം 0.2 to 0.3 ആംപ്ലിറ്റ്യൂഡും വരും. സോ ഇത് നമ്മൾ കാണാതെ തന്നെ പഠിക്കണം. അപ്പം ഓരോ വേവും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, അതിൻ്റെ ഡ്യൂറേഷൻ എന്താ, ആംപ്ലിറ്റ്യൂഡ് എന്താ. സോ ഇത്രയും പഠിക്കേണ്ടതാണ്. ആൻഡ് ഈ വേവിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യാനും അറിയണം. അടുത്തത്, വൺസ് വി കംപ്ലീറ്റ് വേവ്സ്, ഇവിടെ നമുക്ക് കുറേ സെഗ്മെൻറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഇസ് TQ സെഗ്മെൻറ്റ് എന്നുള്ളത് അറിയാം. സോ ഈ കാണുന്ന, അതായത് എൻഡ് ഓഫ് P വേവിൽ തുടങ്ങി ഓക്കെ ബിഗിനിങ് ഓഫ് Q വേവ് വരെ, ഓക്കെ ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈനാണ് PQ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഡ് ഓഫ് P വേവിൽ തുടങ്ങി എൻഡ് ഓഫ് P വേവിൽ തുടങ്ങി ബിഗിനിങ് ഓഫ് Q വേവ് വരെയുള്ളതാണ് PQ സെഗ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ
പിന്നെ എസ് ടി സെഗ്മെൻറ്റ് എന്താ? എസ് ടി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് എസ് ടു ദി അല്ലെങ്കിൽ ജെ പോയിൻറ്റ് തൊട്ട് ബിഗിനിങ് ഓഫ് ടി വേവ് വരെ. ദിസ് ഇസ് ദി എസ് ടി സെഗ്മെൻറ്റ്. ഡൗട്ട് ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ, സോ ദാറ്റ് ഇസ് എസ് ടി സെഗ്മെൻറ്റ്. അപ്പം ഐ ഗെസ് ഇറ്റ്സ് ക്ലിയർ. രണ്ട് സെഗ്മെൻറ്റ്സ് മനസ്സിലായെങ്കിൽ പി ആർ സെഗ്മെൻറ്റ് അഥവാ പി ക്യു സെഗ്മെൻറ്റ് റെപ്രസെൻറ്റിംഗ് ദ എ വി നോഡൽ ഡിലേ. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.04 to 0.1 സെക്കൻഡും. എസ് ടി സെഗ്മെൻറ്റിൻ്റെ കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി ഇൻ്റർവൽ ബിറ്റ്വീൻ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ. ഓക്കെ, സോ ഇത് കാണിക്കുന്നത് എന്താ? വെൻട്രിക്കുലർ ഡീപോളറൈസേഷനാണ്, ഇത് വെൻട്രിക്കുലർ റീപോളറൈസേഷനാണ്. സോ എസ് ടി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ തമ്മിലുള്ള ആ ഒരു ഡ്യൂറേഷൻ. ആൻഡ് ആ ഒരു ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് 0.05 to 0.1 സെക്കൻഡ്സ്. സോ നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു ഡൗട്ട്. സോ ഐ ഗെസ് സെഗ്മെൻറ്റ്സ് ക്ലിയർ ആണല്ലോ, പി ആർ സെഗ്മെൻറ്റും എസ് ടി സെഗ്മെൻറ്റും. സോ ഇതിൻ്റെ ഡെഫിനിഷൻ ഓക്കെ, ഡൺ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. ഡെഫിനിഷനും ഡ്യൂറേഷനും ഇതാണ്. പിന്നെ അതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നു, ഇത്രയാണ് സെഗ്മെൻറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർവെൽസ് ആണ്. ഓക്കെ, 3. ഓക്കെ, സോ ഈ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഇൻ്റർവെൽസ്, ദാറ്റ് ഇസ് പി ക്യു ഇൻ്റർവെൽ ആൻഡ് ദ ക്യു ടി ഇൻ്റർവെൽ. പി ക്യു ഇൻ്റർവെൽ ഇൻക്ലൂഡ്സ് ബോത്ത് പി ആൻഡ് ദി പി വേവും പി ക്യു സെഗ്മെൻറ്റും. ക്യു ടി എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യു ആർ എസ് വരും, എസ് ടി സെഗ്മെൻറ്റ് വരും, ടി വേവ് വരും. സോ ഈ ഒരു ഐഡിയ ഉണ്ടാവണം. ആൻഡ് ഇതെന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളതും പഠിക്കാം. ഓക്കെ, സോ ദ പി ക്യു ഇൻ്റർവെൽ. പി ക്യു ഇൻ്റർവെൽ അപ്പം പി വേവും ദി സെഗ്മെൻറ്റും ആണ് വരുന്നത്, റൈറ്റ്? പി ക്യു സെഗ്മെൻറ്റും ആണ്. സോ ഇറ്റ് ഈസ് ദി സം ഓഫ് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആൻഡ് എ വി നോഡൽ ഡിലേ. ആൻഡ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഇസ് 0.12 to 0.2 സെക്കൻഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ക്യു ടി ഇൻ്റർവെൽ. അപ്പോൾ ഇതിൽ ക്യു ആർ എസ് കോംപ്ലക്സും എസ് ടി ഇൻ്റർവെലും വരും. ഇറ്റ്സ് അറൗണ്ട് 0.4 സെക്കൻഡ്സ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത്. ഈ 2 ടേബിൾസും പഠിക്കണം. ഈ ഒരു ആൻസറിൽ ഈ ഒരു ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. ബട്ട് ദെൻ ദർ ആർ അതർ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദിസ് ടേബിൾ. പിന്നെ ഇത് വരയ്ക്കാനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ പിന്നെ ക്ലിനിക്കലി നമ്മൾ 12 ലീഡ്സ് ആണ് യൂസ് ചെയ്യുക. വിച്ച് ഇസ് ലീഡ് 1, 2, 3, AVR, AVL, AVF, പിന്നെ V1 to V6. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, now let's move on to the next question. A 50-year-old male, okay, is having complaints of difficulty in breathing. Auscultation revealed presence of rhonchi in the lung fields. പിന്നെ pulmonary function test നോക്കി. അപ്പം FVC is decreased and FEV1 is around 60%. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് what is FVC and FEV1? Give the normal values and physiological basis for the change of FEV1 and what is the probable clinical condition and what is the significance of FEV1. അപ്പം ഈ പ്രോബബിൾ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണെന്നുള്ളത് പറയാം. ബിഫോർ ദാറ്റ് FVC FEV1 എന്താണെന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് FVC? ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റിയാണ് FVC. സോ എന്താ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ it is the largest volume of air that can be expired forcefully after a maximal inspiratory effort. ഒരു മാക്സിമം ഇൻസ്പിറേഷൻ എടുത്തു കഴിഞ്ഞ് എത്ര വോളിയം ഓഫ് എയർ നമുക്ക് എക്സ്പയർ ചെയ്യാൻ പറ്റുമോ ദാറ്റ് ഇസ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നോ ഇറ്റ് ഈസ് അറൌണ്ട് 4600 ml. ഓക്കെ, സോ വാട്ട് ഇസ് FEV1?
FEV1 എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ഇൻ 1 സെക്കൻഡ്. അപ്പം ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി എക്സ്പിറേറ്ററി വോള്യൂം ഇൻ 1 സെക്കൻഡ് ആണ് FEV1. Okay, so this is defined as a percentage of air that can be expired in specified time. ഒരു ടൈം ബാരിയറും കൂടെ വരുമ്പോൾ ദാറ്റ് ഇസ് അതായത് 1 സെക്കൻഡിൽ വരുന്ന ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ആണ് FEV1 എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ അത് 2 സെക്കൻഡ്സ് ആണെങ്കിലോ വി കോൾ ഇറ്റ് as FEV2, 3 സെക്കൻഡ്സ് ആണെങ്കിൽ FEV3 എന്ന് പറയും. Now what is its important? It is an index of the air flow rate. Okay, FEV1 എന്ന് പറയുന്നത് is 80 to 85% of FVC. Okay, that is in the first second. And FEV2 എന്ന് പറയുന്നത് 95%ഉം FEV3 എന്ന് പറയുന്നത് 97%ഉം ആണ്. So it is one of the most useful tests to detect airway obstruction. Airway എന്തെങ്കിലും obstruction ആണെങ്കിൽ FVCയും FEV1ഉം ഒക്കെ reduce ചെയ്യും. Okay. So what is the normal value എന്ന് ചോദിച്ചാൽ FVCൻ്റെ normal value 4600 ml ഉം FEV1ൻ്റെ value 80 to 85% of FVCയും ആയിരിക്കും. Now what is the physiological basis? അവിടെ ഈ ക്വസ്റ്റ്യനിൽ 60% FEV1 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, FEV1 ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ ഇസ് എയർവേ ഒബ്സ്ട്രക്ഷൻ. ജനറലൈസ്ഡ് എയർവേ ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ് ഇവിടെ FEV1 റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ലെസ് ദാൻ 80%. ആൻഡ് റിമെമ്പർ FEV1 ഒരു എഫേർട്ട് ഡിപ്പെൻഡൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, ആളുടെ എഫേർട്ട് ഓരോ സ്റ്റെപ്പിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ആളുടെ എഫേർട്ടിന് ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക് ഫോർ ഡിറ്റക്റ്റിംഗ് സ്മോൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ആൻഡ് ഇറ്റ് ഡിക്രീസസ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ഡിസീസസ് ഓഫ് ദ ലങ് ലൈക്ക് ബ്രോങ്കിയൽ ആസ്മ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഈ 3 ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് പ്രോബബിൾ ക്ലിനിക്കൽ കണ്ടീഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി ബ്രോങ്കിയൽ ആസ്മ. കാരണം ഇവിടെ FVC റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രോബബ്ലി ബ്രോങ്കിയൽ ആസ്മ എന്ന് എഴുതാം. കാരണം ഇനിയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്താലേ ഒരു ഡിസീസ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റൂ. സോ ഓൾവേസ് റൈറ്റ് ഇറ്റ് ആസ് പ്രോബബിൾ ഡയഗ്നോസിസ് ഇസ് ബ്രോങ്കിയൽ ആസ്മ. Now FVC is reduced, പിന്നെ FEV1 is reduced very much. അതേപോലെ റോങ്കൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ബ്രോങ്കിയൽ ആസ്മ. ഓക്കെ, now what is the significance of FEV1 ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫോർ മോണിറ്ററിങ് എ വെറൈറ്റി ഓഫ് പൾമോണറി ഡിസോർഡർ ആൻഡ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഇനി ഒരു ചെറിയ ടോപ്പിക്ക് പറയാം. ഓക്കെ, വൺ തിങ് ഇസ് റെസ്ട്രിക്റ്റീവ് ഡിസോർഡേഴ്സും ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡേഴ്സും ഉണ്ട്. ഓക്കെ, റെസ്ട്രിക്റ്റീവ് ഡിസോർഡേഴ്സിൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ആണ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്നത്. അവിടെ അപ്പം വൈറ്റൽ കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യും, പക്ഷേ FEV1 ഇസ് നോർമൽ. ഓക്കെ ഓക്കെ, ഇനി ഒബ്സ്ട്രക്റ്റീവ് ഡിസീസസിനകത്ത് വരുമ്പോൾ യെസ്, അപ്പം ഒബ്സ്ട്രക്റ്റീവ് ഡിസോർഡേഴ്സിനകത്ത് വരുമ്പോൾ എക്സ്പിറേഷൻ എന്ത് ചെയ്യും, ഒബ്സ്ട്രക്റ്റഡ് ആവും, റൈറ്റ്. ഇൻസ്പിറേഷൻ ഇവിടെ നോർമൽ. അപ്പോൾ ഇവിടെ വൈറ്റൽ കപ്പാസിറ്റി, റിമെമ്പർ ദിസ് പോയിന്റ്, വൈറ്റൽ കപ്പാസിറ്റി ഇവിടെ നോർമലാണ്, FEV1 ഡിക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബ്രോങ്കിയൽ ആസ്മ, എംഫിസീമ പോലുള്ള ഡിസീസസിനകത്ത്. സോ ഈ 2 കാര്യം ഡയഗ്നോസ് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ആൻഡ് FEV1 ഇസ് എ വെരി സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, സോ I think we covered this question now. What is the significance of FEV1? So ഇത്രയാണ് ഈ ക്വസ്റ്റ്യനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. So now we move on to the next question. ഇത് 2013 ഓഗസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, a road traffic accident victim was found to be unconscious and breathing in an irregular rhythm. Okay, from your knowledge of physiology, just 2 types of periodic breathing പറയാം. Explain the neural regulation of respiration and what is the mechanism of function of medullary chemoreceptor. See, ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ 8 മാർക്സിനും എഴുതാം, 1 മാർക്കിനും എഴുതാം. ഇവർ ജസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നെയിം ദ 2 ടൈപ്സ് ഓഫ് പീരിയോഡിക് ബ്രീത്തിങ് എന്നാണ്. ഇവർ ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിനാണ്. സോ യു ഹാവ് ടു ജസ്റ്റ് നെയിം ദ 2 ടൈപ്സ്. ഓക്കെ, എല്ലാം ഒന്നും എഴുതണ്ട, ജസ്റ്റ് റൈറ്റ്. ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റിൽ 4 ടൈപ്സ് ഓഫ് പീരിയോഡിക് ബ്രീത്തിങ് പറഞ്ഞിട്ടുണ്ട്. വോളണ്ടറി ഹൈപ്പർ വെന്റിലേഷൻ, കെയ്ൻ സ്റ്റോക്സ് ബ്രീത്തിങ്, ബയോട്സ് ബ്രീത്തിങ് ആൻഡ് സ്ലീപ്പ് അപ്നിയ. ഇതിൽ നമ്മൾ എക്സാമിന് എഴുതേണ്ട 2 എണ്ണം എന്ന് പറയുന്നത് കെയ്ൻ സ്റ്റോക്സ് ബ്രീത്തിങ്ങും ബയോട്സ് ബ്രീത്തിങ്ങുമാണ്. അത് ഇനി ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ പീരിയോഡിക് ബ്രീത്തിങ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അത് അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ പാറ്റേൺസ് ഒക്കെ എന്താണെന്ന് പറയാം. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കെയ്ൻ സ്റ്റോക്സ് ബ്രീത്തിങ്ങും ബയോട്സ് ബ്രീത്തിങ്ങും. ഓക്കെ,
Now explain the neural regulation of respiration. Moving on to neural regulation of respiration. മൂന്ന് രീതിയിലാണ് ന്യൂറൽ റെഗുലേഷൻ വരുന്നത്. വൺ ഇസ് വോളണ്ടറി കൺട്രോൾ, ദ അതർ ഇസ് ഓട്ടോമാറ്റിക് കൺട്രോൾ ആൻഡ് അതർ ഇസ് ദി റിഫ്ലെക്സ് കൺട്രോൾ. ഓക്കെ, സോ വോളണ്ടറി കൺട്രോൾ എന്താണെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് മോട്ടർ കോർട്ടെക്സാണ്. ഓക്കെ, ത്രൂ ദി മോട്ടർ കോർട്ടെക്സ് ഇറ്റ് കംസ് ടു ദ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. അവിടുന്ന് റെസ്പിറേറ്ററി മോട്ടർ ന്യൂറോൺസ് വരും. അങ്ങനെ സോ ദിസ് ഇസ് ഹൗ ദി വോളണ്ടറി കൺട്രോൾ ഇസ് ടേക്കിംഗ് പ്ലേസ്. അവിടെ നമുക്ക് വോളണ്ടറി ഹൈപ്പർ വെന്റിലേഷനും വോളണ്ടറി അപ്നിയും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഹൈപ്പർ വെന്റിലേറ്റും ചെയ്യാം, ഒരു പോയിന്റ് ഓഫ് ടൈം വരെ നമുക്ക് ബ്രെത്ത് ഒന്നും എടുക്കാതെ ഇരിക്കാം, ദാറ്റ് ഇസ് അപ്നിയ. സോ ഇത് എത്ര വോളണ്ടറി ഹൈപ്പർ വെന്റിലേഷൻ എത്ര ചെയ്താലും അല്ലെങ്കിൽ വോളണ്ടറി അപ്നിയ എത്ര പോയാലും there is a breaking point to this, and normally it is 40 seconds. 40 seconds കഴിഞ്ഞ് ഹൈപ്പർ വെന്റിലേറ്റ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, നൗ വാട്ട് ഇസ് ഓൺഡൈൻസ് കേഴ്സ്? ഓൺഡൈൻസ് കേഴ്സ് എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ സ്റ്റെം ലീഷൻ വന്നു, മേ ബി പോളിയോമൈലൈറ്റിസ് പോലുള്ള ഡിസോർഡേഴ്സ് ഒക്കെ വന്നു, അല്ലെങ്കിൽ ലീഷൻസ് ഓഫ് ദി ബ്രെയിൻ സ്റ്റെം വന്നു. ഓക്കെ, അവിടെ നമുക്ക് വോളണ്ടറി കൺട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കണ്ടീഷൻസിൽ എന്ത് പോവും? ഓട്ടോമാറ്റിക് കൺട്രോൾ പോവും. സോ ദെയർ ബൈ ഓൺഡൈൻസ് കേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ വോളണ്ടറി കൺട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പം ഉറങ്ങുന്നൊക്കെ ടൈമിൽ ചിലപ്പം ആൾക്ക് സ്വന്തമായിട്ട് റെസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ദാറ്റ് ഇസ് ഓൺഡൈൻസ്, സച്ച് എ കണ്ടീഷൻ ഇസ് ഓൺഡൈൻസ് കേഴ്സ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോമാറ്റിക് കൺട്രോൾ. അതിനുവേണ്ടി ഈ ഒരു ഡയഗ്രാം ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രമാണ്. ന്യൂറൽ റെഗുലേഷൻ ചോദിച്ചാൽ യു ഹാവ് ടു ഡ്രോ ദിസ് ഡയഗ്രാം ഫോർ ഷുവർ. ഓക്കെ, അപ്പോൾ രണ്ട് സെൻറ്റേഴ്സാണ് നമ്മളുടെ ബ്രെയിനിലുള്ളത് ഫോർ റെസ്പിറേഷൻ. വൺ ഇസ് ദ മെഡുലറി സെൻറ്റർ ആൻഡ് ദ അതർ ഇസ് ദ പോണ്ടൈൻ സെൻറ്റേഴ്സ്. ഓക്കെ, കമ്മിങ് ടു ദ മെഡുലറി സെൻറ്റർ. മെഡുലറി തന്നെ യു ഹാവ് എ പേസ് മേക്കർ സെൽ ഫോർ കൺട്രോളിങ് ദ റിതമിസിറ്റി ഓഫ് റെസ്പിറേഷൻ. അതിനെ നമ്മൾ പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് എന്ന് പറയാം. ഓക്കെ, ഇതല്ലാതെ ബിസൈഡ്സ് ദിസ് ഈ ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ഒരു ഏരിയ ഉണ്ട്. അതിൻ്റെ അടുത്ത് അവിടെ കാണുന്ന ന്യൂറോൺസ് അതാണ് ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദെൻ യു ഓൾസോ ഹാവ് ദ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മെഡുലയിൽ വരിക. വൺ ഇസ് പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് വിച്ച് ഇസ് ദി പേസ് മേക്കർ സെൽ, ദ അതർ ഇസ് ദ ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ആൻഡ് ദ അതർ ഇസ് ദ വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ്. ഓക്കെ, സോ പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ പേസ് മേക്കർ സെൽ. ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് എന്ന് പറയുമ്പം സോ പ്രീ ബോഡ്സിംഗർ കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഫോർ റിതമിസിറ്റി. ആൻഡ് ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ യു ഹാവ് ഐ ന്യൂറോൺസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻസ്പിറേഷൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പിൽ ഈ ന്യൂറോൺസ് ഉണ്ട്. ദാറ്റ് ബേസിക്കലി ഇൻഹിബിറ്റ്സ് ദിസ് ഐ ന്യൂറോൺസ്. ഇൻഹിബിഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആണ് വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെഡുലറി സെൻറ്റേഴ്സിനെ കുറിച്ച് എഴുതാനുള്ളത്. ജസ്റ്റ് മൂന്ന് കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്: പ്രീ ബോഡ്സിംഗർ, ഡോർസൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും വെൻട്രൽ റെസ്പിറേറ്ററി ഗ്രൂപ്പും. ഡൺ. ഇനി പോണ്ടൈൻ സെൻറ്റേഴ്സിൽ അറിയേണ്ടത് ദർ ഇസ് സംതിങ് കോൾഡ് ദ ന്യൂമോടാക്സിക് സെൻറ്റർ. ന്യൂമോടാക്സിക് സെൻറ്റർ ഹാസ് എ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓൺ ഇൻസ്പിറേഷൻ. ഇനി ഈ ന്യൂമോടാക്സിക് സെൻറ്റർ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുമ്പ് യു ഹാവ് ടു നോ സംതിങ് കോൾഡ് ആസ് ദ ഇൻസ്പിറേറ്ററി റാമ്പ് സിഗ്നൽ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യും. നമ്മൾ ഇ സി ജിയിലും ആക്ഷൻ പൊട്ടൻഷ്യൽസ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും ആക്ഷൻ പൊട്ടൻഷ്യൽസ് ടു ദ റെസ്പിറേറ്ററി മസിൽസാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ദർ ഇസ് എ ലേറ്റൻറ്റ് ഫേസ്, പിന്നെ നമുക്ക് ഒരു ഇൻക്രീസ് ഇൻ ദി ആക്ഷൻ പൊട്ടൻഷ്യൽ കാണാം, അഗെയിൻ ഗോസ് ടു എ ലേറ്റൻറ്റ് ഫേസ് അല്ലേ. ഇത് ആക്ച്വലി ഇമ്പൾസസ് ഗോയിങ് ടു ദ റെസ്പിറേറ്ററി മസിൽസ് ആയിരിക്കും. ഇമ്പൾസസ് ഗോയിങ് ടു ദ റെസ്പിറേറ്ററി മസിൽ. അപ്പോൾ സോ ഈ ലേറ്റൻറ്റ് ഫേസ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻക്രീസ് കാണാം, റൈറ്റ്. ഇത് ഒരു സൈക്കിളാണ്. ഇറ്റ് ഈസ് അറൗണ്ട് 4 to 5 seconds. അപ്പം നമ്മളുടെ ഈ ന്യൂമോടാക്സിക് സെൻറ്ററിന് എന്തിന് പറ്റും? ഈ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡ്യൂറേഷൻ കുറയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് എന്ത് പറ്റും? റേറ്റ് കൂടും. ഓക്കെ, റേറ്റ് കൂടും ആൻഡ് ഇറ്റ് ബിക്കംസ് മോർ ഷാലോ. സോ ഇത്രയാണ് ന്യൂറൽ റെഗുലേഷനിൽ ഓട്ടോമാറ്റിക് കൺട്രോൾ നമ്മൾ അറിയേണ്ടത്. ന്യൂമോടാക്സിക് സെൻറ്റർ ഇപ്പോൾ ബേസിക്കലി ഇൻസ്പിറേഷൻ്റെ ഇൻഹിബിഷനും ചെയ്യും ആൻഡ് ദെയർ ബൈ കൂടുതൽ റേറ്റ് ഉണ്ടാവും, ഷാലോ ബ്രെത്ത്സ് ആയിരിക്കും. നൗ ഒരു റിഫ്ലെക്സ് മെക്കാനിസം കൂടി നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് അറിയുന്ന റിഫ്ലെക്സ് മെക്കാനിസം ഇസ് ഹെറിംഗ് ബ്രൂവർ റിഫ്ലെക്സസ്. ഹെറിംഗ് ബ്രൂവർ ഇൻസ്പിറേഷൻ റിഫ്ലെക്സ് ഉണ്ട്, ഹെറിംഗ് ബ്രൂവർ ഡീഫ്ലേഷൻ റിഫ്ലെക്സ് ഉണ്ട്.
So this is the diagram showing Herring-Brewer inflation reflex. Okay, നമ്മളുടെ chest wall there are stretch receptors. അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഓഫ് ദ ലങ് നടന്നു. ഈ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ് വേഗസ് നെർവ് വഴി ഇൻസ്പിറേറ്ററി സെൻറ്ററിലേക്ക്, വേഗസ് ആസ് ആൻ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓൺ ഇൻസ്പിറേഷൻ. അപ്പോൾ ഇൻസ്പിറേറ്ററി സെൻറ്ററിലേക്ക് നെഗറ്റീവ് ഇമ്പൾസസ് കൊടുക്കും. ഓക്കെ, ഇൻസ്പിറേറ്ററി സെൻറ്റർ ഫ്രെനിക് നെർവ് ഇൻ്റർകോസ്റ്റൽ നെർവ്സ് വഴി നെഗറ്റീവ് ഇമ്പൾസ് ഓൺ എന്താ റെസ്പിറേറ്ററി മസിൽസ്, അങ്ങനെ എക്സ്പിറേഷൻ നടക്കും. റൈറ്റ്, എക്സ്പിറേഷൻ നടക്കും. അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ കുറഞ്ഞ് ഡീഫ്ലേറ്റഡ് ലങ്സ് ആവും. സോ ഇതേപോലൊരു ഡീഫ്ലേഷൻ റിഫ്ലെക്സ് ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, യു ജസ്റ്റ് ഹാവ് ടു മെൻഷൻ 2 റിഫ്ലെക്സസ് ഉണ്ട്. എന്നിട്ട് ഈ ഡയഗ്രാം വെച്ച് Herring-Brewer ഇൻഫ്ലേഷൻ റിഫ്ലെക്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. സോ ഇപ്പം 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ഫങ്ഷൻ ഓഫ് മെഡ്യുലറി കീമോ റിസെപ്റ്റേഴ്സ്. ഓക്കെ, സോ മെഡ്യുലറി കീമോ റിസെപ്റ്റേഴ്സ് അഥവാ സെൻട്രൽ കീമോ റിസെപ്റ്റർ എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഇസ് ഇൻ ദി വെൻട്രൽ പാർട്ട് ഓഫ് മെഡുല. ഓക്കെ, ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ വെൻട്രൽ പാർട്ട് ഓഫ് മെഡുല. ഇതിൻ്റെ എന്താ സ്റ്റിമുലസ് എന്ന് പറയുന്നത് PCO2 ആണ്. ഓക്കെ, PCO2ൻ്റെ ഇൻക്രീസ് ആണ് സ്റ്റിമുലസ് ഫോർ ദിസ് സെൻട്രൽ കീമോ റിസെപ്റ്റർ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ ആർട്ടീരിയൽ ബ്ലഡ് ക്രോസസ് ദി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആൻഡ് എൻറ്റേഴ്സ് ദ CSF ആൻഡ് ബ്രെയിൻ ഇൻറ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. സോ കാർബൺ ഡയോക്സൈഡ് ക്രോസ് ചെയ്ത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് ഇവർ H2CO3 ഉണ്ടാക്കും. ഓക്കെ, ദാറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു H+ ആൻഡ് ബൈകാർബണേറ്റ്. അപ്പോൾ ഈ H+ പോയിട്ട് സ്റ്റിമുലേറ്റ്സ് റെസ്പിറേഷൻ. വൺ സ്റ്റിമുലേറ്റഡ് പോണ്ടോമെഡുലറി റെസ്പിറേറ്ററി സെൻറ്റർ വഴി റേറ്റ് ആൻഡ് റിതം ഓഫ് റെസ്പിറേഷൻ ഇവർ കൺട്രോൾ ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഓക്കെ, നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തു, കാർബോണിക് ആസിഡ് ഫോം ചെയ്തു. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ബൈകാർബണേറ്റും H+ ആരെ എന്താ സ്റ്റിമുലേറ്റ് ചെയ്യും? സെൻട്രൽ കീമോ റിസെപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ മെഡ്യൂള. വി ഹവ് ഓൾറെഡി സെഡ് ദാറ്റ്. ഇനി ബൈകാർബണേറ്റ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തു. ഓക്കെ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് CSFൽ പോയി, അവിടെ പോയി H+ആയിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ആൻഡ് ഇവിടെ കാർബോണിക് ആസിഡ് ഇസ് ഓൾസോ ഫോംഡ് ഇൻ ദിസ് വേ ഓൾസോ. അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്തും കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇറ്റ് ഫോംസ് ബൈകാർബണേറ്റ് ആൻഡ് H+. ആൻഡ് ദിസ് ഓൾസോ സ്റ്റിമുലേറ്റ്സ് ദ സെൻട്രൽ കീമോ റിസെപ്റ്റർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. പിന്നെ വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചാൽ, PCO2 ഇൻക്രീസ് ചെയ്തു, സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സ് firing level reach ചെയ്തു. Okay, now there is increased firing of the medullary inspiratory neurons and increased firing for the neurons of diaphragm and inspiratory intercostal. അപ്പം contraction of diaphragm and inspiratory intercostal, അപ്പോൾ ventilation കൂടും. ഓക്കെ, PCO2 തിരിച്ച് നോർമലിലേക്ക് വരും. H+ റിട്ടേൺ ടു നോർമൽ, PCO2 റിട്ടേൺ ടു നോർമൽ. സോ ഈ ഒരു ഫ്ലോ ചാർട്ടും വരയ്ക്കാം. ഓക്കെ, ഇതാണ് സെൻട്രൽ കീമോ റിസെപ്റ്റേഴ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A 48-year-old man is suffering from diabetes mellitus and there is an increased frequency of micturition. Increased frequency of micturition വിളിക്കുന്ന പേരാണ് polyuria എന്നുള്ളത്. So what is the physiological basis of polyuria? What are the mechanisms operating in the nephron for concentration of urine? And add a note on free water clearance. So നമുക്ക് നോക്കാം what is polyuria. Okay, polyuria എന്ന് പറയുന്നത് it is why polyuria is taking place? Concentrating capacity of kidney is reduced in renal diseases. Okay, renal disease in case concentrating capacity of kidney reduce ചെയ്യും. അപ്പം അതുവഴി യൂറിൻ ബിക്കംസ് മോർ ഡൈല്യൂട്ട്, ഫ്ലോ റേറ്റ് കൂടും. ഓക്കെ, യൂറിൻ ഔട്ട്പുട്ട് ബിക്കംസ് മോർ ദാൻ 3 liters per day. ഓസ്മോളാരിറ്റി കുറഞ്ഞിട്ട് ലെസ് ദാൻ 250 milli osmolarity per liter ആവും. സോ ദാറ്റ് ഇസ് പോളിയൂറിയ. ബട്ട് ഇൻ ദിസ് കണ്ടീഷൻ ഈ പേഴ്സണിന് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ട്. പക്ഷേ അപ്പം നമ്മൾ എഴുതേണ്ടത് വൺ തിങ് ഇസ് കിഡ്നി ഡിസീസസിന് പോളിയൂറിയ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു റീസൺ എഴുതാം.
പക്ഷേ ഇവിടെ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ പോളിയൂറിയയുടെ ബേസിസും കൂടി എഴുതണം. ഇവിടെ ബ്ലഡ് ഗ്ലൂക്കോസ് ഇൻക്രീസസ്, കാരണം ഇൻസുലിൻ ലാക്ക് ചെയ്തു, റൈറ്റ്? So more of glucose is filtered through the urine and there is increased osmotic tension in the renal tubule. അപ്പം കൂടുതൽ water is getting lost and thereby there is frequent urination leading to polyuria. And ഈ type of and the osmotic diuresis ആണ് ഇവിടെ polyuriaയുടെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. Okay. So first question is clear. Now what are the mechanisms operating in the nephron for concentration of urine? അപ്പം ഇവിടെ നമ്മൾ എഴുതേണ്ടത് കൗണ്ടർ കറണ്ട് മെക്കാനിസം. ഓക്കെ, അതാണ് ഇവിടെ എഴുതേണ്ട ടോപ്പിക്. സോ ബേസിക്കലി കൗണ്ടർ കറണ്ട് മെക്കാനിസം പറയുമ്പോൾ there are two things. ഒരു കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ സിസ്റ്റം ഉണ്ട്, ഒരു കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ സിസ്റ്റം ഉണ്ട്. Okay, the counter current multiplier system is your loop of Henle and counter current exchanger system is the vasa recta. Okay, vasa recta. അപ്പം ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓസ്മോളാലിറ്റി ഡിഫറൻസസ് ആണ്. ഇതിപ്പോൾ നമ്മളുടെ PCT ആണ്. ഓക്കെ, PCTയിൽ ഏകദേശം ഒരു 300 മില്ലി ഓസ്മോളാരിറ്റിയാണ് വരിക. താഴേക്ക് വരും തോറും okay, this is the descending limb of loop of Henle. അപ്പം we know descending limb of loop of Henle എന്ന് പറയുന്നത് is permeable to water and impermeable to the solutes. അപ്പം കൂടുതൽ water is getting filtered off. അപ്പോൾ താഴേക്ക് വരുന്തോറും urine gets അല്ലെങ്കിൽ filtrate gets more hypertonic. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏകദേശം ഒരു 1200 to 1400 മില്ലി ഓസ്മോളാരിറ്റി വരും, റൈറ്റ്? ആൻഡ് ഇവിടുന്ന് മുകളിലേക്ക് പോവാണ്. So this is the ascending limb of loop of Henle. It is actually permeable to solute and impermeable to water. Okay, അപ്പോൾ what happens? ഇവിടെ water is ഇങ്ങോട്ട് പോകുമ്പോൾ it becomes more hypotonic. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 150 മില്ലി, അതായത് നമ്മളെ ഡിസ്റ്റൽ കൺവോള്യൂട്ടഡ് ട്യൂബ്യൂളിൽ എത്തുമ്പോൾ ഏകദേശം ഒരു 150 മില്ലി ഓസ്മോളാരിറ്റി ഒക്കെ വരും. സോ ദിസ് ഇസ് ദി ഓസ്മോളാരിറ്റി ചേഞ്ചസ് ഇൻ ദ ട്യൂബുലർ ഫ്ലൂയിഡ്. Okay, so the counter current multiplier system. So നമ്മൾ പറഞ്ഞു ഓൾറെഡി കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ സിസ്റ്റം എന്ന് പറയുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി ആണ്, റൈറ്റ്? സോ നേരത്തെ പറഞ്ഞ പോലെ PCT ഐസോട്ടോണിക്ക. അപ്പോൾ മോർ ഓഫ് ദി സൊല്യൂട്ട് ഇസ് ഗെറ്റിംഗ് റീഅബ്സോർബ്ഡ്. ഏകദേശം ഒരു 65 to 70% സൊല്യൂട്ട് ഇസ് ഗെറ്റിംഗ് റീഅബ്സോർബ്ഡ്. നൗ വി കം ടു ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, അല്ലേ? അപ്പോൾ ഇവിടെ 300 ആണ്, ഇവിടെ 600 ആണ്, 1200 ആണ്. ഇതിൻ്റെ ബേസിസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. സോ ഇവിടെ വാട്ടർ ഇസ് ഗെറ്റിംഗ് മൂവിങ് ഇൻ ടു ദ ഇൻറ്റർസ്റ്റീഷ്യം. അപ്പം താഴേക്ക് വരുന്നതോറും ഇറ്റ് ഇസ് ഗെറ്റിംഗ് മോർ ഹൈപ്പർടോണിക് ആൻഡ് ഇവിടെ വരുമ്പം ഹൈപ്പർടോണിക് ഫിൽട്രേറ്റിംഗ്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ വാട്ട് ഹാപ്പൻ? സോഡിയം ക്ലോറൈഡ് പോലുള്ള സൊല്യൂട്ട് ഇസ് മൂവിങ് ഇൻ ടു ദ ഇൻറ്റർസ്റ്റീഷ്യം. Okay, now it moves upwards. DCT വന്നു. DCTയിൽ അത്ര അപ്രീഷ്യബിളി അത്ര റീഅബ്സോർപ്ഷൻ ഒന്നും നടക്കുന്നില്ല. ആൻഡ് ബട്ട് ദി ലേറ്റ് പാർട്ട് ഓഫ് DCT അലോങ് വിത്ത് ദ കളക്ടിങ് ട്യൂബ്യൂൾ, അവിടെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫേക്കൽറ്റേറ്റീവ് റീഅബ്സോർപ്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ആരായിരിക്കും? ഇൻ പ്രസൻസ് ഓഫ് ADH. ഫേക്കൽറ്റേറ്റീവ് റീഅബ്സോർപ്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ADH ആണ് DCTയിലും കളക്ടിങ് ഡക്റ്റിലും നടക്കുന്നത്. ആൻഡ് വാട്ടർ ഇസ് ഗെറ്റിംഗ് റീഅബ്സോർബ്ഡ് ഇൻ പ്രസൻസ് ഓഫ് ADH. അത് വന്ന് V2 റിസെപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തായിരിക്കും അവിടെ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ചർ സിസ്റ്റം. അതേതാ? വാസാ റെക്റ്റ. റിമെമ്പർ ഇവിടെ നടക്കുന്ന പാസീവ് പ്രോസസ്സ്, അതായത് വാസാ റെക്റ്റ ഇസ് ഫ്രീലി പെർമിയബിൾ. ഓക്കെ, അപ്പം പാസീവ് പ്രോസസ്സാണ്. ഹൈപ്പർടോണിക് മെഡുല ഇസ് ബീങ് മെയിൻറ്റെയിൻഡ് ഇൻ ദിസ് വേ. ഇനി 300 ഇപ്പം ഇവിടെയും ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻഡ് ആണ് ഓഫ് ദി മെഡുലറി ഇൻറ്റർസ്റ്റീഷ്യം. അപ്പം ദിസ് ഇസ് ഫ്രീലി പെർമിയബിൾ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഡിസെൻഡിങ് ലിംബും ഇത് അസെൻഡിങ് ലിംബുമാണ്. സോ ഡിസെൻഡിങ് ലിംബിൽ നിന്ന് വാട്ടർ മൂവ്സ് ഇൻ ടു ദ ഇൻറ്റർസ്റ്റീഷ്യം. സോഡിയം ക്ലോറൈഡ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലേക്ക് ബ്ലഡിലേക്ക് ഇൻറ്റർസ്റ്റീഷ്യത്തിൽ നിന്ന് മൂവ് ചെയ്യും. ഓക്കെ, ആൻഡ് അസെൻഡിങ് ലിംബ് നോക്കുകയാണെങ്കിൽ
നേരെ തിരിച്ചും. വാട്ടർ മൂവ്സ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് സോഡിയം ക്ലോറൈഡ് ആൻഡ് യൂറിയ മൂവ്സ് ഔട്ട് ഇൻ ടു ദി ഇൻഡസ്റ്റീഷ്യം. സോ ഇതാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാസറക്ടമി നടക്കുന്നത്. സോ ദിസ് ഇസ് ദി ഡയഗ്രാം ദാറ്റ് യു ഹാവ് ടു ഡ്രോ ഇൻ ഫോർ ദി എക്സാം. Okay, you have to draw for the exam. അതായത് ഈ ഡയഗ്രാം സോ വാട്ട് ഈസ് ബേസിക്കലി കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുന്നത്, നമുക്ക് രണ്ട് ട്യൂബ്യൂൾസ് ഉണ്ട്, ലൈക്ക് ലൂപ്പ് ഓഫ് ഹെൻലിയും വാസറക്ടമിയും. ഓക്കെ, ഇതിലെ ഫ്ലോ എന്ന് പറയുന്നത് കൗണ്ടർ ആയിരിക്കും, ഈ ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കും. ആൻഡ് ദിസ് ഇസ് ദി മെക്കാനിസം ഫോർ കൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇതിന് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്രാം ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഈ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ബേസിസ് കൂടി നമുക്ക് എഴുതാം, അപ്ലൈഡ് ഫിസിയോളജിയും കൂടി നമുക്ക് എഴുതാം, ദാറ്റ് ഇസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതിൻ്റെ ഒരു നോട്ടും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഫ്രീ വാട്ടർ ക്ലിയറൻസ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഐ ഗെസ് ഇറ്റ്സ് ഫോർ 1 മാർക്ക്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 മാർക്കിന് വേണ്ടിയിട്ടാണ്, റൈറ്റ്? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ എഴുതുക, ഈ ഒരു ഫോമുല എഴുതുക, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഫ്രീ വാട്ടർ ക്ലിയറൻസ് ഡിറ്റർമിൻസ് ഹൗ മച്ച് വാട്ടർ ഇസ് ഗെറ്റിംഗ് റീഅബ്സോർബ്ഡ് ഓർ ലോസ്റ്റ് വൈൽ കൺസെൻട്രേറ്റിംഗ് ഓർ ഡൈല്യൂട്ടിംഗ് ദ യൂറിൻ. Okay, it is calculated as the difference between urine flow rate and osmolar clearance. Okay, urine flow rate ഉം osmolar clearance തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബേസിക്കലി ഫ്രീ വാട്ടർ ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ ഇതുവരെ പഠിച്ച എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. സോ നമുക്കൊരു ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, സോ വെൽക്കം ബാക്ക്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്സിജൻ ഡെലിവറി. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്സിജൻ ഡെലിവറി ടു ടിഷ്യൂസ് വിൽ ബി ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ് ഇൻ എ പേഷ്യൻറ്റ് വിത്ത് കാർബൺ മൊണോക്സൈഡ് പോയ്സണിങ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് കാർബൺ മൊണോക്സൈഡ് പോയ്സണിങ് വാട്ട് ക്യാൻ ഇറ്റ് ഡു ടുവേർഡ്സ് റെസ്പിറേഷൻ, ആ ഒരു കാര്യം നമുക്കറിയണം. So what is the physiological basis for reduced oxygen delivery to the tissue? Oxygen tissue എത്തുന്നതിന് what is the hindrance happening? അതാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ describe the functional significance of the ODC curve and mention the factors which will shift oxygen dissociation curve to the right and left. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് what is the physiological basis? ഓക്കെ, ബേസിക്കലി നമ്മളെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഓക്സിജനായിട്ടും കമ്പൈൻ ചെയ്യാം, കാർബൺ ഡയോക്സൈഡ് ആയിട്ടും കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ മൊണോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യാം.
സോ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് കാർബൺ ഡയോക്സൈഡ് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഓക്കെ, കാർബമിനോ ഹീമോഗ്ലോബിൻ. ആൻഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ഇറ്റ് ഇസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ആൻഡ് ദിസ് കാർബോക്സി ഹീമോഗ്ലോബിനുമായിട്ട് ഉണ്ടാവുന്ന ഈ കോമ്പൗണ്ട് ഇസ് 210 times more stable than the ഓക്സി ഹീമോഗ്ലോബിൻ കോമ്പൗണ്ട്. അപ്പം എന്ത് പറ്റും, ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നതിൽ നിന്നും ദിസ് ഇസ് എന്താ ഹിൻഡറിങ് ഇറ്റ് അല്ലേ. Carbon monoxide interfere with oxygen transport by competing for the same binding site of hemoglobin, and it decreases the oxygen carrying capacity and shift the oxygen dissociation curve to the left. അപ്പോൾ എന്ത് പറ്റും, oxygen release to the tissue is not happening. Okay, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ട ആൻസർ. Okay, we've done that question. Next is functional significance of the ODC curve, oxygen hemoglobin dissociation curve. So ഈ ഒരു curve നമ്മൾ വരയ്ക്കണം. ബേസിക്കലി ഒ ഡി സി കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വി ടേക്ക് ഇറ്റ് എസ് PO2 in mm of Hg, ആൻഡ് വൈ ആക്സിസിൽ ഇറ്റ് ഇസ് ദി ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ആണ് എടുക്കുന്നത്. ആൻഡ് ഈ വാല്യൂസ് വെച്ച് പ്ലോട്ട് ചെയ്യും. മാക്സിമം 100 PO2 വരുമ്പോൾ ഏകദേശം ഒരു 97.5% സാച്ചുറേഷൻ ആണ് വരിക. ഓക്കെ, സോ ദിസ് ഇസ് ദി ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്. അപ്പം ഈ ഒരു കർവ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ദർ ഇസ് എ ഫ്ലാറ്റ് ബോട്ടം, എ സ്റ്റീപ്പ് ഫേസ് ആൻഡ് എ പ്ലാറ്റോ ഫേസ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫങ്ഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഈ 3 ഫേസസിൽ വാട്ട് ഇസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് എന്നാണ്. സോ നമ്മൾ പറഞ്ഞു ഫ്ലാറ്റ് ബോട്ടം, റൈറ്റ്, ദറ്റ് ഇസ് ദിസ് പാർട്ട്. ഫ്ലാറ്റ് ബോട്ടം എന്ന് വെച്ചാൽ ലോ PO2ൻ്റെ ഏരിയാസ്. ഓക്കെ, ലോ PO2ൻ്റെ ഏരിയാസ്, ദറ്റ് ഇസ് ലോ PO2ൻ്റെ ഈ ഏരിയാസിൽ dissociation of oxy hemoglobin is difficult. Okay, ഇവിടെ oxy hemoglobin dissociation is very difficult in the low level of PO2 അല്ലെങ്കിൽ ഫ്ലാറ്റ് ബോട്ടത്തിൽ. അപ്പം ഇതൊരു ക്രോണിക് ലങ് ഡിസീസിനുള്ള ആൾക്കാർക്കുള്ള സേഫ്റ്റി മെഷർ ആയിരിക്കും. നൗ സ്റ്റീപ്പ് ഫേസിലേക്ക് നോക്കുമ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇസ് വെരി ഹൈ. ഓക്കെ, സ്റ്റീപ്പ് ഫേസിൽ ഓക്സിജൻ സാച്ചുറേഷൻ വെരി ഹൈ ആണ്. സ്റ്റീപ്പ് ഫേസിൽ വരുന്ന വാല്യൂ ഇപ്പം ഏകദേശം ഒരു 30 അല്ലേ. ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ സാച്ചുറേഷൻ നല്ലതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു 50 to 90 ഒക്കെ എത്തുന്നുണ്ട്, റൈറ്റ്. അപ്പം സ്റ്റീപ്പ് ഫേസിൽ ഓക്സിജൻ സാച്ചുറേഷൻ ഇസ് വെരി ഹൈ ആൻഡ് ദർ ഇസ് സ്മോൾ ഡിക്രീസ് ഇൻ PO2 ഇൻ ദ ടിഷ്യൂ റിസൾട്ട്സ് ഇൻ ദി അൺലോഡിങ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. ഒരു ചെറിയ ചേഞ്ചിൽ പോലും കൂടുതൽ ഓക്സിജൻ ടിഷ്യൂയിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. So large quantities of oxygen to be released from hemoglobin to the tissue capillaries. Now coming to the plateau phase, അതായത് ഈ ഒരു പാർട്ട് ഇവിടെ ഏകദേശം വലിയ ചേഞ്ച് ഒന്നുമില്ല. 92% above ഒക്കെ ആയിരിക്കും ഇത് വരുന്നത്. സോ increase in PO2 above 60 mmHg produces only a small increase in the oxygen binding, and it is safety measure for the significant decrease in lung function can allow a normal saturation of Hb. സോ ഈ ഒരു ടേബിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ഡയഗ്രാം വരയ്ക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഫങ്ഷണൽ സിഗ്നിഫിക്കൻസ്. ഇനി വാട്ട് ഓൾ ഷിഫ്റ്റ് ടു ദ റൈറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ്. അപ്പം ഇത് ഓർത്ത് വെക്കാനുള്ളൊരു മാർഗം, സി PHും PO2, okay, we take it as one factor. PCO2, H plus temperature and 2-3 DPG. So ഇത്രയും ഒരു ഫാക്ടർ ആയിട്ട് എടുക്കാം. ഇത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റ് വരും. ഓക്കെ, ആൻഡ് ഇത് അപ്പം ഇത് കറസ്പോണ്ടിങ്ലി ഡിക്രീസ് ചെയ്യും. ആൻഡ് ഇത് ഡിക്രീസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ടു ദ റൈറ്റ് വരും. ഇത് കറസ്പോണ്ടിങ്ലി ഇൻക്രീസ് ചെയ്യും. സോ ഒന്നുകൂടെ പറഞ്ഞാൽ ഷിഫ്റ്റ് ടു ദ ലെഫ്റ്റിൽ ഓൾവേസ് ഓക്സിജൻ കൂടണം. സോ PO2ഉം PHും കൂടും. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഡിക്രീസ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഷിഫ്റ്റ് ടു ദ റൈറ്റ് അല്ലേ, ഷിഫ്റ്റ് ടു ദ റൈറ്റിൽ PO2ഉം PHും കുറഞ്ഞു. ഓക്കെ, ആൻഡ് PCO2 ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഇൻക്രീസും ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ടു റിമെമ്പർ ദിസ്. സോ ഈ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 40-year-old man was admitted to hospital with complaints of difficulty in breathing and shortness of breath following a head injury. So answer the following question. Okay, with the help of diagram describe 2 types of periodic breathing. So ഈ diagram നമ്മൾ വരയ്ക്കാനുണ്ട്.
സോ ഈ രണ്ട് ഡയഗ്രംസ്, അതായത് നോർമൽ ബ്രീത്തിങ് കാണിക്കുക, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ടു പീരിയോഡിക് ബ്രീത്തിങ്, അത് നമ്മൾ പറയണം. And explain the physiological basis for the changes in the periodic breathing and describe the role of peripheral chemoreceptor in regulation of normal respiration. So ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് പീരിയോഡിക് ബ്രീത്തിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഇസ് കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് ആൻഡ് അതർ ഇസ് ബയോട്ട്സ് ബ്രീത്തിങ്. ഓക്കെ, സോ കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റ് വാക്സിംഗ് വെയിനിങ് ഓഫ് ദ ടൈഡൽ വോള്യൂം. ഓക്കെ, ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു, ഒരു പോയിന്റ് ഓഫ് അപ്നിയ വന്നു, വീണ്ടും ഇതേപോലെ. So this is Kane-Stokes breathing. In Biot's breathing is irregular. Okay, it is irregular. Normal ഒരു 3 to 4 irregular ആയിട്ടുള്ള റെസ്പിറേഷൻസ് കാണും, പിന്നെ ഒരു പോയിന്റ് ഓഫ് അപ്നിയ കാണും, പിന്നെ ഇതേപോലെ ഇറെഗുലർ എപ്പിസോഡ്സ്, പിന്നെ വീണ്ടും അപ്നിയ. സോ ഈ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നതാണ് ബയോട്ട്സ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് ഫിസിയോളജിക്കലിയും പെത്തോളജിക്കലിയും കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് കാണാം. കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് ഫിസിയോളജിക്കലി ഇൻഫൻസിലും ഡീപ്പ് സ്ലീപ്പിലും ഒക്കെ കാണാൻ പറ്റും. പെത്തോളജിക്കലി ചില കണ്ടീഷൻസിൽ കെയ്ൻ-സ്റ്റോക്സ് ബ്രീത്തിങ് കാണാറുണ്ട്. ബയോട്ട്സ് ബ്രീത്തിങ് മെനിഞ്ചൈറ്റിസിലൊക്കെയാണ് കാണുക. സോ ഇത്രയും കാര്യങ്ങളാണ് പീരിയോഡിക് ബ്രീത്തിങ് എന്താ, ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ. ഇത് ജസ്റ്റ് ഒരു 3 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഈ ഡയഗ്രാം വരയ്ക്കുക, ജസ്റ്റ് 1 സെൻറ്റൻസിൽ ഇത് എന്താണെന്നുള്ളത് എഴുതുക. സോ ഇത്രയും കാര്യം, പിന്നെ ഏത് കണ്ടീഷനിൽ കാണാം, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. So, explain the physiological basis for the changes in periodic breathing. അല്ലേ, അപ്പം apnea, why does apnea happen? Why there is a period of apnea? Why there is hyperventilation? ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. സോ സി, നമുക്കൊരു പീരിയഡ് ഓഫ് ഹൈപ്പർ വെന്റിലേഷൻ വന്നു. ഓക്കെ, ഏതോ ഒരു പോയിന്റിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് കൂടി. ഓക്കെ, അപ്പം പീരിയഡ് ഓഫ് ഹൈപ്പർ വെന്റിലേഷൻ വന്നു. ഈ ഹൈപ്പർ വെന്റിലേഷൻ വരുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡൊക്കെ വാഷ് ഔട്ട് ആയി പോകും. അങ്ങനെ എന്ത് പറ്റും, PCO2 കുറയും. ഓക്കെ, PCO2 കുറയും. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു പീരിയഡ് ഓഫ് അപ്നിയ വരിക. സോ ദർ ഇസ് എ പീരിയഡ് ഓഫ് അപ്നിയ. അപ്പം ഇവിടെ എന്ത് പറ്റും, കാർബൺ ഡയോക്സൈഡ് നമ്മൾ ബോഡിയിൽ ബിൽഡപ്പ് ചെയ്ത് ഈ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്നിയയുടെ എൻഡിൽ PCO2 ഇൻക്രീസ് ചെയ്യും. ഓക്കെ, PCO2 ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വീണ്ടും ഹൈപ്പർ വെന്റിലേഷൻ നടക്കും. വീണ്ടും എന്ത് നടക്കും, ഹൈപ്പർ വെന്റിലേഷൻ നടക്കും. സോ ഏതോ ഒരു പോയിന്റിൽ കാർബൺ ഡയോക്സൈഡ് കൂടി ആൻഡ് അതുവഴി ഹൈപ്പർ വെന്റിലേഷൻ നടന്നു. അപ്പോൾ PCO2 കുറഞ്ഞു, കാരണം നമ്മൾ കൂടുതൽ ഓക്സിജൻ സപ്ലൈ കൊടുക്കുകയല്ലേ. അപ്പം വോളണ്ടറി ഹൈപ്പർ വെന്റിലേഷൻ, അല്ലെങ്കിൽ വോളണ്ടറി എന്ന് പറയേണ്ട ഹൈപ്പർ വെന്റിലേഷൻ വഴി PCO2 കുറഞ്ഞു ആൻഡ് അപ്നിയ വന്നു. അപ്നിയ വന്നപ്പോൾ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ബിൽഡപ്പായി. ഓക്കെ, വീണ്ടും PCO2 കൂടി. സോ ഈ സൈക്കിൾസ് വീണ്ടും അപ്നിയ വരും. സോ ഈ സൈക്കിൾസ് ആണ് ആക്ച്വലി PCO2 കൂടിയത് അപ്നിയയുടെ എൻഡിലും, ആൻഡ് അതിനെ കുറയ്ക്കാൻ വേണ്ടി വോളണ്ടറി ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്തു. അപ്പോൾ വീണ്ടും PCO2 കുറഞ്ഞു. സോ ഈ സൈക്കിൾസ് കണ്ടിന്യൂ ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ പീരിയോഡിക് റെസ്പിറേഷൻ. സോ നമ്മൾ അറിയേണ്ടത് അപ്നിയ ഇസ് ഫോർ ദ റിമൂവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിങ് ഹൈപ്പർ വെന്റിലേഷൻ ദാറ്റ് റിമൂവ്സ് കാർബൺ ഡയോക്സൈഡ് ഡ്രൈവ് ഓൺ വെന്റിലേഷൻ. ആൻഡ് പീരിയഡ് ഓഫ് അപ്നിയ PCO2 accumulate ചെയ്യും, PO2 falls in the blood and stimulates ventilation via the chemoreceptor stimulation. Initiates respiration and PO2 returns to normal. Elimination of hypoxic drive stops breathing. Okay, which again leads, അതായത് ഹൈപ്പോക്സിയയുടെ അത് എലിമിനേറ്റ് ആകുമ്പം വീണ്ടും അപ്നിയ വരും, which again leads to accumulation of PCO2 and produces hyperventilation. So ഇങ്ങനത്തെ apnea, hyperapnea episodes continue till the carbon dioxide gradually returns to the normal. ഇതാണ് ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ പീരിയോഡിക് ബ്രീത്തിങ്. അടുത്ത ഇവർ ചോദിച്ചിരിക്കുന്നത് പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ്, പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സിൻ്റെ റെഗുലേഷൻ്റെ കേസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്താ പെരിഫറൽ കീമോറിസെപ്റ്റർ. ആക്ച്വലി നമുക്ക് 2 പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ് ഉണ്ട്. വൺ ഇസ് ദി കരോട്ടിഡ് ബോഡി, okay, one is the carotid body and the other is the aortic arch. Carotid body കാണുന്നത് കോമൺ കാരോട്ടിഡ് ആർട്ടറിയുടെ ബൈഫർക്കേഷനിലാണ്. സോ ഇതാണ് കാരോട്ടിഡ് ബോഡിയുടെ ഡയഗ്രാം. ഐ ഹോപ്പ് യു ക്യാൻ സീ carotid body at the bifurcation of the common carotid artery. Okay, പിന്നെ വരുന്നത് aortic arch. Aortic arch aortics എന്താ അയോർട്ടയുടെ ബിലോ ആണ് അയോർട്ടിക് ആർച്ച് കാണുന്നത്. സോ ദെയർബൈ ഇത് രണ്ടുമാണ് നമ്മൾ പെരിഫറൽ കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ വി കം ടു ദ ഹിസ്റ്റോളജി ഓഫ് കാരോട്ടിഡ് ബോഡി.
carotid body le രണ്ട് type of cells ഉണ്ട്. One is the type 1 glomus cell, type 1 or glomus cell, and type 2 or the supporting or sustentacular cell. Okay, type 1 or glomus cell എന്ന് പറയുന്നതിനകത്ത് dopamine reservoirs ഉണ്ടാവും. Okay, and it is surrounded by ഇതിനകത്ത് dopamine reservoirs ഉണ്ട്. It is surrounded by fenestrated capillaries. ഈ കാണുന്ന fenestrated capillaries ആണ്. And it is directly innervated by the 9th cranial nerve. 9th cranial nerve-നെ ഇവർ directly innervate ചെയ്തിരിക്കാം. So glomus cell dopamine reserves ഉണ്ട്. Okay, പിന്നെ type 2 is basically for the protection of glomus cell അല്ലെങ്കിൽ type 1 സെല്ലിൻ്റെ പ്രൊട്ടക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് കാരോട്ടിഡ് ബോഡീനെ കുറിച്ച് അറിയേണ്ടത്. ഓക്കെ, സോ ദർ ഇസ് എ ഡിക്രീസ് ഇൻ PO2, ആർട്ടീരിയൽ PO2 കുറഞ്ഞു. ഓക്കെ, ആൻഡ് ദർ ഇസ് ഇൻഹിബിഷൻ ഓഫ് ഓക്സിജൻ സെൻസിറ്റീവ് K+ ചാനൽസ് ഇൻ ദ ഗ്ലോമസ് സെൽ. അപ്പം ഡിക്രീസ് ഇൻ K+ ഇഫ്ലക്സ് വരും, അതായത് പൊട്ടാസ്യം ഇഫ്ലക്സ് കുറയും ആൻഡ് ഡീപോളറൈസേഷൻ ഓഫ് ദ ഗ്ലോമസ് സെൽ വന്നു. അപ്പോൾ വോൾട്ടേജ് ഗെയിനഡ് കാൽഷ്യം ചാനൽ ഇൻ ദ ഗ്ലോമസ് സെൽ ഓപ്പൺ ചെയ്തു. ദർ ഇസ് ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം ഇൻ ടു ഗ്ലോമസ് സെൽ. കാൽഷ്യം മീഡിയേറ്റഡ് റിലീസ് ഓഫ് ഡോപ്പമിൻ ഫ്രം ദ ഗ്ലോമസ് സെൽ. അങ്ങനെ എന്ത് പറ്റും? 9th cranial nerve is getting stimulated. അപ്പോൾ ഇൻസ്പിറേറ്ററി സെൻസർ ആൻഡ് മെഡ്യൂള സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെ എന്ത് പറ്റും? വെന്റിലേഷനിൽ ഇൻക്രീസ് വരും. സോ ദിസ് ഇസ് ഹൗ പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സ് ആക്ടിങ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ആർട്ടീരിയൽ PO2. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ പെരിഫറൽ കീമോറിസെപ്റ്റേഴ്സിൻ്റെ മെക്കാനിസത്തിൽ അറിയേണ്ടത്. സോ ക്ലിയർ അല്ലേ? So let's move on to the next question. Okay, let's move on to the next question. So a 30-year-old lady presented with history of cough and breathlessness, and that got worse during the winter season il idu worse ai, and winter months every year. Okay, appo periodically ee oru history undu, and she also complained of occasional whistling sounds. Okay, occasional അങ്ങനെ കേൾക്കാൻ പറ്റുന്ന whistling soundsനെയാണ് നമ്മൾ wheeze എന്ന് പറയാം. So arising from the chest during breathing, and answer the following. What is most likely clinical diagnosis? What major findings would her pulmonary function test show? What kind of medication would she likely benefit from? Depict the different lung volumes and capacities with the help of a neatly labeled diagram, and what is the significance of residual volume? So ഇത്രയും questions ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സോ ബേസിക്കലി എന്താ ഈ ക്ലിനിക്കൽ കണ്ടീഷൻ? നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് എവറി ഇയർ വിൻ്റർ മന്ത്സിൽ ഇതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന കഫ് ആൻഡ് ബ്രെത്ത്ലെസ്നെസ് ഉണ്ട് ഈ പേഷ്യൻറ്റിന്, ആൻഡ് വീസിങ് ഉണ്ട്. സോ ബേസിക്കലി ദിസ് മൈറ്റ് ബി ബ്രോങ്കിയൽ ആസ്മ ആയിരിക്കാം. സോ പ്രോബബിൾ ഡയഗ്നോസിസ് ഇസ് ബ്രോങ്കിയൽ ആസ്മ, അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് എ കണ്ടീഷൻ ഇസ് ബ്രോങ്കിയൽ ആസ്മ എന്ന് എഴുതാം. Now, what major findings would her pulmonary function test show? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം ഇത്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ FVC റെഡ്യൂസ്ഡ് ആയിരിക്കും. FEV1 less than 80%. Okay, so FEV1 less than 80%. Okay, so ഇതാണ് അറിയേണ്ട കാര്യം. സോ ഇതല്ലാണ്ട് കുറച്ച് പോയിൻറ്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ടോട്ടൽ ലങ് കപ്പാസിറ്റി മോസ്റ്റ്ലി നോർമലാണ്. അതേപോലെ കാരണം ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസോർഡർ ആണ് നമ്മൾ ബ്രോങ്കിയൽ ആസ്മ എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇറ്റ്സ് എൻ ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസോർഡർ. സോ എന്ത് പറ്റും? എക്സ്പിറേഷനിലാണ് പ്രോബ്ലം വരിക. അപ്പം വൈറ്റൽ കപ്പാസിറ്റി നോർമൽ ആൻഡ് FVC FEV1 റെഡ്യൂസ്ഡ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യം. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇവിടെ നോർമലായിരിക്കാം, മേ ബി ഇൻക്രീസ് ചെയ്യാം, ബട്ട് നമ്മൾ നോർമലായിട്ട് തന്നെ പറയാം. റെസിഡുവൽ വോളിയം ഇസ് എലിവേറ്റഡ്. കാരണം എന്താ? ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, റൈറ്റ്? ആൻഡ് എയർ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. ദെയർ ബൈ ട്രാപ്പിംഗ് ഓഫ് എയർ ഉണ്ടാവും. ട്രാപ്പിംഗ് ഓഫ് എയർ ഡ്യൂറിങ് എക്സ്പിറേഷൻ, അതുവഴി റെസിഡുവൽ വോളിയം ഇസ് ഗെറ്റിംഗ് എലിവേറ്റഡ്. അപ്പം RV/TLC എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. RV കൂടി, സോ RV/TLC increasing. Now, vital capacity is frequently decreased, but
vital capacity normal നൽകാറില്ല നമ്മൾ നേരത്തെ പറഞ്ഞു. So FeV1 is less than 80% of total lung capacity. അല്ല, forced vital capacityയുടെ 80%ലും കുറവായിരിക്കും എന്ത് വരുന്നത്, FeV1 വരുന്നത്. And FeV1 by FVC decreases, forced expiratory flow റേറ്റും ഡിക്രീസ് ചെയ്യും. സോ ഇത്രയാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. Okay, then what kind of medication would she likely benefit from? What kind of medication ചോദിച്ചാൽ ബേസിക്കലി നമുക്ക് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് യൂസ് ചെയ്യാം. ആ സ്പാസം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, സ്പാസം ഓഫ് ദ ബ്രോങ്കിയൽ എയർവേ, അങ്ങനെ എയർവേ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബ്രോങ്കിയൽ സ്പാസം റിലീവ് ചെയ്യാൻ വേണ്ടി ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ലൈക്ക് സാൽബ്യൂട്ടമോൾ, ടെർബിറ്റാലിനൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ ഹൈഡ്രോകോർട്ടിസോൺ പോലുള്ള സ്റ്റെറോയിഡ്സ്, ബ്യൂഡിസോണൈഡൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് മെഡിക്കേഷൻസ്. ഈ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ നോക്കിയിട്ട് വേണം ആൻസേഴ്സ് എഴുതാൻ. 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് റൈറ്റ് ഒരു 1-2 സെൻറ്റൻസ്, അതിൽ കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. Now, depict the different lung volumes and capacity with the help of a neatly labeled diagram. So ഇതൊരു സ്പൈറോഗ്രാം ആണ്. സോ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ മാർക്കിങ്സ് ചെയ്യുക. ഫസ്റ്റ് 0, 1200, 2500, 3000, 6000. ഓക്കെ, നമ്മളിനി ലങ് വോള്യൂംസ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ടൈഡൽ വോള്യൂം ഇസ് അറൗണ്ട് ഒരു 500. അപ്പോൾ ഒരു 2500 തുടങ്ങി 3000 വരെ 500 ml ആണ് ടൈഡൽ വോള്യൂം വരിക ഏകദേശം. ദെൻ വാട്ട് ഈസ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം ചോദിച്ചാൽ ഇറ്റ് ഈസ് ഫ്രം 2500 ടു ഒരു 3000 വരെ ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം വരും. റൈറ്റ്, അപ്പം ഇത് കാണിക്കുന്ന ഈ ബ്ലൂ ബോക്സ് കാണിക്കുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം ആണ്. ഓക്കെ, നൗ വാട്ട് ഈസ്, അപ്പം നമ്മൾ വീണ്ടും ടൈഡൽ വോള്യൂമായി. ഇനി തിരിച്ച് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം ഇസ് അറൗണ്ട് ഒരു എത്ര വരും, ഒരു 1100, 1200 റേഞ്ച് ഒക്കെ വരും. സോ ഇതാണ് എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം. വീണ്ടും നമ്മൾ ടൈഡൽ വോള്യൂം പറഞ്ഞു. ഇനി നമുക്ക് എത്താൻ പറ്റാത്ത ഈ ഒരു പോർഷൻ സ്പൈറോഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് റെസിഡുവൽ വോള്യൂം എന്ന് പറയുന്നത്. അത് ഏകദേശം ഒരു 1200 ഒക്കെ വരും. സോ ബേസിക്കലി ഇതാണ് ലങ് വോള്യൂംസ് എന്ന് പറയുന്നത്. ഈ ലങ് വോള്യൂംസ്, ഡിഫറെൻറ്റ് ലങ് വോള്യൂംസ് ആഡ് ചെയ്തൊക്കെയാണ് നമ്മൾ ലങ് കപ്പാസിറ്റീസ് പറയുന്നത്. TV plus IRV എന്ത് നമുക്ക് കിട്ടുന്നത്, ദാറ്റ് ഈസ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഓക്കെ, സോ I'll ask TV plus എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം നമുക്ക് എന്ത് കിട്ടും? We'll get TV plus എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം നമുക്ക് എന്ത് കിട്ടും? We'll get എക്സ്പിറേറ്ററി capacity. Okay, now expiratory reserve volume, residual volume കൂടി ആഡ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എൻറ്റയർലി എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം, ടൈഡൽ വോള്യൂം, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം, ഇത് മൂന്നും കൂടി നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി കിട്ടും. ആൻഡ് ഓൾ ദ ലങ് വോള്യൂംസ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി കിട്ടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത്രയും ഈ ഒരു ഡയഗ്രാം നമ്മൾ എന്തായാലും പഠിക്കാം. സോ സ്പൈറോഗ്രാം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിഡുവൽ വോള്യൂം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റെസിഡുവൽ വോള്യൂം? സോ റെസിഡുവൽ വോള്യൂം എന്ന് പറയുന്നത്, വാട്ട് ഈസ് റെസിഡുവൽ വോള്യൂം? ഇറ്റ് ഈസ് ദി വോള്യൂം ഓഫ് എയർ ദാറ്റ് ഈസ് ലെഫ്റ്റ് ഇൻ ദ ലങ്സ് അറ്റ് ദി എൻഡ് ഓഫ് മാക്സിമൽ എക്സ്പിറേറ്ററി എഫേർട്ട്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.2 ലിറ്റേഴ്സ് വരും. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? That is, it cannot be represented in a spirogram. നമുക്ക് സ്പൈറോഗ്രാമിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ദിസ് ഇസ് ഫോർ 2 മാർക്സ്. സോ ഡെഫിനിഷൻ, നോർമൽ വാല്യൂ ആൻഡ് ഇറ്റ് കനോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ സ്പൈറോഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. Okay, so coming to the next question. A 45-year-old man is having a high blood pressure. Answer the following question. What are the probable causes of high blood pressure?
mention and explain the determinants of blood pressure and describe the neural regulation of blood pressure. So what are the probable causes? So ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ the only relevant factor ഇവർ തന്നിരിക്കുന്നത് ഏജ് ആണ്. സോ one probable factor is age. ഏജിൽ എന്ത് പറ്റും? there is an increased arterial wall thickness and degenerative changes in the arteries and arterioles. increased arterial wall thicknessും degenerative changesഉം കാരണം ഏജിൽ BP കൂടും. so it increases with age. അപ്പോൾ ഇത്രയും അറിയാം. അടുത്തത് the other factors. സെക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫീമെയിൽസിൽ എന്താ ഈസ്ട്രജൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് BP കൂടുതലായിരിക്കും. സോ ഈവനിങ്സിൽ BP കൂടുതലായിരിക്കും. ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് BP കൂടുതലായിരിക്കും. ഡൈജഷൻ്റെ സമയത്തും BP കൂടുതലായിരിക്കും. ആൻസൈറ്റി, എക്സസൈസ്, പോസ്ചർ, ഇൻസ്പിറേഷൻ്റെ ടൈമിൽ, എക്സ്പോഷർ ടു കോൾഡ്, ഇതെല്ലാം BP കൂടുന്ന കേസസ് ആണ്. ബട്ട് ദർ ഇസ് ആൻ എക്സെപ്ഷൻ. സിവിയർ എക്സസൈസ് കഴിയുമ്പോൾ ഡയസ്റ്റോളിക് BP റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പെത്തോളജിക്കലി എന്ത് പറയാം? ഹൈപ്പർ ടെൻഷനിൽ BP കൂടും, റൈറ്റ്? ഹൈപ്പർ ടെൻഷനിലും BP കൂടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ മെൻഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഡിറ്റർമിനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ. അതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ദർ ആർ 5 ഡിറ്റർമിനൻസ് ഫോർ ബ്ലഡ് പ്രഷർ. ഫസ്റ്റ് തിങ് ഇസ് ഈ 2 ഫാക്ടേഴ്സ്, ഓക്കെ, അതായത് നമ്മൾ കാർഡിയക് ഔട്ട്പുട്ടും ബ്ലഡ് വോളിയം, ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത് എഫക്റ്റ് ചെയ്യുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെയും. ഈ 3 കാര്യങ്ങൾ വിച്ച് ഇസ് പെരിഫറൽ റെസിസ്റ്റൻസ്, വിസ്കോസിറ്റി ഓഫ് ബ്ലഡ്, ഓക്കെ, വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് വെസൽ വോൾ കാണിക്കുന്നത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെയാണ്, അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനെയാണ്. സോ ഈ 3 അല്ലെങ്കിൽ ഈ 5 പോയിൻറ്റ്സ് ആണ് ഡിറ്റർമിനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് കാർഡിയാക് ഔട്ട്പുട്ട്, ബ്ലഡ് വോളിയം, പെരിഫറൽ റെസിസ്റ്റൻസ്, വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് വെസൽ വോൾ. കാർഡിയക് ഔട്ട്പുട്ടിനെ കുറിച്ച് പറയുമ്പോൾ പമ്പിങ് ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് ഉണ്ട്, റൈറ്റ്? പമ്പിങ്, അപ്പോൾ ബ്ലഡ് നമ്മൾ വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ ടൈമിൽ എന്തായിരിക്കും? ഒരു മിനിറ്റ്. സോ ഇതിപ്പോൾ നമ്മളൊരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹാർട്ടായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഹാർട്ടാണ്, ജസ്റ്റ് നമ്മൾ സ്കീമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് നമ്മൾ ലെഫ്റ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ദിസ് ഇസ് ആർ ലങ്സ് ആൻഡ് ദിസ് ഇസ് ദി ബോഡി പാർട്സ്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മൾ ലങ്സ് ബോഡി പാർട്സിന് സപ്ലൈ ചെയ്യുന്ന എയോർട്ട അല്ലേ, എയോർട്ട. അപ്പം വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ ടൈമിൽ ഇതിന് ഫില്ലിംഗ് നടക്കും, റൈറ്റ്? എയോർട്ടയുടെ ഫില്ലിംഗ് നടക്കും. സോ ബേസിക്കലി ഇപ്പം ബ്ലഡ് പമ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഹൈ പ്രഷർ സിസ്റ്റത്തിലേക്കാണ്, റൈറ്റ്? അപ്പോൾ ഓൾറെഡി അപ്പം ആ ആർട്ടറീസ് എന്ത് പറ്റും? ഡിസ്റ്റെൻഡ് ചെയ്തിരിക്കും. ആൻഡ് ഓൾറെഡി പ്രഷർ കൂടുതലായിട്ടുള്ള സിസ്റ്റത്തിലേക്കാണ് ബ്ലഡ് വരുന്നത്, അപ്പോൾ വീണ്ടും പ്രഷർ കൂടും. അപ്പോൾ എന്ത് പറ്റും? പമ്പിങ് ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് കാരണം ഈ സിസ്റ്റോളിൻ്റെ ടൈമിൽ ബ്ലഡ് പ്രഷർ കൂടും. ആൻഡ് ദാറ്റ് ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ കാർഡിയാക് ഔട്ട്പുട്ട്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടി. സോ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്തത്, ഓക്കെ, അടുത്തത് ബ്ലഡ് വോളിയത്തിൻ്റെ കേസാണ്. സോ ബ്ലഡ് വോളിയം കൂടുമ്പോഴും സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും. ഓക്കെ, ബ്ലഡ് വോളിയം കൂടുമ്പോഴും സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും. നെക്സ്റ്റ് ഇസ് പെരിഫറൽ റെസിസ്റ്റൻസ്. വാട്ട് ഹാപ്പൻസ്? പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും. വിസ്കോസിറ്റി കൂടുമ്പോഴും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും. റീസൺ എന്താ? ലൈക്ക് ഇൻ ലുക്കീമിയ, പോളിസൈത്തീമിയ, ഇവിടെയൊക്കെ വിസ്കോസിറ്റി ഓഫ് ദി ബ്ലഡ് കൂടുതൽ. അപ്പം കൂടുതൽ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ആ ബ്ലഡിനെ പമ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ വെസൽ വോൾ ആൻഡ് പെരിഫറൽ റെസിസ്റ്റൻസ് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഔട്ട്ഫ്ലോ ഓഫ് ദി ബ്ലഡിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇലാസ്റ്റിസിറ്റി ഓഫ് ദ വെസൽ വോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബേസിക്കലി അത് സിസ്റ്റോളിക് BPനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ നോർമലി ഡയസ്റ്റോളിൻ്റെ ടൈമിൽ ഇപ്പം ഭയങ്കര റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്, റൈറ്റ്? ഡയസ്റ്റോളിൻ്റെ ടൈമിൽ അപ്പോൾ ബ്ലഡ് ഫില്ലിംഗ് നടക്കുന്നു. അപ്പം ദർ ഇസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് വെസൽ വോൾ ആണ് എന്താ നമ്മളുടെ ഈ ഒരു ഡയസ്റ്റോളിക് BP അറൗണ്ട് ഒരു 70 to 80 mm ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം 0 ആയി പോകും. സോ ദർ ബൈ ഡയസ്റ്റോളിക് BP ഈസ് മെയിൻറ്റെയിൻ. അപ്പോൾ ഇത്രയാണ് ഡിറ്റർമിനൻസ് ഓഫ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതൊന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്.
So next അവർ ചോദിച്ചിരിക്കുന്നത് mention and explain the determinants of blood pressure നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഡിസ്ക്രൈബ് ദ ന്യൂറൽ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. ന്യൂറൽ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ അഥവാ ഷോർട്ട് ടേം റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. ഇതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ദ വാസോ മോട്ടർ സെൻറ്റർ ഇൻ ദ മെഡ്യൂള. ഓക്കെ, വാസോ മോട്ടർ സെൻറ്റർ ഇൻ ദ മെഡ്യൂള. അവിടെ ആക്ച്വലി വാസോ കൺസ്ട്രിക്റ്റർ ഫൈബേഴ്സും വാസോ ഡയലേറ്റർ ഫൈബേഴ്സും സെൻസറി ഫൈബേഴ്സും ആണ് ഉള്ളത്. മൂന്ന് കാര്യങ്ങളാണ്, 3 സെൻറ്റേഴ്സാണ് അവിടെ ഉള്ളത്. സോ ഈ വാസോമോട്ടർ സെൻറ്ററിൻ്റെ സെൻസറി പാർട്ട് എന്ന് പറയുന്നത് ഈ റിസെപ്റ്റേഴ്സ് ബാരോ റിസെപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പൾസസ് എടുക്കുന്നു. ഓക്കെ, സോ ബാരോ റിസെപ്റ്റേഴ്സ് എന്താ? ബേസിക്കലി ബാരോ റിസെപ്റ്റേഴ്സ് ആ സ്ട്രെച്ച് റിസെപ്റ്റേഴ്സ്. സോ ഇത്രയും ബേസിക്സ് അറിയാം. ഇനി നമ്മൾ ഷോർട്ട് ടേം റെഗുലേഷൻ എന്താ? 4 കാര്യങ്ങളാണ് ഇവിടെ അറിയാനുള്ളത്. ദാറ്റ് ഈസ് baroreceptor reflex, chemoreceptor reflex, Cushing's reflex and CNS ischemic reflex. So baroreceptors stretch receptors ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു carotid body, aortic sinus, ആ ഒരു aortയിലും carotid arteryയിലും ഒക്കെയാണ് baroreceptors കാണുക. അതല്ലാണ്ട് ഏട്രിയയുടെ വോൾസിലൊക്കെ കാണാം. കീമോറിസെപ്റ്റേഴ്സ് എവിടെ ഉണ്ടാവും എന്ന് ഓൾറെഡി പറഞ്ഞു. Cushing's reflex എന്താണെന്ന് പറയാം ആൻഡ് CNS ischemic reflex എന്താണെന്ന് പറയാം. സോ ഫസ്റ്റ് തിങ് ഇസ് ബാരോറിസെപ്റ്റർ റിഫ്ലെക്സ്. അപ്പോൾ കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടായി, അപ്പോൾ നമ്മൾ ബാരോ റിസെപ്റ്റേഴ്സ് എന്ത് പറ്റി? സ്റ്റിമുലേറ്റഡ് ആയി. അതുവഴി 9th and 10th ക്രേനിയൽ നെർവ്സിൽ നിന്ന് ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റേറിയസിലേക്കാണ് ഇമ്പൾസ് പോവുക. അപ്പം എന്ത് പറ്റും? നമ്മൾ ഈ വാസോ കൺസ്ട്രക്ടർ ഏരിയ ഞാൻ പറഞ്ഞു 2 ഏരിയാസ് ഉണ്ട് ഇൻ VMC, വാസോ കൺസ്ട്രക്ടർ, വാസോ ഡയലേറ്റർ. വാസോ കൺസ്ട്രക്ടർ ഏരിയ ഇൻഹിബിറ്റ് ആവും. അപ്പോൾ ഡയലേറ്റേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് നടന്ന് നോർമൽ BP-യിലേക്ക് വരും. ആൻഡ് വാസോ ഡയലേറ്റർ സെൻറ്റർ സ്റ്റിമുലേറ്റഡ്, ബ്രാഡിക്കാർഡിൻ്റെയും കാർഡിയക് ഔട്ട്പുട്ട് റിഡക്ഷൻ ഒക്കെ നടന്നിട്ട് നോർമൽ BP-യിലേക്ക് വരും. സോ ഇതാണ് ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ്. അടുത്തത് കീമോ റിസെപ്റ്റർ റിഫ്ലെക്സ്. അവിടെ എന്ത് പറ്റും? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് കീമോ റിസെപ്റ്റർ റിഫ്ലെക്സ്. അവിടെ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റും BP ഉണ്ടാവും. സോ നെക്സ്റ്റ് ഇസ് കുഷിങ്സ് റിഫ്ലെക്സ്. കുഷിങ്സ് റിഫ്ലെക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേസിക്കലി ഈ കുഷിങ്സ് റിഫ്ലെക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇൻട്രാക്രേനിയൽ ടെൻഷൻ്റെ ടൈമിൽ റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടാവും. ഹൗ ഇസ് ഇറ്റ് ഹാപ്പനിങ്? So raised intracranial tension vanu, so there is a decreased blood flow to the brain. Okay, blood flow to the brain kornu. So there is ischemia of the vasomotor center. Appam vasomotor center stimulate ആയി, vasoconstriction and increase in blood pressure. Okay, next is ഈ ഒരു സ്റ്റിമുലേഷൻ ഓഫ് ദ ബാരോ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. എങ്ങനെ? ഈ വാസോ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ വന്നപ്പോൾ സ്റ്റിമുലേഷൻ ഓഫ് ബാരോ റിസെപ്റ്റർ. അപ്പോൾ നേരത്തെ പറഞ്ഞ സൈനോ അയോർട്ടിക് റിഫ്ലെക്സ് അല്ലെങ്കിൽ ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ് ആക്ടിവേറ്റ് ആവും. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം വഴി റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ, റൈറ്റ്? നമ്മൾ ഈ പറഞ്ഞ മെക്കാനിസം വഴി റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയ ഉണ്ടായി. സോ ഇതാണ് കുഷിങ്സ് റിഫ്ലെക്സ്. CNS ഇസ്കീമിക് റിഫ്ലെക്സ് എന്താണെന്ന് ചോദിച്ചാൽ CNS ഇസ്കീമിയ വരും. ഓക്കെ, അതുവഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വാസോമോട്ടർ സെൻറ്റർ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. സോ ഇതാണ് ഇത്രയും റിഫ്ലെക്സസ് ആണ് ഷോർട്ട് ടേം റെഗുലേഷനിൽ നമുക്ക് എഴുതാനായിട്ട് വരിക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Okay, let's move on to the next question then. Okay. A 30-year-old woman visits a clinic with complaints of difficulty in breathing and fatigue, and she has menorrhagia for the past 3 months. Her HB level is 6g/%, PCV 20%, MCV is 62 cubic microns, and answer the following. So, ഈ ഒരു question നമ്മൾ പറയാൻ പോകുന്നത് name the clinical condition, describe the blood picture in this condition, classify anemia based on etiology, and describe in iron deficiency anemia. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് ഇപ്പം ഈ ഒരു ഹിസ്റ്ററി വായിച്ചിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ സ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് അനീമിയ, റൈറ്റ്?
സോ ദർ ഇസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആൻഡ് ദർ ഇസ് ഫറ്റീഗ്. മെനോറാജിയ, അപ്പം ഒരു ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ലോസ് വന്നിട്ടുണ്ട്. ആൻഡ് HB ലെവൽ 6 gram/. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ദിസ് ഇസ് അനീമിയ. ആൻഡ് PCV 20%, MCV 62 cubic microns ആണ്. ദാറ്റ് മീൻസ് മൈക്രോസൈറ്റിക് ആണെന്നാണ് പറയുന്നത്. MCVയുടെ വാല്യൂ കുറഞ്ഞാൽ വി സേ ഇറ്റ് ഇസ് മൈക്രോസൈറ്റിക് അനീമിയ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നെയിം ദ ക്ലിനിക്കൽ കണ്ടീഷൻ. ഇവിടെ ഹിസ്റ്ററി ഓഫ് മെനോറാജിയ തന്നിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയാൻ പറ്റുക, അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നാണ് പറയാൻ പറ്റുക. സോ നമ്മൾ എഴുതാൻ പോകുന്നത് ദ പ്രോബബിൾ ഡയഗ്നോസിസ് ഇസ് മൈക്രോസൈറ്റിക് അനീമിയ, മോസ്റ്റ് പ്രോബബ്ലി അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണ് എഴുതാൻ പോകുന്നത്. അല്ലെങ്കിൽ സിംപ്ലി യു ക്യാൻ റൈറ്റ് ദ മോസ്റ്റ് പ്രോബബിൾ ഡയഗ്നോസിസ് ഇസ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. സോ ക്ലിനിക്കൽ കണ്ടീഷൻ നെയിം ചെയ്തു. നൗ ഡിസ്ക്രൈബ് ദ ബ്ലഡ് പിക്ചർ ഇൻ ദിസ് കണ്ടീഷൻ. അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയയിലെ ബ്ലഡ് പിക്ചർ എന്താണ്? മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആണ്. ദാറ്റ് മീൻസ് എന്താ, MCVയും MCHും MCHC ഒക്കെ റെഡ്യൂസ്ഡ് ആണ്. സോ ഇറ്റ്സ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ബ്ലഡ് ഇൻഡിസസ് ഒക്കെ റെഡ്യൂസ്ഡ് ആണ്. MCH MCV reduced, RBC count may or may not be increased. അത് കൂടാം കുറയാം എങ്ങനെയാവാം. സോ RBC കൗണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ നമുക്ക് അറിയേണ്ടത് മൈക്രോസൈറ്റ്സ് ഉണ്ടാവും. അതേപോലെ കുറച്ച് പെയിലായിട്ടുള്ള എറിത്രോസൈറ്റ്സ് കാണാൻ പറ്റും. അനൈസോസൈറ്റോസിസ്, അതായത് സൈസിലുള്ള ഡിഫറൻസസ് ഉണ്ടാവും. പോയിക്കിലോസൈറ്റോസിസ്, അബ്നോർമൽ ഷേപ്പിലുള്ള സെൽസ് ഒക്കെ കാണാൻ പറ്റും. HB കണ്ടന്റ് കുറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ബ്ലഡ് ഇൻഡിസസ് ഇവിടെ കുറവായിരിക്കും. അപ്പോൾ ബ്ലഡ് പിക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. സോ ഇത് ഇത്രയും അറിയണം. സോ യെസ്, അനീമിയ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഗുഡ്. ഇനി അപ്പം ഇതാണ് ഇതിൻ്റെ ബ്ലഡ് പിക്ചർ എന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ ലെവലിൽ നമുക്ക് ഇത്രയും മതി. സെക്കൻഡ് ഇയറിലാണ് നമ്മൾ ഇതിൻ്റെ പാത്തോളജിയിൽ ഡയഗ്രാംസ് ഒക്കെ പഠിക്കുന്നത്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്രയും എഴുതിയാൽ മതിയാവും. ഓക്കെ, അടുത്ത് നമുക്ക് വന്നിരിക്കുന്ന സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ അനീമിയ ബേസ്ഡ് ഓൺ ഇറ്റിയോളജി. ഇറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ ഭയങ്കര റിപ്പീറ്റഡ്ലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്രാം, ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് തന്നെ റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാവും. സോ ഇത് ചോദിച്ചിരിക്കുന്നത് 3 മാർക്സിനാണ്. ഓക്കെ, 3 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം 3 രീതിയിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് തന്നെ വരച്ചാൽ മതിയാവും. അനീമിയ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. 1 ഇസ് ഡിക്രീസ്ഡ് എറിത്രോപോയസിസ് കാരണം, ഡിക്രീസ്ഡ് എറിത്രോപോയസിസ് കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഹെമൊറാജിക് അനീമിയ ഡ്യൂ ടു അക്യൂട്ട് ആൻഡ് ക്രോണിക് ബ്ലഡ് ലോസ് കാരണം ഉണ്ടാവാം. ഓക്കെ, സോ ഇങ്ങനെയാണ് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. സോ ഡിക്രീസ്ഡ് എറിത്രോപോയസിസ് കാരണം ഡെഫിഷ്യൻസി അനീമിയ, ഡിക്രീസ്ഡ് അബ്സോർപ്ഷൻ, എപ്ലാസ്റ്റിക് അനീമിയ, ഇത്രയും ഉണ്ടാവാം. ആൻഡ് ഹീമോലൈറ്റിക് അനീമിയ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻട്രാ കോർപ്പസ്ക്യുലർ ആൻഡ് എക്സ്ട്രാ കോർപ്പസ്ക്യുലർ ഡിഫക്ട്സ് വരാം. ഇൻട്രാ കോർപ്പസ്ക്യുലർ ഡിഫക്റ്റ് എന്ന് പറയുന്നത് കോർപ്പസെൽസിൻ്റെ ഉള്ളിലുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത് മെംബ്രെയിൻ ഡിഫക്റ്റ്, എൻസൈം ഡിഫക്റ്റ്, ഹീമോഗ്ലോബിൻ ഡിഫക്റ്റ് എന്നുള്ളതൊക്കെയാവാം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ കോർപ്പസ്ക്യുലർ ഡിഫക്റ്റ് എന്ന് പറയുമ്പം ദറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കോർപ്പസെൽസ്. ഇൻകോമ്പാറ്റബിലിറ്റി, ഓട്ടോ ഇമ്മ്യൂണിറ്റി, അതേഴ്സിനകത്ത് വരുമ്പോൾ ഇറ്റ് ഈസ് ഇൻഫെക്ഷൻ, ഡ്രഗ്സ്, കെമിക്കൽസ്, വെനം, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ഇറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ എന്ന് പറയുന്നത്. സോ ഇത് വേണമെങ്കിൽ ഇങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. ബെറ്റർ ഗോ ഫോർ എ ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ്, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തു. And now we go to describing of the iron deficiency anemia. Okay, iron deficiency ഏതൊരു ഡിസീസ് കണ്ടീഷന് നമുക്ക് കോസസ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡിസീസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. സോ അയൺ ഡെഫിഷ്യൻസി അനീമിയൻ്റെ കോസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡയറ്ററി ഡെഫിഷ്യൻസി, ഹെമൊറാജ് ആവാം, മെനോറാജിയ വരാം, ക്രോണിക് ബ്ലഡ് ലോസ് കാരണം വരാം, ഇൻക്രീസ്ഡ് റിക്വയർമെൻറ്റ്, പ്രീമെച്യൂരിറ്റി, ഇതൊക്കെ ആയിരിക്കും അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കോസസ്. ഇനി സൈൻസ് ആൻഡ് സിംറ്റംസിലേക്ക് വരുമ്പം ദെയർ മേ ബി പാലർ, എഡീമ വരാം, ഗ്ലോസൈറ്റിസ് വരാം, ഓക്കെ, കൊയിലോനിക്ക വരാം, വിച്ച് ഇസ് ബേസിക്കലി സ്പൂൺ ഷേപ്ഡ് നെയിൽസിനൊക്കെ സ്പൂൺ ഷേപ്ഡ് ബ്രിറ്റിൽ നെയിൽസ് ഒക്കെ ആവാം. അപ്പോൾ കൊയിലോനിക്ക വരാം. ഡിസ്നിയ ഉണ്ടാവും, ലൈക്ക് HB, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, അതൊക്കെ റിലേറ്റ് ചെയ്ത് ഡിസ്നിയ വരാം. ദെർ ക്യാൻ ബി പാൽപിറ്റേഷൻസ്,
ഈസി ഫെറ്റീഗബിലിറ്റി, അതേപോലെ റെസ്റ്റ്ലെസ്നെസ്, കൺഫ്യൂഷൻ, ഡ്രൗസിനെസ്, ഇതൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലഡ് എക്സാമിനേഷൻ. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബ്ലഡ് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത കാര്യമാണ്, സോ അത് തന്നെ ഇവിടെ എഴുതിയാൽ മതി. ഇനി ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ സിവിയറിറ്റി ഓഫ് അനീമിയനെ ബേസ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റ് തരാം. ഐദർ നമുക്ക് ഓറലി അയൺ സൾഫേറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് അയൺ ഡെക്സ്ട്രാൻ കോംപ്ലക്സ് കൊടുക്കാം. ഇൻട്രാമസ്കുലർലി നമുക്ക് ഇഞ്ചക്ഷനായിട്ട് അയൺ ഡെക്സ്ട്രാൻ കോംപ്ലക്സ് കൊടുക്കാം. ഇനി മേ ബി അയൺ ഡെഫിഷ്യൻസി അനീമിയ എങ്ങനെയും വരാം, വോം ഇൻഫെസ്റ്റേഷൻസ് കൊണ്ടും വരാം. സോ ഡീവോമിങ് ചെയ്തിട്ടായാലും ഡീവോമിങ് ചെയ്യണം അയൺ ഡെഫിഷ്യൻസി അനീമിയ ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് അനീമിയയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. So let's move on to the next question. So a motorcyclist met with a road traffic accident, okay, and was admitted in the casualty. So clinical examination revealed cold clammy extremities, rapid thready pulse, a blood pressure of 70 to 50 mmHg, and answer the following. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബബിൾ കണ്ടീഷൻ? നമുക്ക് നമ്മളുടെ ഈ ഒരു ലെവലിൽ നമുക്ക് ഷോക്ക് എന്ന് എഴുതിയാൽ മതിയാവും, ക്ലിനിക്കൽ കണ്ടീഷൻസ് ഷോക്ക് എന്ന് എഴുതിയാൽ മതിയാവും. ബട്ട് എന്താ, ഇവിടെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ആൻഡ് കോൾഡ് ക്ലാമി എക്സ്ട്രീമിറ്റീസ് ഉണ്ട്. സോ ഇറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി എ സെപ്റ്റിക് ഷോക്ക്. So what is the probable clinical condition ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഇസ് എ ഷോക്ക് അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് എന്ന് എഴുതാം. Now coming to the definition, shock is a syndrome in which there is inadequate tissue perfusion associated with a relative or absolute decrease in cardiac output. Okay, ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് നെയിം ദ ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇതൊരു 2.5 മാർക്കിനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, so they have asked to name the stages. അപ്പോൾ നമ്മൾ നെയിം ചെയ്ത ഇനീഷ്യൽ ഓർ ഡെവലപ്പിംഗ് സ്റ്റേജ്, നോൺ പ്രോഗ്രസീവ് സ്റ്റേജ്, കോമ്പൻസേറ്ററി സ്റ്റേജ്, പ്രോഗ്രസീവ് സ്റ്റേജ് ആൻഡ് ഇറിവേഴ്സിബിൾ സ്റ്റേജ്. ഇതാണ് 4 സ്റ്റേജസ് ഫോർ ഷോക്ക്. അടുത്തത് ഡിസ്ക്രൈബ് ദ കോമ്പൻസേറ്ററി മെക്കാനിസംസ് ഇൻ ഷോക്ക്. ഓക്കെ, 2 സെറ്റ് ഓഫ് കോമ്പൻസേറ്ററി മെക്കാനിസംസ് വരും. ഷോർട്ട് ടേം മെക്കാനിസംസും ഉണ്ട്, ലോങ് ടേം മെക്കാനിസംസും ഉണ്ട്. ഓക്കെ, ഷോർട്ട് ടേം മെക്കാനിസംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിങ് ഇസ് ബാരോറിസെപ്റ്റർ റിഫ്ലെക്സ്. നേരത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ബാരോറിസെപ്റ്റർ റിഫ്ലെക്സ്. അതേപോലെ തന്നെ കീമോറിസെപ്റ്റർ റിഫ്ലെക്സ്, പിന്നെ CNS ഇസ്കീമിക് റിഫ്ലെക്സ്, പിന്നെ ആക്ടിവേഷൻ ഓഫ് ദി റാസ് മെക്കാനിസം. ഓക്കെ, ഇൻക്രീസ്ഡ് സിമ്പത്തറ്റിക് ആക്ടിവിറ്റി, വീനോ കൺസ്ട്രക്ഷൻ, intense constriction of the splenic vessel leading to redistribution of blood to the vital organs. അപ്പോൾ ഷോക്ക് ഇസ് വെരി എന്താ പറയുക, ഒരു എമർജൻസി കണ്ടീഷനാണ് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റൽ ഓർഗൻസിന് എപ്പോഴും പെർഫ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് ടു ദ വൈറ്റൽ ഓർഗൻസ്, ഇൻക്രീസ്ഡ് ആക്ടിവിറ്റി ഓഫ് ദ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അങ്ങനെ മസിൽ thoracic പമ്പിങ് നടക്കും. So basically BP കൂട്ടുന്ന മെക്കാനിസം, ഇൻക്രീസ്ഡ് ACTH ആൽഡോസ്റ്റെറോൺ സെക്രീഷൻ, കിഡ്നീസിൽ കൺസ്ട്രക്ഷൻ ഓഫ് അഫറൻറ്റ് എഫറൻറ്റ് ആർട്ടീരിയൽ, അങ്ങനെ GFR കുറഞ്ഞിട്ട് ഇറ്റ് പ്രിവെൻറ്റ്സ് റീനൽ ഫെയിലിയർ. സോ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ടേം മെക്കാനിസംസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അടുത്തത് കമ്മിങ് ടു ദ ലോങ് ടേം മെക്കാനിസം. ദിസ് കണ്ടിന്യൂസ് ഫ്രം അവേഴ്സ് ടു ഡേയ്സ് ടു വീക്സ്. ഓക്കെ, അവേഴ്സ് ടു ഡേയ്സ് ടു വീക്സ് പോവാം. സോ ദർ വിൽ ബി ഇൻക്രീസ്ഡ് thirst for salt, increased water reabsorption, conservation of salt water by kidney. After moderate hemorrhage, circulating plasma volume is restored within 12 to 17 hours. Preformed albumin it enters circulation from the extravascular stores and increase hepatic synthesis of albumin reserves regulate ചെയ്യും. പിന്നെന്താ, increase formation of RBC കൂടും and increase 2,3 DPG content, oxygen curve shift to the right side. അപ്പം it decreases affinity for of hemoglobin for oxygen
അങ്ങനെ മോർ ഓഫ് ദ ഓക്സിജൻ ഇസ് റിലീസ്ഡ് ഇൻ ടു ദ ടിഷ്യൂസ്. എങ്ങനെയാണ് നമ്മൾ ബോഡീൻ്റെ എമർജൻസി സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഓക്സിജൻ്റെ കാര്യം പറഞ്ഞു, RBC ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞു, ആൽബുമിൻ്റെ കാര്യം പറഞ്ഞു, റൈറ്റ്, പ്ലാസ്മ വോള്യൂം, പിന്നെ കൺസർവേഷൻ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ. ഇത്രയും പോയിന്റ്സ് ആക്കി ഇത് എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് കോമ്പൻസേറ്ററി മെക്കാനിസംസ് ഫോർ ഷോക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ള. സോ വാട്ട് ഇസ് ന്യൂറോജീനിക് ഷോക്ക് എന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂറോജീനിക് ഷോക്ക് ഓർ വാസോജീനിക് ഷോക്ക്. അറിയേണ്ട കാര്യം, കപ്പാസിറ്റി ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഡ്യൂ ടു എക്സ്റ്റൻസീവ് വാസോഡൈലറ്റേഷൻ. കാർഡിയാക് ഔട്ട്പുട്ട് ഡിക്രീസസ് ഡ്രാസ്റ്റിക്കലി ലീഡിങ് ടു എ ഫെയിൻറ്റിംഗ് അറ്റാക്ക്. ഇവിടെ 4 കാര്യങ്ങളാണ് കോസസ് ആയിട്ട് വരിക. വൺ ഇസ് ഡീപ്പ് ജനറൽ അനസ്തീഷ്യ. ഒരു ജനറൽ അനസ്തീഷ്യ, ഡീപ്പ് ജനറൽ അനസ്തീഷ്യ വന്നു, അപ്പം ഡിപ്രസിങ് ദ വാസോമോട്ടർ സെൻറ്റർ, ന്യൂറോജീനിക് ഷോക്ക് വരാം. സിവിയർ ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ്, അതൊരു റീസൺ ആവാം. എൻഡോടോക്സിൻ ഷോക്ക് ഡ്യൂ ടു എൻഡോടോക്സിൻസ്. ഹൈ ഫീവർ, സിവിയർ പെയിൻ. ഇത്രയും കാര്യങ്ങളാണ് ന്യൂറോജീനിക് ഷോക്ക് ഓർ വാസോജീനിക് ഷോക്ക് നമുക്ക് അറിയാനുള്ളത്. സോ അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ കോമ്പൻസേറ്ററി മെക്കാനിസം ഷോർട്ട് ടേം ലോങ് ടേം ഒക്കെ പറഞ്ഞു. ഇനി സിസറോണിൽ ഒരു 3 ഫ്ലോ ചാർട്ട്സ് ഉണ്ട്. സോ ഒരു 3 സ്റ്റേജസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കോമ്പൻസേറ്ററി മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 3 ചെറിയ ഫ്ലോ ചാർട്ട്സ് ഉണ്ട്. സോ അതും കൂടി ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ ആഡ് ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറയാൻ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A middle-aged man complains of epigastric pain. Okay, pain occurs when he is in empty stomach and it subsides after taking food or antacids and he is having occasional vomiting. Answer the following question. What is your provisional diagnosis and list the causes and its treatment? So the most probable diagnosis is peptic ulcer disease. പെപ്റ്റിക് അൾസർ ഡിസീസ് ഓർ ആസിഡ് പെപ്റ്റിക് ഡിസീസ്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ സിംറ്റംസ്, എപ്പിഗാസ്ട്രിക് പെയിൻ, എംറ്റി സ്റ്റമക്ക്, ഫുഡ് എടുക്കുമ്പം അല്ലെങ്കിൽ അൻറ്റാസിഡ് എടുക്കുമ്പം ഇറ്റ് ഈസ് ഗെറ്റിംഗ് റിലീവ്ഡ് ഓർ സബ്സൈഡഡ്. പിന്നെ ഒക്കേഷണലി വോമിറ്റിംഗ് ഉണ്ട്, റൈറ്റ്. സോ ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡോഡിനൽ അൾസറാണ്. സ്പെസിഫൈ ചെയ്യണം എന്നില്ല, പ്രൊഫഷണൽ ഡയഗ്നോസിസ് ജസ്റ്റ് അവർ ചോദിച്ചിരിക്കുമ്പോൾ നമ്മൾ പ്രോബബ്ലി പെപ്റ്റിക് അൾസർ ഡിസീസ് എന്നുള്ളത് എഴുതാം. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ കോസ്, വാട്ട് ഇസ് ദ ട്രീറ്റ്മെൻറ്റ്. കോസ് എന്തൊക്കെ വരാം? സ്ട്രെസ് വരാം, സ്പൈസി ഫുഡ് വരാം, H. pylori ഇൻഫെക്ഷൻസ് വരാം, ഡ്രഗ്സ് ലൈക്ക് സ്റ്റിറോയിഡ്സ്, NSAIDs വരാം, എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ലൈക്ക് കുഷിംഗ് സിൻഡ്രോം, ഗ്യാസ്ട്രിനോമയൊക്കെ വരാം, പിന്നെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, O ഗ്രൂപ്പ് ആൻഡ് നോൺ സെക്രീറ്റേഴ്സ്. സോ ഇതൊക്കെ കോസസ് ഓഫ് പെപ്റ്റിക് അൾസർ ഡിസീസാണ്. സോ കമ്മിങ് ടു ദ മാനേജ്മെൻറ്റ്, മെഡിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. ഇനി മെഡിക്കൽ മാനേജ്മെൻറ്റ് നമുക്ക് അൻറ്റാസിഡ്സ് ലൈക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്, H2 റിസെപ്റ്റർ ബ്ലോക്കേഴ്സ് ലൈക്ക് സിമിറ്റഡിൻ, ആൻറ്റി കോളിനർജിക്സ് ലൈക്ക് അട്രോപ്പിൻ, പൈറൻസിപ്പിൻ, ഒമിപ്രസോൾ. ദീസ് ആർ ഒമിപ്രസോൾ ഇസ് എ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. പിന്നെ മിസോപ്രോസ്റ്റോൾ, സുക്രൽഫേറ്റ്, കൊളോയിഡൽ ബിസ്മത്ത് കോമ്പൗണ്ട്സ് ഒക്കെ അൾസർ പ്രൊട്ടക്റ്റീവ്സ് ആണ്. ഉണ്ടായിട്ടുള്ള അൾസറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ബാക്കി ഹീൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സുക്രൽഫേറ്റ്, കൊളോയിഡൽ ബിസ്മത്ത് കോമ്പൗണ്ട്സ് ഒക്കെ കൊടുക്കാം. പിന്നെ ആൻറ്റിബയോട്ടിക്സ്, H. pylori ഇറാഡിക്കേഷന് വേണ്ടി, സെഡേറ്റീവ്സ്, യോഗ. പിന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം, സ്മോൾ ഫ്രീക്വൻറ്റ് ഫീഡ്സ്, അവോയ്ഡിങ് സിഗരറ്റ്സ്, ആൽക്കഹോൾ, സ്പൈസി ഫുഡ്സ്. സോ ഇതാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ സർജിക്കൽ മാനേജ്മെൻറ്റ്, ഇറ്റ്സ് ബേസിക്കലി വെഗോട്ടമി ഓർ ഗ്യാസ്ട്രെക്ടമി ആണ് നമ്മൾ ചെയ്യുന്നത്. 3 ടൈപ്സ് ഓഫ് വെഗോട്ടമി ഉണ്ട്. ട്രങ്കൽ വെഗോട്ടമി, സെലക്റ്റീവ് വെഗോട്ടമി, ഹൈലി സെലക്റ്റീവ് വെഗോട്ടമി. അപ്പോൾ ട്രങ്കൽ വെഗോട്ടമി എന്ന് പറയുന്നത് കട്ടിങ് ദ ട്രങ്ക് ഓഫ് വേഗസ് നർവ് ഇൻ അബ്ഡമൻ ജസ്റ്റ് ബിലോ ദ ഡയഫ്രം. ഓക്കെ, അതാണ് ട്രങ്ക് ഓഫ് വേഗൽ നർവ് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇനി സെലക്റ്റീവ് വെഗോട്ടമി ഈസ് സ്റ്റമക്കിനെ സപ്ലൈ ചെയ്യുന്ന വേഗസ് നർവിനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ഹൈലി സെലക്റ്റീവ് വെഗോട്ടമി? ആ ഒരു പെറൈറ്റൽ സെൽ, ഓക്കെ, പെറൈറ്റൽ സെല്ലിലേക്ക് ഇന്നവേറ്റ് ചെയ്തിരിക്കുന്ന വേഗസിനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ആൻഡ് ഇതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ്. ഹൈലി സെലക്റ്റീവ് വെഗോട്ടമിയാണ് പ്രിഫേർഡ്. സോ ഇതാണ് സർജിക്കൽ മെത്തേഡ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഇതാണ് കോസസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഡയഗ്നോസിസ്. അതിനൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ 5 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ഇൻ ഡീറ്റെയിൽ. ഓക്കെ,
അപ്പോൾ രണ്ട് മെക്കാനിസംസ് ആണ് റെഗുലേഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷനിൽ വരിക. വൺ ഇസ് ദ ന്യൂറൽ മെക്കാനിസം ആൻഡ് അതർ ഇസ് ദി ഹോർമോണൽ മെക്കാനിസം. അപ്പം ന്യൂറൽ മെക്കാനിസം എന്ന് പറയുന്നത് വേഗസ് നെർവിനെ ബേസ് ചെയ്താണ്. ഓക്കെ, നമുക്കറിയാം വേഗസ് നെർവിന് കോളിനർജിക് ഫൈബേഴ്സും നോൺ കോളിനർജിക് ഫൈബേഴ്സും ഉണ്ട്. ഈ കോളിനർജിക് ഫൈബേഴ്സ് ആക്ച്വലി അസിറ്റൈൽ കൊളീൻ വഴി എൻറ്ററോക്രൊമാഫിൻ ലൈക്ക് സെൽസിനെയും ഡി സെൽസിനെയും എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി ദർ ഇസ് എൻറ്ററോക്രൊമാഫിൻ സെൽസിലെ അത് ആക്ച്വലി റിലീസ് ചെയ്യുന്ന സാധനം ഹിസ്റ്റമിനാണ്. സോ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് പോയിട്ട് പെറൈറ്റൽ സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് HCl സെക്രീഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഡി സെൽ സെക്രീറ്റ് ചെയ്യുന്ന ആരെയാണ്? സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിൻ ഹാസ് ആൻ ഇൻഹിബിറ്ററി ഇഫക്റ്റ് ഓൺ പെറൈറ്റൽ സെൽ. അങ്ങനെ ആസിഡ് സെക്രീഷൻ ഇൻഹിബിഷൻ നടത്തുന്ന ആളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഓക്കെ, നോൺ കോളിനർജിക് ഫൈബേഴ്സ് ഗ്യാസ്ട്രിൻ റിലീസിങ് പെപ്റ്റൈഡ് വഴി ജി സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഗ്യാസ്ട്രിൻ റിലീസ് ചെയ്തു. ഗ്യാസ്ട്രിൻ സ്റ്റിമുലേറ്റ്സ് പെറൈറ്റൽ സെൽ ഫോർ ദ സെക്രീഷൻ ഓഫ് HCl. പക്ഷേ ഒരു പ്രശ്നം, സൊമാറ്റോസ്റ്റാറ്റിൻ ഓൾസോ ഇൻഹിബിറ്റ്സ് ജി സെൽ. സോ ഇതാണ് ബേസിക്കലി വേഗസ് നെർവ് വഴി എങ്ങനെയാണ് ന്യൂറൽ റെഗുലേഷൻ നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ വരയ്ക്കണം ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട്. അടുത്തത് ഹോർമോണൽ റെഗുലേഷൻ. ഇത് നമ്മളുടെ H+K+ATPase പമ്പാണ്. ഓക്കെ, നമ്മൾ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എന്തിനാണ് ഈ ഒരു പമ്പിനെ നമ്മൾ മീൻസ് ഈ ഒരു പമ്പാണ് ആക്ച്വലി H+K+ATPase പമ്പാണ് ഈ ഒരു ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷന് വേണ്ടി മെയിനായിട്ട് നിൽക്കുന്നതാണ്. സോ ഇവരുടെ മെക്കാനിസംസ് ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതപ്പോൾ പറയാം. അതല്ലാണ്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഹോർമോണൽ റെഗുലേഷൻ. ഓക്കെ, സോ ഇത് നമ്മൾ പെറൈറ്റൽ സെല്ലാണ്. ഓക്കെ, പെറൈറ്റൽ സെല്ലിൽ ദർ ഇസ് എ പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസെപ്റ്റേഴ്സിന് PGE2 വന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇത് CAMP ആക്ടേഴ്സ് സെക്കൻഡറി മെസ്സഞ്ചർ പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്ത് H+K+ATPase പമ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കൂടുതൽ ആസിഡ് സെക്രീഷൻ ഉണ്ടാക്കും. സോ ഇതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ റിസെപ്റ്റേഴ്സ് ചെയ്യുന്നത്. അടുത്തത് ഹിസ്റ്റമിൻ വന്നിട്ട് H2 റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ CAMP സെക്കൻഡറി മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യും. പ്രോട്ടീൻ കൈനേസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് H+K+ATPase പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ഗ്യാസ്ട്രിൻ റിസെപ്റ്റർ. പക്ഷേ ഇവിടുത്തെ സെക്കൻഡറി മെസ്സഞ്ചർ ഇസ് കാൽഷ്യം. ഓക്കെ, കാൽഷ്യം വഴി പ്രോട്ടീൻ കൈനേസസ് ആക്ടിവേറ്റിംഗ് ദ H+K+ATPase pump. അസറ്റൈൽ കൊളീൻ ത്രൂ ദ M3 റിസെപ്റ്റർ വന്ന് കാൽഷ്യം സെക്കൻഡറി മെസ്സഞ്ചറായിട്ട് ആക്ട് ചെയ്യും. അതുവഴി പ്രോട്ടീൻ കൈനേസ് ടു ദി H+K+ATPase. സോ ഇതെല്ലാം ആക്ച്വലി പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് മെക്കാനിസംസ് ആണ് ഇൻക്രീസിങ് ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, സൊമാറ്റോസ്റ്റാറ്റിൻ. അതിൻ്റെ റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ നെഗറ്റീവ്ലി ആരെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരെയാണെന്ന് ചോദിച്ചാൽ അഡിനിലൈൽ സൈക്ലേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. CAMPയുടെ സെക്രീഷൻ കുറയ്ക്കും. അങ്ങനെ ഇവരെ ഈ എൻറ്റയർ പ്രോസസ്സ് പിന്നെ ഇൻഹിബിറ്റഡ് ആവും. സോ ഏതൊരു പ്രോസസ്സിൽ നമുക്ക് എഴുതാൻ പറ്റും സൊമാറ്റോസ്റ്റാറ്റിൻ ഇസ് നെഗറ്റീവ് ഇൻഹിബിറ്റർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഇൻഹിബിറ്റർ ഫോർ ദി ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. Okay, so let's move on to the next question. So there is a 60-year-old man with complaints of chest pain on exertion radiating to his left arm, severe shortness of breath. Answer in the following. So what is the most probable condition he is suffering from? Mention the most common investigation done in such a patient and describe with the help of a normal diagram the changes that are expected in this and what are the functional features of coronary circulation. So ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിനകത്ത്? ചെസ്റ്റ് പെയിൻ ഓൺ എക്സേർഷൻ റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് ആം, സിവിയർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. യെസ്, ഇറ്റ് ഇസ് MI. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ദ പ്രോബബിൾ കണ്ടീഷൻ ഇസ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ.
ഇനി mention the most common investigation done. So the most common investigation done is ECG and describe with the help of a normal diagram changes that are expected in this. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക, എല്ലാ ചേഞ്ചസ് വരുന്നത് ദാറ്റ് ഇസ് ഇൻ MI എന്തൊക്കെ ചേഞ്ചസ് വരുമോ അതൊക്കെ എഴുതാം. ഓക്കെ, സോ വാട്ട് ആർ ദ അപ്പം പിന്നെ നോർമൽ ഡയഗ്രാം ഓഫ് ECGയും വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് എത്ര റിപ്പീറ്റഡ്ലി ഇവർ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. MI, ECG, നോർമൽ ചേഞ്ചസ് ഇൻ MI, അതേപോലെ നോർമൽ ECGയുടെ ഡയഗ്രാം, ഇത് എൻറ്റയർലി ഒരു എസ് ആയിട്ട് നമ്മൾ കണ്ടതാണ്. റൈറ്റ്, സോ നെക്സ്റ്റ് ഇവർ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫങ്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് കൊറോണറി സർക്കുലേഷൻ. ഓക്കെ, കൊറോണറി സർക്കുലേഷൻ ബേസിക്കലി പറയുന്നത് ഹാർട്ടിനെ തന്നെ സപ്ലൈ ചെയ്യുന്ന വെസൽസ് ആയിട്ടാണ്. 2 ടൈപ്സ് ഉണ്ട്, വിച്ച് ഇസ് റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി. അതൊക്കെ ബേസിക്സ് ഇൻ അനാറ്റമി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, that is it supplies the heart itself, okay, and at rest 5% of the cardiac output ആണ് ഇത് എടുക്കുന്നത്. and in majority of the people one artery is dominant. മിക്ക കേസിലും റൈറ്റ് കൊറോണറി ആർട്ടറി ആണ് ഡോമിനൻ്റ് ആയിട്ട് വരുന്നത്. and these are subjected to സിസ്റ്റോളിൻ്റെ ടൈമിൽ എന്ത് പറ്റും, this gets compressed, and unlike other vascular bed it is mainly perfused during diastole. Okay, and oxygen extraction is highest in this bed and it is around 19 ml%. ഇവിടെ ആർട്ടീരിയൽ ബ്ലഡിൽ, വീനസ് ബ്ലഡ് വരുമ്പോൾ 6.7 milliliter%. about 13 ml is utilized in the heart. now coefficient of oxygen utilization ഏകദേശം ഒരു 70% ഒക്കെ വരും. then collateral circulation normally it's not very important but may develop in chronic CAD. chronic CAD ഉള്ള ആൾക്കാർക്ക് collateral circulation വരാം. then diameter of muscle is less, so high capillary density, change of blood flow in different phases of the cardiac cycle വരാം. coronary circulation shows reactive hyperemia. ഓട്ടോ റെഗുലേഷൻ ഉണ്ട്. ഓട്ടോ റെഗുലേഷനിൽ ഒരു 3 തിയറീസ് നമ്മൾ പറയാറുണ്ട്, മയോജീനിക് തിയറി അങ്ങനെയൊക്കെ പറഞ്ഞ തിയറീസ് ഉണ്ട്. സോ ഈവൻ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രഷർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ബ്ലഡ് ഫ്ലോ. പ്രഷർ ചേഞ്ച് വന്നാലും ബ്ലഡ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതാണ് ബേസിക്കലി ഓട്ടോ റെഗുലേഷൻ. ദെൻ മെറ്റബോളിക് ഫാക്ടേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ കൺട്രോളിങ് ബ്ലഡ് ഫ്ലോ. സോ ഇതാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കൊറോണറി സർക്കുലേഷൻ. ഈ ഒരു 12 പോയിന്റ്സ് എഴുതിയാൽ തന്നെ അത് കംപ്ലീറ്റ് ആവും. സോ ജസ്റ്റ് എന്താണ് പോയിന്റ്സ് നോക്കുക ആൻഡ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാം, അത്ര അറിഞ്ഞാൽ മതി ഇതിനകത്ത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So a 16-year-old NCC cadet lined up for parade and fell down unconscious. He had been standing on the hot sun for an hour and on examination blood pressure 60/50 ആണ്. Pulse was regular, breathing normal, and soon he regained consciousness. From your knowledge of physiology, answer the following question. What is the most likely diagnosis? Can someone say the answer here? ഈ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് ഇതിൻ്റെ മോസ്റ്റ് കോമൺ ഡയഗ്നോസിസ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ ഡയഗ്നോസിസ് എന്താണെന്ന് പറയാൻ പറ്റുമോ? സോ ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ ഒരു ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ കണ്ടീഷൻ ഇസ് ഷോക്ക്. ഓക്കെ, ഇത് ഷോക്കിൻ്റെ ഹിസ്റ്ററിയാണ്. എപ്പോഴും കോൾ ക്ലാമി എക്സ്ട്രീമിറ്റീസ് എന്ന് പറയണമെന്നില്ല, ഇവിടെ ഹൈപ്പോ ടെൻഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ഷോക്ക്. ആൻഡ് പൾസ് റെഗുലർ ആണ്, ബ്രീത്തിങ് നോർമലാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആൻഡ് സ്റ്റാൻഡിങ് ഇൻ ദ ഹോട്ട് സൺ ഫോർ അബൌട്ട് ആൻ അവർ. ഓക്കെ, അപ്പോൾ ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടാവും, ഹൈപ്പോവോളീമിക് ഷോക്ക് ഉണ്ടായിട്ടുണ്ടാവും. So soon he regained consciousness. From your knowledge of physiology, answer the following question. Most likely diagnosis shock ആണ്. And what are the factors determining blood pressure അല്ലെങ്കിൽ determinants of blood pressure? നമ്മൾ നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ, കാർഡിയാക് ഔട്ട്പുട്ട്, പെരിഫറൽ റെസിസ്റ്റൻസ്, അങ്ങനെ ഇലാസ്റ്റിസിറ്റി ഓഫ് ദ വെസൽ വാൾ അല്ലേ, നമ്മൾ പറഞ്ഞ 5 പോയിന്റ്സ് ചെയ്ത ഡിറ്റർമിനൻസ്. പിന്നെ ഷോർട്ട് ടേം റെഗുലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കീമോ റിസെപ്റ്റർ റിഫ്ലെക്സ്, ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ്, അതേപോലെ CNS ഇസ്കീമിക് റിഫ്ലെക്സ്, പിന്നെ CNS ഇസ്കീമിക് റിഫ്ലെക്സ്, പിന്നെ കുഷിങ്സ് റിഫ്ലെക്സ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്
ഈ ഒരു ഇനീഷ്യൽ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫിസിയോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആപ്ലിക്കബിൾ ഫോർ ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഷോക്ക്? അതിനാണ് ഈ ഒരു നമ്മൾ ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തിങ് ഇസ് ഹെമോറാജിക് ഷോക്ക് ആണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് നെസസറി. പിന്നെ ബേൺ ഷോക്കൊക്കെ ആണെങ്കിൽ പ്ലാസ്മ ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ പ്ലാസ്മ എക്സ്പാൻഡേഴ്സ് ഇഞ്ചെക്ഷൻ ചെയ്യണം. ഇനി അനഫിലാക്റ്റിക് ഷോക്കിന് എപ്പിനെഫ്രിൻ കൊടുക്കുക. ഡോപ്പമിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രോമാറ്റിക് ഓർ കാർഡിയോജീനിക് ഷോക്ക്. ഓക്കെ, ആൻഡ് ദെൻ sedatives should not be used in shock കാരണം it can depress the central nervous system. പിന്നെ overwarming of the body should be prevented which causes cutaneous vasodilatation and it can precipitate shock. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡ്യൂറിങ് ഷോക്ക് ബോഡി ഷുഡ് നോട്ട് ബി കവേർഡ്, കാരണം അവിടെ ക്യൂട്ടേനിയസ് വാസോഡൈലറ്റേഷൻ കോസ് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ആക്ച്വലി വേഴ്സൺ ദ കണ്ടീഷൻ. സോ അവിടെ ബ്ലാങ്കറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുള്ളത്. Now we come to the next question. Okay, so let's see the question. A 12-year-old boy had a swelling in the knee joint after a small injury. So his clotting time was around 12 minutes. Okay, 12 minutes. ഒരു നോർമൽ ക്ലോട്ടിംഗ് ടൈം എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് സി, നോർമൽ ക്ലോട്ടിംഗ് ടൈം ഇസ് അറൗണ്ട് 2 to 8 minutes ആണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. സോ വാട്ട് മേ ബി ദ പ്രോബബിൾ ഡയഗ്നോസിസ് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് കോസ്? സി, നമ്മൾ ഹിസ്റ്ററിയിൽ ക്ലോട്ടിംഗ് ടൈം ഇൻക്രീസ്ഡ് എന്നുള്ള കാര്യം പറഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ദ പ്രോബബിൾ ഡയഗ്നോസിസ് ഇസ് ഹീമോഫീലിയ. ഓക്കെ, മോസ്റ്റ് പ്രോബബിൾ ഡയഗ്നോസിസ് ഇറ്റ് ക്യാൻ ബി ഹീമോഫീലിയ. ഓക്കെ, നെക്സ്റ്റ് തിങ്, വാട്ട് ഇസ് ഇറ്റ്സ് കോസ്? ഹീമോഫീലിയയുടെ കോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. കുറച്ച് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഡെഫിഷ്യൻ്റ് ആയിരിക്കും, അത് ടൈപ്പ് ഓഫ് ഹീമോഫീലിയനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പോൾ ഹീമോഫീലിയ യെസ് ഷോക്കാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, കമ്മിങ് ടു ഹീമോഫീലിയ എന്ന് പറയുമ്പം, ഓക്കെ, എയും ബിയും സിയും ഒക്കെ ഉണ്ട് ഹീമോഫീലിയ. അപ്പോൾ എ എന്ന് പറയുമ്പോൾ ഫാക്ടർ 8 ആണ് ഡെഫിഷ്യൻറ്റ്, ബി ഇസ് ഫാക്ടർ 9 ആണ് ഡെഫിഷ്യൻറ്റ്, ആൻഡ് സി ഇസ് ഫാക്ടർ 11 ആണ് ഡെഫിഷ്യൻറ്റ്. സോ ഇങ്ങനെ ഡിഫറൻസ് ഇൻ ക്ലോട്ട് ഫാക്ടർ ഡെഫിഷ്യൻസി ഉണ്ട്. സോ ഇതാണ് ബേസിക് കോസ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. നൗ എക്സ്പ്ലെയിൻ ദ ക്ലോട്ടിംഗ് മെക്കാനിസം ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ഫസ്റ്റ് തിങ് നമ്മൾ എഴുതേണ്ട കാര്യം വാട്ട് ഇസ് ക്ലോട്ടിംഗ് എന്നുള്ളതാണ്. So the stoppage of bleeding by physiological processes like clot formation and the walls of damaged blood vessel while maintaining blood in fluid state within the vascular system. ഇത് ബ്ലഡ് കോയാഗുലേഷൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഇനി 4 മെക്കാനിസംസ് ഉണ്ട്. വാസ്കുലർ സ്പാസം, പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ, ബ്ലഡ് കോയാഗുലേഷൻ ആൻഡ് ക്ലോട്ട് റിട്രാക്ഷൻ. ഓക്കെ, ഈ 4 മെക്കാനിസംസ് ഉണ്ട്. ഈ പറഞ്ഞ ആദ്യത്തെ 2 എണ്ണം വിച്ച് ഇസ് വാസ്കുലർ സ്പാസവും പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനും പ്രൈമറി ഹീമോസ്റ്റാസിസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ, ബ്ലഡ് കൊയാഗുലേഷൻ, ക്ലോട്ട് റിട്രാക്ഷൻ ഇത് വരുന്നത് സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ്. ഓക്കെ, സെക്കൻഡറി ഹീമോസ്റ്റാസിസിലാണ്. നൗ കമ്മിങ് ടു ദ പ്രൈമറി ഹീമോസ്റ്റാസിസ്. വാട്ട് ഈസ് പ്രൈമറി ഹീമോസ്റ്റാസിസ്? ഇപ്പോൾ നമ്മൾ കൈയൊന്നും മുറിഞ്ഞു, ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നടക്കുന്നത് പ്രൈമറി ഹീമോസ്റ്റാസിസാണ്. അവിടെ ഒരു ടെമ്പററിലി ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്യും. ആൻഡ് ആഫ്റ്റർ സം ടൈം ഇത് നല്ലോണം ക്ലോട്ട് ഉണ്ടായിട്ട് പിന്നെ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ബ്ലഡൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അത് ഹീലാവാൻ തുടങ്ങും. സോ ദെയർ ബൈ പ്രൈമറി ഹീമോസ്റ്റാസിസ് എൻഡ്സ് ഇൻ അറസ്റ്റ് ഓഫ് ബ്ലീഡിങ്, ടെമ്പററി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണിത്. ഇത് നമ്മൾ എഴുതുക. സോ വാസ്കുലർ ഇഞ്ചുറി ഉണ്ടായി, ഓക്കെ, എക്സ്പോഷർ ഓഫ് ദ കൊളാജൻ ഓഫ് എൻഡോത്തീലിയം. ഇനി വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആൻഡ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് കോംപ്ലെക്സ് വന്നു, അത് എക്സ്പോസ്ഡ് കൊളാജനിലേക്ക് അഡ്ഹിയർ ചെയ്തു. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ അഗ്രിഗേഷൻ നടക്കും ആൻഡ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്തു. ഇനി 2 കാര്യങ്ങൾ സംഭവിക്കും. ത്രോംബോക്സിൻ 8 സെറട്ടോണിൻ റിലീസ്ഡ് ആൻഡ് അതുവഴി വാസോസ്പാസം, ടെമ്പററി പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, അറസ്റ്റ് ഓഫ് ബ്ലീഡിങ്. സെറട്ടോണിൻ ഒരു വാസോ കൺസ്ട്രിക്ടർ ആണ്, അതാണ് വാസോസ്പാസം എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ബ്ലഡ് കൊയാഗുലേഷൻ പാത്വേ. അതായത് ഇത് ഇനി പറയാൻ പോകുന്ന കാര്യം സെക്കൻഡറി ഹീമോസ്റ്റാസിസിൻ്റെ പാർട്ടാണ്.
ഈ ബ്ലഡ് കോയാഗുലേഷനിൽ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്, വിച്ച് ഇസ് ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിനേസ്, കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ ആൻഡ് കൺവേർഷൻ ഓഫ് ഫൈബ്രിനോജൻ ടു ഫൈബ്രിൻ. ഓക്കെ, അപ്പം ഇനീഷ്യലി പ്രോത്രോംബിനേസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി നമ്മൾ പ്രോത്രോംബിനേസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ദറ്റ് ഈസ് എക്സ്ട്രിൻസിക് പാത്വേയിൽ ഒരു വാസ്കുലർ ഇഞ്ചുറി നടന്നു, അപ്പോൾ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസായി, റൈറ്റ്. അപ്പം 7 to 7A, 7A ആക്ടിവേറ്റഡ് ഫാക്ടർ 7A എന്ത് ചെയ്യും, 10 to 10A ഉണ്ടാക്കും. ഇനി ഇൻട്രിൻസിക് പാത്വേയിൽ വാസ്കുലർ ഇഞ്ചുറി വഴി 12, ദറ്റ് ഈസ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം 10 എന്നുള്ളൊരു കാര്യമാണ്. ദറ്റ് ഈസ് 12, 11, 9. ഓക്കെ, 12 12A ആവും, 11 11A ആവും, 9 9A ആവും. ഓക്കെ, ആൻഡ് 8 to 8A ഉണ്ടായി, അപ്പം 9Aയും 8A, അപ്പോൾ അത് വെച്ചിട്ട് 10 to 10A ആവും. അപ്പം ദിസ് ഇസ് ദ ഫൈനൽ കോമൺ പാത്വേ. ഓക്കെ, വി ഗോട്ട് ഇൻ ടു ദ ഫൈനൽ കോമൺ പാത്വേ. നൗ ഈ 10Aയും പ്രോത്രോംബിനേസ് ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് പ്രോത്രോംബിൻ എന്താവും, ത്രോംബിനാവും. ആൻഡ് ത്രോംബിൻ്റെ പ്രസൻസിൽ ഫൈബ്രിനോജൻ ഫോംസ് ഫൈബ്രിൻ, ആൻഡ് ഈ ഫൈബ്രിൻ 13 to 13Aയുടെ പ്രസൻസിൽ സ്റ്റെബിലൈസ്ഡ് ക്ലോട്ട് ഫൈബ്രിൻ പോളിമർ ഫോം ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബ്ലഡ് കോയാഗുലേഷൻ്റെ മെക്കാനിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് യു ഹാവ് ടു നോ അബൌട്ട് ക്ലോട്ട് റിട്രാക്ഷൻ. ത്രോംബോസ്റ്റെനൻ ഇസ് ദെയർ ഇൻ പ്ലേറ്റ്ലെറ്റ്, അത് കോൺട്രാക്ട് ചെയ്യും, അപ്പോൾ ക്ലോട്ട് ഷ്രിങ്ക് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, സെറം സ്ക്വീസ് ഔട്ട് ചെയ്യും. അപ്പോൾ ക്ലോട്ട് റിട്രാക്ട്സ്, പുൾസ് ദ എഡ്ജസ് ഓഫ് ദ ഡാമേജ് വെസൽ ആൻഡ് ക്ലോസ് ടുഗെദർ. സെറം ഡസ് നോട്ട് ക്ലോട്ട്. കാരണം സെറം ക്ലോട്ട് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഇനി നോർമൽ ക്ലോട്ടിംഗ് ടൈം ഇസ് അറൌണ്ട് 4 to 11 minutes ആണ്. ക്ലോട്ട് റിട്രാക്ഷൻ ടൈം ഇസ് 30 to 60 minutes ആണ്. ഇനി അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ബ്ലീഡിംഗ് ടൈം, ക്ലോട്ടിംഗ് ടൈം അസസ് ചെയ്യുന്ന ടെസ്റ്റും ഇൻ്റർപ്രിട്ടേഷൻസും. ഓക്കെ, ബ്ലീഡിംഗ് ടൈം എന്ന് പറയുമ്പം ഡ്യൂക്സ് മെത്തേഡും ഐവീസ് മെത്തേഡും ഉണ്ട്. ഡ്യൂക്സ് മെത്തേഡിന് ഒരു 1 to 5 minutes ആയിരിക്കും വരിക. ഐവീസ് മെത്തേഡിന് ഒരു 5 to 11 minutes ആയിരിക്കും നോർമൽ ബ്ലീഡിംഗ് ടൈം വരുന്നത്. ഇനി ക്ലോട്ടിംഗ് ടൈമിന് there is 2 methods, കാപ്പിലറി ട്യൂബ് മെത്തേഡും ലീവൈറ്റ് മെത്തേഡും. കാപ്പിലറി ട്യൂബ് മെത്തേഡ് 2 to 8 minutes വരിക. ഓക്കെ, ലീവൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 5 to 12 minutes വരിക. സോ ഇത്രയും ടെസ്റ്റ് ഉണ്ടെന്നും ഇതിൻ്റെ നോർമൽ വാല്യൂസും പഠിച്ചു വെക്കണം. So we move on to the next question. Okay, we move on to the next question. 18 hours after arrival at an altitude of 12,000 feet, a man has headache, irritability, insomnia, breathlessness, nausea, vomiting. Answer the following question. ഇവിടെ ഒരാൾ ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോയി എന്ന് പറഞ്ഞുള്ള ഒരു ഹിസ്റ്ററിയാണ് തന്നിരിക്കുന്നത്. സോ വാട്ട് ഇസ് ഈ സഫറിങ് ഫ്രം? ഇറ്റ്സ് മോസ്റ്റ് പ്രോബബ്ലി മൗണ്ടൻ സിക്നെസ് ആയിരിക്കാം. What are the changes taking place in body system during acclimatization of to high altitude? What is this acclimatization ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഒരാൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ അഡാപ്റ്റേഷൻസ്, എന്തൊക്കെ ചേഞ്ചസ് ആണോ ആളുടെ ബോഡിയിൽ നടക്കുന്നത് ടു കോപ്പ് അപ്പ് വിത്ത് ദി ചേഞ്ചസ് അറൗണ്ട് ഹിം, അതാണ് acclimatization. So various physiological readjustments and compensatory mechanisms in the body that reduce the effects of hypoxia and permanent residence at high altitude, that is called as acclimatization. ഇനി ഇതിൻ്റെ മെക്കാനിസംസ് പഠിക്കാനുണ്ട്. One is pulmonary ventilation increase ചെയ്യും. അപ്പം സെൻസിറ്റിവിറ്റി ഓഫ് ദ റെസ്പിറേറ്ററി സെൻറ്റർ ടുവേർഡ്സ് ഹൈപ്പോക്സിയ ഇൻക്രീസ് ചെയ്തു, അങ്ങനെ വെന്റിലേഷൻ കൂടി. പിന്നീട് increased amount of 2-3 dpg, അപ്പം റൈറ്റിലേക്ക് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റ്. ഇനി റൈസ് ഇൻ HB കൺസെൻട്രേഷൻ, അങ്ങനെ ഹൈപ്പോക്സിയ ഉണ്ട്, അപ്പോൾ പവർഫുൾ സ്റ്റിമുലസ് ആണ്, അപ്പം ദാറ്റ് ഇസ് ട്രിഗറിങ് എറിത്രോപോയറ്റിൻ, അങ്ങനെ എറിത്രോപോയസിസ് കൂടി HB കൺസെൻട്രേഷൻ റൈസ് ചെയ്തു. ഇനി ചേഞ്ചസ് ഇൻ ദ ടിഷ്യൂ ലെവൽ ടു റെഡ്യൂസ് ദ ഇഫക്റ്റ് ഓഫ് ഹൈപ്പോക്സിയ, മൈറ്റോകോൺട്രിയ കൂടി, ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് കൂടി, സൈറ്റോക്രോം ഓക്സിഡേസ് കൂടി, മയോഗ്ലോബിൻ കൂടി, അങ്ങനെ മൂവ്മെൻറ്റ് ഓഫ് ഓക്സിജൻ ഇൻ ടു ടിഷ്യൂസ് ഫെസിലിറ്റേറ്റഡ് ആവും. ദെൻ ദർ ഇസ് ആൻ ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി ഓഫ് ഹൈപ്പോക്സിക് ടിഷ്യൂസ്. അപ്പോൾ ഹൈപ്പോക്സി എന്ത് ചെയ്യും, ടിഷ്യൂ കാപ്പിലറി ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ മോർ കാപ്പിലറീസ് ഓപ്പൺ അപ്പ്. അപ്പോൾ ഹൈപ്പോക്സിയ കോസസ് വാസോഡൈലറ്റേഷൻ, അപ്പോൾ കൂടുതൽ ഓക്സിജൻ ക്യാൻ ബി സപ്ലൈഡ് ഇൻ ടു ദി ടിഷ്യൂസ് എന്നാണ്. ഇനി ഇൻക്രീസ്ഡ് ഡിഫ്യൂഷൻ കപ്പാസിറ്റി ഓഫ് ലങ്സ് ഫോർ ഓക്സിജൻ, ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു നമ്പർ ഓഫ് പൾമണറി കാപ്പിലറി കൂടും, പൾമണറി വാസോഡൈലറ്റേഷൻ വരും, ആൻഡ് ഇൻക്രീസ് ഇൻ പൾമണറി ബ്ലഡ് ഫ്ലോ. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി ദ മെക്കാനിസം. സോ മൗണ്ടൻ സിക്നസ് എന്താണെന്ന് ചോദിച്ചാൽ ദർ വിൽ ബി നോസിയ, വോമിറ്റിംഗ്, ഹെഡ് ഏക്ക്, ഇൻസോംനിയ, ഡിസ്നെ, ഇറിറ്റബിലിറ്റി ഫോർ പേഴ്സൺസ്. എന്താ ആദ്യമായിട്ട് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അസെൻസ് അപ്പ് ചെയ്യുന്ന ആദ്യത്തെ കുറച്ച് ടൈം ഒരു 8 to 12 hours ആഫ്റ്റർ അറൈവൽ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ലാസ്റ്റ് അബൌട്ട് ഒരു 4 to 8 days. അപ്പോഴത്തേക്കും ഹി സ്റ്റാർട്ട്സ് അഡാപ്റ്റിംഗ് ടു ദ സിറ്റുവേഷൻ. The exact cause is not known, but it appears to be associated with the cerebral edema and alkalosis. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ദ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ദി ചേഞ്ചസ്. അതെല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ പറയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് എവറിത്തിങ് ക്ലിയർ? Okay, let's move on to the next question. Okay, a 16-year-old boy had continuous oozing of blood after a tooth extraction for caries. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എന്താ ടൂത്ത് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു, കണ്ടിന്യൂസ് ഊസിങ് ഓഫ് ബ്ലഡ് വന്നു. ഓക്കെ, ദ പ്രോബബിൾ കോസസ് ഹീമോഫീലിയ. Probable causes hemophilia. Okay, probable causes hemophilia. Okay, next നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് ദ എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് ക്ലോട്ടിങ്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിസം ആണ്. സോ എൻറ്റയർ പാത്വേ വരയ്ക്കുക, എന്നിട്ട് എക്സ്ട്രിൻസിക് പാത്വേ മാത്രം ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹെപ്പാരിൻ ആസ് എൻ ആൻറ്റി കൊയാഗുലൻറ്റ്. ഓക്കെ, അപ്പം ഹെപ്പാരിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഓക്കെ, ഹെപ്പാരിൻ എന്ത് ചെയ്യും, ആൻറ്റി ത്രോംബിൻ 3നെ പൊട്ടൻഷ്യേറ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ഇൻഹിബിറ്റ്സ് ഫാക്ടേഴ്സ് 9, 10, 11 and 12. മേ ബി ഇതൊരു 1 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ഇതാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഇതാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വേർ ഇസ് ഇറ്റ് യൂസ്? DVT, MI, പൾമണറി എംബോളിസം, ഹീമോഡയാലിസിസിലൊക്കെ ഇത് യൂസ് ചെയ്യും. ആൻഡ് റിമെമ്പർ ഹെപ്പാരിൻ ടോക്സിസിറ്റിയുടെ ആൻറ്റിഡോട്ട് ഇസ് പ്രോട്ടമിൻ സൾഫേറ്റ്. അതാണ് അവർ ചോദിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ. ഓക്കെ, മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹെപ്പാരിൻ നമ്മൾ 2 പോയിന്റും പറഞ്ഞു. ഇനി റോൾ ഓഫ് വൈറ്റമിൻ കെ ഇൻ ക്ലോട്ടിങ്. റിമെമ്പർ വൈറ്റമിൻ കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫാക്ടേഴ്സ് 2, 7, 9, 10 പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുക. സോ വൈറ്റമിൻ കെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2, 7, 9, 10 ആണ്. ആൻഡ് ഇറ്റ് ഇസ് എഫക്റ്റഡ് ഇൻ ലിവർ ഡിസീസ്, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, പ്രിമച്വർ ഇൻഫൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് വൈറ്റമിൻ കെ ആൻറ്റഗോണിസ് ലൈക്ക് വാർഫാറിനൊക്കെ യൂസ് ചെയ്യുമ്പം. അപ്പോൾ ഇതാണ് ബേസിക്കലി റോൾ ഓഫ് വൈറ്റമിൻ കെ ഇൻ കൊയാഗുലേഷൻ. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ വൈ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഇൻറ്റേർണലി വിതിൻ ദ ബോഡി. എന്തുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ലാന്ന് ചോദിച്ചാൽ, ബ്ലഡ് ഇസ് ഓൾവേസ് ഇൻ എ കോൺസ്റ്റൻറ്റ് മോഷൻ. പിന്നെ വാസ്കുലർ എൻഡോത്തീലിയം ഇസ് സ്മൂത്ത് ആൻഡ് പ്രിവെൻറ്റ്സ് പ്ലേറ്റ്ലെറ്റ് അഡിഷൻ അഗ്രിഗേഷൻ ഒക്കെ ഉണ്ടായാൽ മാത്രമേ എന്ത് വെച്ചു ക്ലോട്ടിങ് നടക്കുള്ളൂ. സോ ലിവർ റിമൂവ്സ് ആക്ടിവേറ്റഡ് ഫാക്ടേഴ്സ്. പിന്നെ ഇൻട്രാവാസ്കുലർ ആൻറ്റി കൊയാഗുലൻസ് ഉണ്ട്, ലൈക്ക് എൻഡോത്തീലിയൽ സർഫസ് ഫാക്ടർ, ഹെപ്പാരിൻ, ആൻറ്റിത്രോംബിൻ 3 ആൻഡ് ഫൈബ്രിൻ ത്രെഡ്, ആൽഫ ടു ഗ്ലോബുലിൻ, ഫൈബ്രിനോലൈറ്റിക് സിസ്റ്റം പോലുള്ളവ. സോ ദാറ്റ് ഈസ് വൈ ബ്ലഡ് ഡസ് നോട്ട് ക്ലോട്ട് ഇൻ വൈവോ. ഐ ഹോപ്പ് ദിസ് ആൻസർ ഇസ് ക്ലിയർ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൗ. Okay, so a 12-year-old girl child complains of lethargy and fatigability for the last 3 months. Okay, physical examination നോക്കുമ്പോൾ നമുക്ക് പാലർ കിട്ടിയിട്ടുണ്ട് ആൻഡ് റുട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ എത്ര കിട്ടി? 8 gram/% കിട്ടി. ആൻഡ് പെരിഫറൽ സ്മിയർ നോക്കിയപ്പോൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് RBCs കിട്ടി. Now you have to know what is the clinical condition. It is iron deficiency anemia. Okay, what is the cause എന്ന് ചോദിച്ചാൽ ബേസിക്കലി അയൺ ഡെഫിഷ്യൻസി അനീമിയ. നമ്മൾ നേരത്തെ അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ കോസ് പറഞ്ഞപ്പം ഉള്ള കോസാണ് ഇവിടെ എഴുതേണ്ടത്. Now define anemia എന്ന് ചോദിച്ചാൽ anemia is a clinical condition characterized by decrease in oxygen carrying capacity of the blood due to either decrease in the number of RBC or their content of HB or both. ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനിഷൻ ഓഫ് അനീമിയയിൽ വരുന്നത്. ക്ലാസിഫൈ അനീമിയ ബേസ്ഡ് ഓൺ ഇറ്റിയോളജി. we've done that question. ആ ഫ്ലോ ചാർട്ട് ഇവിടെ വരയ്ക്കുക. ഓക്കെ, ഈ ഒരു ഫ്ലോ ചാർട്ട് അവിടെ വരയ്ക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്യൂമറേറ്റ് ദ സ്റ്റേജസ് ഓഫ് എറിത്രോപോയസിസ് ആൻഡ് ഡിസ്കസ് ദി ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗ് ദം.
സോ എറിത്രോപോയസിൻ്റെ സ്റ്റേജസും ഫാക്ടേഴ്സ് റെഗുലേറ്റിംഗുമാണ് നമുക്കിവിടെ എഴുതാനുള്ളത്. സോ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇസ് ഒരു കോളനി ഫോമിങ് യൂണിറ്റ് ഉണ്ട് ഓഫ് എറിത്രോയിഡ് സീരീസ്. അതിനെയാണ് നമ്മൾ ഹീമോസൈറ്റോബ്ലാസ്റ്റ് എന്ന് പറയാം. ഇതിൽ നോക്കിയാൽ തന്നെ ഒരു ബേസോഫിലിക് സൈറ്റോപ്ലാസവും ന്യൂമറസ് ന്യൂക്ലിയോലൊക്കെ കാണും. അതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ പ്രോ എറിത്രോബ്ലാസ്റ്റ് ഉണ്ട്, ഒരു 2 to 3 ന്യൂക്ലിയോലയും നല്ല ബേസോഫിലിക് ആയിട്ടുള്ള സൈറ്റോപ്ലാസും ഒക്കെ ഉള്ള ഒരു സ്റ്റേജാണ് പ്രോ എറിത്രോബ്ലാസ്റ്റ് എന്നുള്ളത്. സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, ന്യൂക്ലിയസിൻ്റെ സൈസിൻ്റെ കാര്യം നോക്കുക. അതൊക്കെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ അത് എഴുതണം എന്നില്ല എക്സാമിന്. സോ അറിയേണ്ടത് സൈറ്റോപ്ലാസത്തിൻ്റെ കളർ, ന്യൂക്ലിയോലൈൻ്റെ ഡിസപ്പിയറൻസ് അറിയണം, ഹീമോഗ്ലോബിൻ വരുന്നുണ്ടോ എന്ന് അറിയണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ ഒരു സ്പോക്സ് ഉള്ള കാർട്ട് വീൽ ഷേപ്പ് ന്യൂക്ലിയസ്, റെറ്റിക്കുലം ഫോർമേഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ പറയേണ്ടത്. മെയിൻലി ഈ ഒരു ഡയഗ്രമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഏർലി നോർമോബ്ലാസ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും സൈസ് ഇതിന് കമ്പയർ ചെയ്ത് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ന്യൂക്ലിയോലയൊക്കെ ഡിസപ്പിയർ ചെയ്ത് പോയിട്ടുണ്ട്. അഗെയിൻ ബേസോഫിലിക് സൈറ്റോപ്ലാസമാണ്. പിന്നെ ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റിലേക്ക് വരുമ്പം യു ക്യാൻ സി ഇവിടെ കുറച്ച് റെഡ് ആയിട്ട് വന്നു. സോ ഇറ്റ്സ് കോൾഡ് ഓർത്തോക്രോമിക് നോർമോബ്ലാസ്റ്റ്, അല്ലെ, ഇൻ്റർമീഡിയറ്റ് നോർമോബ്ലാസ്റ്റ് ആണ്. ഓർത്തോക്രോമിക് സോ പോളിക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റ്. സോ ഇവിടെ HB പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ കാർട്ട് വീൽ ഷേപ്പ് ന്യൂക്ലിയസ് വന്നിട്ടുണ്ട്. സോ ലേറ്റ് നോർമോബ്ലാസ്റ്റ് ഓർ ഓർത്തോക്രോമാറ്റിക് നോർമോബ്ലാസ്റ്റിലേക്ക് വരുമ്പോൾ യു ക്യാൻ സി HB പ്രൊഡക്ഷൻ കൂടി, പിക്നോട്ടിക് ന്യൂക്ലിയസ് വന്നു. സോ പിക്നോട്ടിക് ന്യൂക്ലിയസ് ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ റെറ്റിക്യുലോസൈറ്റ് വിത്ത് ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി പോയിട്ട് ഒരു റെറ്റിക്കുലം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ദെൻ കമ്മിങ് ടു എറിത്രോസൈറ്റ്, കംപ്ലീറ്റ്ലി ഡിവോയിഡ് ഓഫ് ന്യൂക്ലിയസ്, 7 മൈക്രോൺസ് ഡയമീറ്റർ ഒക്കെയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൻ്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എറിത്രോപോയസിസിൽ 3 സെറ്റ് ഓഫ് ഫാക്ടർ: ദ ജനറൽ ഫാക്ടർ, ദ മെച്ചുറേഷൻ ഫാക്ടർ ആൻഡ് ഫാക്ടർ നെസസറി ഫോർ ഹീമോഗ്ലോബിൻ സിന്തസിസ്. അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ്, എറിത്രോപോയിറ്റിൻ, ഹോർമോൺസ്, ആൻഡ്രോജൻ, ഈ ലൈക്ക് ഒരു മിനിറ്റ്. Okay, so hormones like androgen, estrogen, thyroxine, growth hormone, prolactin, ACTs, പിന്നെ ലിപ്പിഡ്സ്, ഇത്രയാണ് നമ്മൾ ജനറൽ ഫാക്ടേഴ്സിൽ വരിക. ഇനി വരുന്നത് മെച്ചുറേഷൻ ഫാക്ടേഴ്സ് ലൈക്ക് ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, ഇൻട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ കാസിൽ ഇൻട്രിൻസിക് ഫാക്ടർ. ഇനി ഫോർ ഹീമോഗ്ലോബിൻ സിന്തസിസ് ആർ പ്രോട്ടീൻ, അയൺ, പിന്നെ കോപ്പർ, കൊബാൾട്ട്, നിക്കൽ, വൈറ്റമിൻ D, C, D, E, ഇതൊക്കെയാണ് എവിടെ വരുന്നത്? ഫാക്ടേഴ്സ് നെസസറി ഫോർ ഹീമോഗ്ലോബിൻ സിന്തസിസിൽ വരുന്നത്. ഓക്കെ, സോ എറിത്രോപോയസിസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടതാണ്. ഫസ്റ്റ് തിങ് ഇസ് എറിത്രോപോയിറ്റിൻ. റിമെമ്പർ, കിഡ്നിയാണ് എറിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത്. എറിത്രോപോയസിസ് കൂടും, അതിൻ്റെ ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത്. അടുത്തത് ഹൈപ്പോക്സിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ഹൈപ്പോക്സിയ ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? നമ്മളുടെ ലിവർ കഫർ സെൽസും പെരിട്യൂബുലർ കാപ്പിലറി ഇൻഡസ്ട്രീഷ്യൽ സെൽ ഓഫ് ദ റീനൽ കോർട്ടെക്സും ഒക്കെ എറിത്രോപോയിറ്റിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ആക്ട്സ് ഓൺ ദ റെഡ് ബോൺ മാരോ ആൻഡ് RBC പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, HB ലെവൽ ഇൻക്രീസ് ചെയ്യും, ഓക്സിജൻ സപ്ലൈ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഹോർമോൺസ്, ടെസ്റ്റോസ്റ്റെറോൺ, തൈറോക്സിൻ, കോർട്ടിക്കോസ്റ്റെറോയിഡ്, ഗ്രോത്ത് ഹോർമോൺ, ഫീവേഴ്സ്, ആൻഡ് estrogen inhibits erythropoiesis. So that's again important. Estrogen inhibits erythropoiesis. പിന്നെ hematopoietic growth factors ഉണ്ട്. These are interleukins and the stem cell factors generally induce the proliferation of pluripotent stem cells. പിന്നെ നമുക്ക് അറിയേണ്ടത് കുറച്ച് മെച്ചുറേഷൻ ഫാക്ടർ, വൈറ്റമിൻ B12, ഫോളിക് ആസിഡ്, അയൺ, CIF, ഡയറ്ററി ഫാക്ടേഴ്സ്, ഇതൊക്കെയാണ്. സോ ഇത്രയും ഫാക്ടേഴ്സ് എലാബറേറ്റ് ചെയ്ത് നമ്മൾ എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആൻസറിൽ എഴുതാനുള്ളത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Okay, so let's move on to the next question. A 55-year-old man is brought to the casualty after a road traffic accident. So he was disoriented and irritable. On examination, blood pressure 90/40 mmHg. So respiratory rate is 24 per minute and pulse rate was
150 per minute. So ECG did not show any abnormality. So ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നതും ഷോക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസോറിയൻറ്റഡ് ഇറിറ്റബിൾ ആണ്, ബ്ലഡ് പ്രഷർ ഡ്രോപ്പ് ചെയ്തു. സോ ഇറ്റ് ഇസ് ഷോക്ക്. റൈറ്റ്, ഇറ്റ് ഇസ് ഷോക്ക്. ഓക്കെ, സോ വാട്ട് ആർ ദി ഫിസിയോളജിക്കൽ ബേസിസ് ഫോർ ദ ക്ലിനിക്കൽ ഫീച്ചർ? ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സിംറ്റംസിൻ്റെ ഫിസിയോളജിക്കൽ ബേസിസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് പെർഫ്യൂഷൻ, കോൾഡ്, പെയിൽ, സയനോസ്ഡ് സ്കിൻ, ഒളിഗ്യൂറിയ, അന്യൂറിയ, ഇൻറ്റൻസ് തേഴ്സ്റ്റ്, ഇത്രയൊക്കെ ഉണ്ടാവും. പിന്നെ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ കാരണം റാപ്പിഡ് ത്രെഡി പൾസും സ്വെറ്റിംഗ് കൂടും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവും. മെറ്റബോളിക് അസിഡോസിസ് കാരണം ദർ ഇസ് എ റാപ്പിഡ് റെസ്പിറേഷൻ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേഷൻ, അലേർട്ട്നെസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ്. പിന്നെ ഹൈപ്പോവോളീമിക് ഷോക്ക് സബ് ഡിവൈഡഡ് ഇൻറ്റു ഹെമറാജിക്, ട്രോമാറ്റിക്, സർജിക്കൽ, ഡീഹൈഡ്രേഷൻ ഷോക്ക്. സോ ഇത്രയും കാര്യങ്ങൾ ആണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നത്. പിന്നെ നമുക്ക് അറിയേണ്ടത് മാനേജ്മെൻറ്റ് ഓഫ് ഷോക്കാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഡിസ്ക്രൈബ് ദി ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ്. ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ ബാരോ റിസെപ്റ്റർ റിഫ്ലെക്സ് ഒരു റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട്. റൈറ്റ്, സോ we'll move on to the next question now. A 20-year-old boy, okay, climbing a mountain, suffered from shortness of breath. Shortness of breath after reaching 3,200 meters from the sea level. Answer the following question. Define hypoxia. Hypoxia definition either. So hypoxia is nothing but it is the oxygen deficiency at the tissue level. അടുത്ത ഇത് ചോദിച്ചിരിക്കുന്നത് the probable cause of hypoxia in this case. So hypoxia is basically characterized by a low arterial PO2 when oxygen carrying capacity of the blood and rate of blood flow to the tissues are normal or elevated. ഇനി ഹൈപ്പോക്സിയ വരുന്ന കണ്ടീഷൻസ് ആണ് ന്യൂമോണിയയും ഹൈ ഓൾട്ടിറ്റ്യൂഡും. അപ്പം ആർട്ടീരിയൽ PO2 ലോ ആണ്, ഓക്കെ, ബട്ട് ബ്ലഡ് ഫ്ലോ ടു ദ ടിഷ്യൂവും കപ്പാസിറ്റി ഓഫ് ബ്ലഡ് ഫ്ലോ ഒക്കെ, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ് ഫ്ലോ ഒക്കെ നോർമലാണ്. ഓക്കെ, സോ പ്രോബബിൾ കേസ് ഓഫ് ഹൈപ്പോക്സിയ ഇൻ ദിസ് കേസ് എന്ന് പറഞ്ഞാൽ ആളെന്താ, ഹീസ് ക്ലൈംബിങ് എ മൗണ്ടൻ. അപ്പം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവായിരിക്കും. സോ ഓക്സിജൻ റീച്ചിങ് ദി ബ്ലഡും കുറവാണ്. സോ ദാറ്റ് ഇസ് ദ റീസൺ ഫോർ ഹൈപ്പോക്സിയ ഹിയർ. സോ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോക്സിയ. ഫസ്റ്റ് അറിയേണ്ടത് 4 ടൈപ്പ് ഓഫ് ഹൈപ്പോക്സിയ ആണുള്ളത്. ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ, അനീമിക് ഹൈപ്പോക്സിയ, സ്റ്റാഗ്നന്റ് ഹൈപ്പോക്സിയ ആൻഡ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. സോ ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയയുടെ എക്സാമ്പിളാണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഈ കണ്ട ക്ലിനിക്കൽ സിനേറിയോ എന്ന് പറയുന്നത്. അനീമിക് ഹൈപ്പോക്സിയ ഡ്യൂ ടു സിവിയർ അനീമിയ, സ്റ്റാഗ്നന്റ് ഹൈപ്പോക്സിയ ഡ്യൂ ടു ലെഫ്റ്റ് വെൻട്രിക്കുലർ ഫെയിലിയർ ആൻഡ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ ഡ്യൂ ടു HCN പോയ്സണിങ്. ഓക്കെ, ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എങ്ങനെയായിരിക്കും? ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയയിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ എല്ലാം അത് നോർമലാണ്, അല്ലെങ്കിൽ നോർമലാകും, കൂടാം, കുറയാം, എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഓക്കെ, അടുത്തത് ഇത് ആൽവിയോളാർ എയറിലെ കാര്യം പറഞ്ഞത്. അടുത്തത് ആർട്ടീരിയൽ ബ്ലഡിലെ PaO2 എന്ന് പറയുന്നത് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയയിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഹിയർ ഇറ്റ് ക്യാൻ വേരി. ഓക്കെ, ഓക്സിജൻ കണ്ടൻറ്റ്. ഓക്കെ, ഓക്സിജൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയയിലും അനീമിക് ഹൈപ്പോക്സിയയിലും കുറഞ്ഞിട്ടുണ്ടാവും. ബാക്കി കേസസിൽ ഇറ്റ് ക്യാൻ വേരി. ആൻഡ് ആർട്ടീരിയൽ ആൻഡ് വീനസ് ഓക്സിജൻ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ആർട്ടീരിയൽ വീനസ് ഓക്സിജൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ലെവലിൽ കാണുന്ന ഓക്സിജനും വീനസ് ലെവലിൽ കാണുന്ന ഓക്സിജനും അതിൽ തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇത് ഹൈപ്പോക്സിക് അനീമിക് ഹൈപ്പോക്സിയയിൽ വേരിയേഷൻസ് വരാം. സ്റ്റാഗ്നൻറ്റിലും ഹിസ്റ്റോടോക്സിക്കിലും ഇത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഈ ഒരു ടേബിളാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോക്സിയ. ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പോക്സിയ. 100% ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുക 3 atmosphere പ്രഷറിൽ. സോ ദെയർബൈ പ്ലാസ്മ കൺസെൻട്രേഷൻ, ഓക്കെ, increase in the amount of dissolved oxygen in plasma. So thereby oxygen toxicity ഒരു most common cause ആവാം. When 100% oxygen is administered at 3 atmosphere pressure, the amount of oxygen dissolved oxygen in arterial blood will increase to 6 ml per 100 ml. So അതുകൊണ്ടാണ് നമ്മൾ ഹൈപ്പർബാറിക് ഓക്സിജൻ തെറാപ്പി ഹൈപ്പോക്സിയയിൽ കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ അറിയേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സയനോസിസ് ആൻഡ് ദ കോസസ്. ഫസ്റ്റ് നമ്മൾ എഴുതണം വാട്ട് ഇസ് സയനോസിസ്.
It's a clinical condition. Okay, bluish discoloration of the skin and mucous membrane വരുന്ന ഒരു clinical condition. And എപ്പോഴാണ് സൈനോസിസ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ when more than 5 gram of reduced HB വരുമ്പോഴാണ് present in the local blood. രണ്ട് type of cyanosis ആണ് കാണുക. Central cyanosis. Okay, that is due to heart or lung disease, hyperkinetic circulation കാരണം right to left ഷണ്ടിലൊക്കെ പ്രശ്നം വരുമ്പോൾ ഷണ്ടിങ് ഓഫ് ബ്ലഡ് ഇൻ ദ റൈറ്റ് ടു ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ. ഇനി ടങ് ആൻഡ് ലിപ്പിലൊക്കെയാണ് സെൻട്രൽ സൈനോസിസ് കാണുന്നത്. ഇൻ കമ്മിങ് ടു പെരിഫറൽ സൈനോസിസ് ലോക്കൽ കോസസ് ഉണ്ട്. സിവിയർ വാസോ കൺസ്ട്രക്ഷൻ കാണും. ഓക്കെ, ഇനി ഫിംഗർ ടിപ്സിലും ടോസിലും ഒക്കെയാണ് കാണുക. ദർ ഇസ് എ റിഡക്ഷൻ ഇൻ ബ്ലഡ് ഫ്ലോ ടു ദ ടിഷ്യൂ വൈൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ദ ടിഷ്യൂ റിമെയിൻസ് ദ സെയിം. ഓക്കെ, കോൾഡ് ബ്ലൂ എക്സ്ട്രീമിറ്റീസ് കാണാം. സോ രണ്ട് ടൈപ്പ് ഓഫ് സൈനോസിസിൻ്റെ ഡെഫിനിഷൻ ഇത്ര ഈ ക്വസ്റ്റ്യനിൽ എഴുതണം. മെയിൻലി എവിടെയൊക്കെ കാണും ഇത്ര എഴുതാം. ഓക്കെ, നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് 2021 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ സെൽസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഓക്സിൻറ്റിക് ഗ്ലാൻഡ് ഓഫ് ദി സ്റ്റമക്ക്. With the help of a diagram, explain the mechanism of gastric acid secretion. Okay, so explain the phases of gastric acid secretion. So ഈ ഒരു diagram ആണ് എന്തിനെ കാണിക്കുന്നത്? Structure of gastric gland in the fundus of the stomach നെ കാണിക്കുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിഫറെൻറ്റ് സെൽസ് മാർക്ക് ചെയ്യുക. സർഫസ് മ്യൂക്കസ് സെൽ, മ്യൂക്കസ് നെക്സ് സെൽ, പെറൈറ്റൽ സെൽ, എൻഡോക്രൈൻ സെൽ, ചീഫ് സെൽ, ഇത്രയും മാർക്ക് ചെയ്യാം. പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് സെൽ ആൻഡ് ദിയർ സെക്രീഷൻ. ചീഫ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് പെപ്സിനോജൻ, ലൈപ്പേസ്, റെനിനെയൊക്കെയാണ്. അടുത്ത ഓക്സിൻറ്റിക് പെറൈറ്റൽ സെൽ, HCl, ഇൻട്രിൻസിക് ഫാക്ടർ ഓഫ് കാസ് സെൽ. പിന്നെ മ്യൂക്കസ് സെൽസ് വരുമ്പോൾ മ്യൂക്കസ്. എൻഡോക്രൈൻ സെൽസ് ഓർ ദി APUD സെൽസ് ലൈക്ക് ഗാസ്ട്രിൻ, സൊമാറ്റോസ്റ്റാറ്റിൻ, VIP ഒക്കെ സെക്രീറ്റ് ചെയ്യും. VIP വാസോ ഇൻഹിബിറ്ററി പെപ്റ്റൈഡാണ്. എൻറ്ററോക്രോമാഫിൻ ലൈക്ക് സെൽ, ഹിസ്റ്റമിൻ, സെറട്ടോൺ. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ സെക്രീഷൻസ് ആയിട്ട് വരിക. നൗ ഗാസ്ട്രിക് ആസിഡ് സെക്രീഷൻ്റെ മെക്കാനിസം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇത് നമ്മളുടെ പെറൈറ്റൽ സെല്ലാണ്. ഓക്കെ, ദിസ് ഇസ് ദി കനാലിക്യുലർ മെംബ്രെയിൻ. ഇവിടെ നമുക്ക് H+K+ATPase പമ്പ് കാണാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് മെംബ്രെയിനിൽ ഓക്കെ നമുക്ക് എന്തൊക്കെയുണ്ട്? ദർ ഇസ് എ സോഡിയം പൊട്ടാസ്യം ATPase പമ്പ്. അത് ഈ ഒരു പ്രോസസ്സിന് എനർജി കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോലൈറ്റ്സിൻ്റെ ബാലൻസ് വെക്കുക. പിന്നെ ഒരു ബൈകാർബണേറ്റ് ക്ലോറൈഡ് ചാനലും കൂടി ഉണ്ട്. സോ ഇതറിയാം. ഓക്കെ, സോ അറിയേണ്ടത് പെറൈറ്റൽ സെൽ. ഓക്കെ, പെറൈറ്റൽ സെല്ലിനകത്ത് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ, കാർബോണിക് ആൻഹൈഡ്രേസിൻ്റെ പ്രസൻസിൽ കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ H+ പ്രോട്ടോൺ പമ്പ് വഴി പുറത്തേക്ക് കനാലിക്കുലയിലേക്ക് പോവും. പിന്നെ ഈ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി ക്ലോറൈഡ് ഇതിലേക്ക് വരും. സോ HCl ഇസ് ഗെറ്റിംഗ് പ്രൊഡ്യൂസ്ഡ്. സോ ഇതാണ് ഈ ഒരു മെക്കാനിസം. സോ നെക്സ്റ്റ് ഇസ് എക്സ്പ്ലെയിൻ ദ ഫേസസ്. ഓക്കെ, 3 ഫേസസ് ആണുള്ളത്. സോ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. സോ ഈ ഫ്ലോ ചാർട്ട്സ് ഒക്കെ വരയ്ക്കണം, എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇത് സെഫാലിക് ഫേസും ഗ്യാസ്ട്രിക് ഫേസും ഇൻഡസ്റ്റിനൽ ഫേസും. സെഫാലിക് ഫേസിൻ്റെ മേജർ സ്റ്റിമുലൈ ഇസ് ദ സൈറ്റ് അല്ലെങ്കിൽ തോട്ട് ഓഫ് ടേസ്റ്റ്. അതായത് ഫുഡ് നമ്മൾ സ്റ്റമക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സെഫാലിക് ഫേസ് തുടങ്ങിയിട്ടുണ്ടാവും. വേഗൽ മീഡിയേറ്റഡ് ആണ്. 30 to 50% ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. ഗ്യാസ്ട്രിക് ഫേസ് വരുമ്പോൾ ഇറ്റ് എൻറ്റേഴ്സ് ദ സ്റ്റമക്ക് അല്ലേ. ലോക്കൽ റിഫ്ലെക്സ് റെസ്പോൺസ്, ഗ്യാസ്ട്രിൻ റെസ്പോൺസ് അതൊക്കെ വരും. റെസ്പോൺസ് ടു ഗ്യാസ്ട്രിൻ ഒക്കെയാണ് മേജർ കൺട്രോൾസ് മെക്കാനിസം. 50 to 60% ഓഫ് ദ പ്രൊഡക്ഷൻ സെക്രീഷൻ വരും. ഇൻഡസ്റ്റൈനൽ ഫേസ് വരുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് വൺസ് ഫുഡ് എൻറ്റേഴ്സ് ദി ഡോഡിനം ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ റിഫ്ലെക്സ് ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം. പിന്നെ ഒരു 10% മാത്രമാണ് ആക്ച്വലി ഇതിൻ്റെ സെക്രീഷൻ വരിക. സോ ഇത്രയാണ് ഫേസസിനകത്ത് പറയാൻ പറ്റുക. അടുത്ത ക്വസ്റ്റ്യൻ. 18-year-old boy meets with a road traffic accident. Okay, gets injured and loses 20% of the blood volume. എന്നിട്ട് അവർ ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ ഷോക്ക്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് ദ ബാരോ റിസെപ്റ്റർ മെക്കാനിസം ഓഫ് ബ്ലഡ് പ്രഷർ റെഗുലേഷൻ. അത് ഓൾറെഡി കുറേ ടൈം നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് മേജർ കോസസ്, അതിന് ഈ ഒരു ടേബിൾ പറയാം.
4 ടൈപ്സ് ഓഫ് ഷോക്ക് ഉണ്ട്. ഹൈപ്പോവോളീമിക്, ഡിസ്ട്രിബ്യൂട്ടീവ്, കാർഡിയോജീനിക്, ഒബ്സ്ട്രക്റ്റീവ്. ഹൈപ്പോവോളീമിക്കിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഹെമറാജ്, ട്രോമ, സർജറി, ബേൺസ്, ലോസ് ഓഫ് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇതൊക്കെ വരാം, ലൈക്ക് ഇൻ ഡയറിയലൊക്കെ. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഫെയിൻറ്റിങ്, അനഫിലാക്സിസ്, സെപ്സിസ് ഒക്കെ വരും. കാർഡിയോജീനിക്കിൽ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ഹാർട്ട് ഫെയിലിയർ, വെൻട്രിക്കുലർ അറിത്മിയ. ഒബ്സ്ട്രക്റ്റീവ് ഷോക്കിൽ ടെൻഷൻ, ന്യൂമോതൊറാക്സ്, പൾമണറി എംബോളിസം, കാർഡിയക് ട്യൂമർ, പെരികാർഡിയൽ ടാംപോണൈഡ് ഒക്കെയാണ് വരിക. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ a 45-year-old female complains with fatigue, generalized weakness, and she has observed the appearance of small red dots on skin and gums. അതിനെ നമ്മൾ പെറ്റിക്കി എന്ന് പറയാം. ഓക്കെ, സോ ഇതാണ് പെറ്റിക്കി. So when she was injured during her domestic work, wound bled for a prolonged period. Okay, on examination, investigation, her platelet count at 30,000 per cubic millimeter, and her clotting time was prolonged, and she has no previous history of taking any medication, nor did she suffer from any viral infection. See, she is suffering from a condition called as immune thrombocytic purpura. ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററിയിൽ പറയേണ്ടത്. ഇനി what is the normal platelet count? It's around 2 to 4 lakhs per millimeter cube of blood. And where are they produced? Bone marrow megakaryocytes ഉണ്ട്. അവിടെയാണ് മീൻസ് മെഗാകാരിയോസൈറ്റ് ഇസ് അനദർ നെയിം ഫോർ പ്ലേറ്റ്ലെറ്റ്. ബോൺ മാരോയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നൗ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഇൻ ക്ലോട്ടിംഗ് മെക്കാനിസം. 3 പോയിന്റ്സ് ആയിട്ട് പറയാം. പ്രൈമറി ഹീമോസ്റ്റാസിസിൽ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, ബ്ലഡ് കൊയാഗുലേഷനിലും പ്ലേറ്റ്ലെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്ലോട്ട് റിട്രാക്ഷൻ ഇസ് അനദർ തിങ്. നമ്മൾ പറഞ്ഞു ത്രോംബോസ്തെനൻ, അത് ക്ലോട്ട് റിട്രാക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ 3 പോയിന്റ്സ് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതിയാവും ഫോർ എന്താ പ്ലേറ്റ്ലെറ്റിൻ്റെ റോൾ ഇൻ ഹീമോസ്റ്റാസിസ് അല്ലെങ്കിൽ ക്ലോട്ടിംഗ് മെക്കാനിസം. ഇനി കോസസ് ഫോർ പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി. പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി ഫിസിയോളജിക്കലി ന്യൂ ബോൺസിൽ ഡെഫിഷ്യൻ്റ് ആണ്. പെത്തോളജിക്കലി പെർപ്യൂറ, എപ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, ഹൈപ്പർ സ്പ്ലീനിസം, ഡ്രഗ്സ് ലൈക്ക് ആസ്പിരിൻ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസിൽ പ്ലേറ്റ്ലെറ്റ് ഡെഫിഷ്യൻസി വരാം. ഐ ഹോപ്പ് ദിസ് ആൻസർ ഇസ് ക്ലിയർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എ മാൻ ഹൂ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് had a blood transfusion. So ഇതൊരു blood transfusion നടന്നു. And following which he developed rashes ഉണ്ടായി, severe pallor ഉണ്ടായി. What is the cause of pallor? Okay, and enumerate the hazards of a mismatched blood transfusion. Precautions to be taken. Mention the etiological classification of anemia. Remember, etiological classification of anemia നമ്മൾ already discuss ചെയ്തു. Okay, what is the cause of pallor in this patient? ഈ ഒരു പേഷ്യൻറ്റിന് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തപ്പം മേ ബി ഡ്യൂ ടു സം ഹസാർഡ് ആൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും, മിസ്മാച്ച്ഡ് ബ്ലഡ് ആയിട്ടുണ്ടാവും, മിസ്മാച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഹീമോലൈസിസ് നടന്നിട്ടുണ്ടാവും. ദാറ്റ് മേ ബി ദ കോസ് ഓഫ് പാലർ. ഓക്കെ, ആൻഡ് എന്യൂമറേറ്റ് ദ ഹസാർഡ്സ് ഓഫ് മിസ്മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതിന് ഈ ഫ്ലോ ചാർട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഡ്യൂ ടു എ മിസ്മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, 2 രീതി പറയാം. മിസ്മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനകത്ത് ദർ ഇസ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് കേസസ്. ഇമ്മീഡിയറ്റ് വരുമ്പോൾ ഹീമോലിസിസ്, ഷോക്ക്, റീനൽ ഫെയിലിയർ. ഡിലേഡ് വരുമ്പോൾ ജോണ്ടിസ്. ഡ്യൂ ടു മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇമ്മീഡിയറ്റ്ലി പൈറുജൻ റിയാക്ഷൻ, ഷോക്ക്, സർക്കുലേറ്ററി ഓവർലോഡ്, ഹൈപ്പർകാലീമിയ, ഹൈപ്പോകാൽസീമിയ. പിന്നെ ഡിലേഡ് കേസസിൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്, ഹീമോസിഡറോസിസ്. ഇതാണ് വരുന്നത്. ബേസിക്കലി പാലർ ഇസ് ഡ്യൂ ടു ഡിലേഡ് റെസ്പോൺസ് ആവാം, റിയാക്ഷൻ ടുവേർഡ്സ് ട്രാൻസ്ഫ്യൂഷൻ ആവാം, മേ ബി ഹീമോലൈസിസ് ഹാവ് ടേക്കൺ പ്ലേസ്. സോ 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ. അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ. സി 2 രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കാം. 1 is taken before blood transfusion, 2 to be taken while transfusing the blood. To be taken before blood transfusion, ഡോണറിൻ്റെ കാര്യങ്ങൾ അറിയണ്ടേ. മസ്റ്റ് ബി ഹെൽത്തി വിത്തൗട്ട് എനി ഡിസീസസ് ലൈക്ക് STDs ഉണ്ടാവാൻ പാടില്ല, വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല, മസ്റ്റ് ബി കോമ്പാറ്റബിൾ. പിന്നെ മാച്ചിങ്, ക്രോസ് മാച്ചിങ് ചെയ്യണം. RH ഇൻകോമ്പാറ്റബിലിറ്റി മസ്റ്റ് ബി കൺഫേംഡ്. ഓക്കെ, പിന്നെ precautions while transfusing in the apparatus must be sterile. Temperature of blood transfused must be same as the body temperature.
പിന്നെ transfusion of the blood must be slow, and the sudden rapid infusion of blood into body increases the load on the heart and resulting in many complications. Now let's move on to the next question. So 35-year-old female had come to the medical OPD with complaints of weakness, giddiness, loss of appetite. On examination she was pale. On investigation, RBC count തന്നിട്ടുണ്ട് HB 9 gram person, peripheral smear നമുക്ക് microcytic hypochromic RBC കിട്ടി. Identify the condition. It is microcytic hypochromic anemia or the iron deficiency anemia. ഇനി physiological basis for the condition management. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേജസ് ഓഫ് എറിത്രോപോയസിസ്, ഫാക്ടർ അഫക്റ്റിംഗ്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, now let's move on to the next question. A 42-year-old male, okay, with complaints of severe headache in the morning, okay, with blurring of vision for a week. So severe headache in the morning, blurring of vision, adokke actually high BP യുടെ symptoms ആണ്. For 2 days he complains of severe fatigue, and this morning had an episode of nose bleeding with increased severity of headache, and he reported to the emergency room and was examined by the doctors. No previous history of similar illness. And on examination, blood pressure കണ്ടുപിടിച്ചു 160/110 mmHg. Repeatedly check ചെയ്തപ്പോൾ 158/110. അപ്പോൾ obviously patient is suffering from hypertension. Patient is suffering from hypertension. ഇനി അറിയേണ്ടത് define the term blood pressure. എന്താണ്? That is, arterial blood pressure is defined as lateral thrust that is exerted by the walls of blood vessel by contained blood. ഇനി അറിയേണ്ടത് രണ്ട് ബ്ലഡ് പ്രഷേഴ്സ് ഉണ്ട്. സിസ്റ്റോളിക് ബി പി ഉണ്ട്, ഡയസ്റ്റോളിക് ബി പി ഉണ്ട്, റൈറ്റ്? അതിൻ്റെ നോർമൽ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട്. സിസ്റ്റോളിക് ബി പി ഇസ് 100 to 140 mmHg, ഡയസ്റ്റോളിക് ബി പി 60 to 90 mmHg. സോ അതറിയാം. ഡിഫൈൻ ദ ടേം, വാട്ട് ആർ ദ നോർമൽ വാല്യൂസ് ഓഫ് സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ബി പി. അത് കഴിഞ്ഞു. ലോങ് ടേം റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ആൻഡ് വാട്ട് ആർ ദ നോൺ ഫാർമക്കോളജിക് മെത്തേഡ്സ്. നോൺ ഫാർമക്കോളജിക് മെത്തേഡ്സ് എന്ന് പറയുമ്പം എന്താ, നമ്മൾ മെഡിസിൻസ് അല്ലാണ്ട് ബാക്കി എന്തൊക്കെ പറഞ്ഞു? വെയിറ്റ് റിഡക്ഷൻ, ഡയറ്റ് മോഡിഫിക്കേഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഇനി കമ്മിങ് ടു ലോങ് ടേം റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. സി, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഓർ ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ഷോർട്ട് ടേം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ്റർമീഡിയറ്റ് ഓർ ലോങ് ടേം എന്ന് പറയുമ്പം ഫസ്റ്റ് തിങ് ഇസ് കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റ് മെക്കാനിസം. കാപ്പിലറിയിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടി, അപ്പോൾ എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ദാറ്റ് ഇസ് ബേസിക്കലി അങ്ങനെ ബി പി കുറയും. സോ കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റ് മെക്കാനിസം. ഓക്കെ, സ്ട്രെസ് റിലാക്സേഷൻ മെക്കാനിസം ഉണ്ട്. പിന്നെ എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ. എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു നെറ്റ് വാസോ ഡയലേറ്ററാണ്. സോ അവിടെ ഡയസ്റ്റോളിക് ബി പി കുറയ്ക്കും. ആൻഡ് നോർ എപ്പിനെഫ്രിൻ എന്ത് ചെയ്യും? ബി പി കൂട്ടും. പിന്നെ എ ഡി എച്ചിൻ്റെ റോള് വരുന്നത് ഫേക്കൾട്ടേറ്റീവ് റീഅബ്സോർപ്ഷൻ, കിഡ്നിയുടെ മെക്കാനിസം വഴി ബി പി റെഗുലേറ്റ് ചെയ്യും. പിന്നെ റാസ് മെക്കാനിസം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓട്ടോ റെഗുലേഷൻ എന്ന് പറയുമ്പം എന്താ, ബ്ലഡ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. മയോജീനിക് തിയറി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ലോക്കൽ വാസോ കൺസ്ട്രിക്റ്റർ, ഡയലേറ്റേഴ്സ് ഉണ്ട്. സോ ഇതാണ് ലോങ് ടേം റെഗുലേഷൻ ഓഫ് ഡിക്രീസ് ബ്ലഡ് പ്രഷർ ഡ്യൂറിങ് ഹൈപ്പോവോളീമിയ. ഈ ഒരു ഫ്ലോ ചാർട്ട് എന്തായാലും വരയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, ഹൈപ്പോവോളീമിയയുടെ സമയത്ത് ദർ ഇസ് എ ഡിക്രീസ് ബി പി. അപ്പോൾ ദർ ഇസ് നോ സ്റ്റിമുലേഷൻ ഓഫ് ഏട്രിയൽ റിസെപ്റ്റർ. അപ്പോൾ ഡിക്രീസ്ഡ് ANF, അങ്ങനെ റീനൽ സോഡിയം റിട്ടൻഷൻ, ബി പി കൂടും. ഡിക്രീസ് റീനൽ ബ്ലഡ് ഫ്ലോ, അപ്പോൾ ഇൻക്രീസ് റെനിൻ, അതുവഴി ആൽഡോസ്റ്റിറോൺ റിലീസ് ചെയ്യും. ബ്ലഡ് വോളിയം കൂടി, ബി പി കൂടി. ആൻജിയോടെൻസിൻ 2 വാസോ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻക്രീസ് തേഴ്സ്, ബി പി കൂടി. കാറ്റക്കോൾ അമീൻസ് ബി പി കൂടും. സ്റ്റിമുലേഷൻ ഓഫ് ഹൈപ്പോതലാമിക് ഓസ്മോ റിസെപ്റ്റർ ADH കൂടും. അങ്ങനെ ബ്ലഡ് വോളിയം കൂടിയിട്ട് ബി പി കൂടും. ആൻഡ് കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റ് മെക്കാനിസം, ബ്ലഡ് വോളിയം കൂടി ബി പി കൂടും. സോ ദിസ് ഇസ് ബേസിക്കലി ദ ലോങ് ടേം റെഗുലേഷൻ. ഈ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. പിന്നെ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഗുലേഷൻ ഓഫ് ബി പി ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ. റിമെമ്പർ എൻറ്റയർ തിങ്ങും ഇവിടെ നമ്മൾ സമ്മറൈസ് ചെയ്ത് ഫ്ലോ ചാർട്ടിൽ വരയ്ക്കുക.
എന്നിട്ട് ഷോർട്ട് ടേം റെഗുലേഷന് സബ് ഹെഡിങ് കൊടുക്കുക, ലോങ് ടേം റെഗുലേഷന് സബ് ഹെഡിങ് കൊടുക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക, മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് okay. So next question is a 20-year-old boy, okay, 20-year-old boy was who lost about 2 liters of blood following a road traffic accident. When transfusion ചെയ്തപ്പോൾ ഇത്രയും symptoms ഉണ്ടായി. What can be the cause of the symptoms? അപ്പോൾ നമ്മൾ hazards of blood transfusion ആണ് എന്നുള്ളത് ഈ ഒരു ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സിംറ്റംസ് വന്നതെന്ന് പറയാം. സോ ഹസാർഡ്സ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തൊക്കെയാണ്? മിസ്മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഹീമോലിസിസ്, ഷോക്ക്, റീനൽ ഫെയിലിയർ വരാം. ഡിലേഡ് കാരണം ജോണ്ടിസ് വരാം. മാച്ച്ഡ് ആണെങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി പൈറോജൻ റിയാക്ഷൻ, ഷോക്ക്, സർക്കുലേറ്ററി ഓവർലോഡ്, ഹൈപ്പർകെലിമിയ, ഹൈപ്പോകാൽസീമിയ. പിന്നെ ഡിലേഡ് ആണെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ്, ഹീമോസിഡറോസിസ്, ഇത്രയൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വാട്ട് ഈസ് ലാൻസ്റ്റൈനേഴ്സ് ലോ? ലാൻസ്റ്റൈനേഴ്സ് ലോ പറയുന്നത് ഇഫ് എ പെർട്ടിക്കുലർ അഗ്ലൂട്ടിനോജൻ ഇസ് പ്രസൻറ്റ് ഇൻ ദ RBC, കറസ്പോണ്ടിങ് അഗ്ലൂട്ടിനിൻ ഷുഡ് ബി ആബ്സെൻറ്റ് ഇൻ ദി പ്ലാസ്മ. പിന്നെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ അഗ്ലൂട്ടിനോജൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ദ RBC, കറസ്പോണ്ടിങ് അഗ്ലൂട്ടിനിൻ മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ. Second part of the law is not applicable to RH, MN groups. Okay, exceptions ഉണ്ട് for the second law. So ഇതാണ് ലാൻസ്റ്റൈനറിൻ്റെ ഫസ്റ്റ് ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് ലാൻസ്റ്റൈനേഴ്സ് ലോ. വാട്ട് ഈസ് ദ ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം? ഇപ്പോൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം ഇസ് ബേസ്ഡ് ഓൺ ദിസ് ലാൻസ്റ്റൈനേഴ്സ് ലോ ഓൺലി. അപ്പം ABO ഗ്രൂപ്പിങ്ങിലാണെങ്കിൽ ഇപ്പോൾ A ഗ്രൂപ്പ് ആണെങ്കിൽ A ആൻറ്റിജൻ RBCയിലുണ്ട്, ആൻറ്റി-A ആൻറ്റിബോഡീസ് പ്ലാസ്മയിലുണ്ട്. സോ അങ്ങനെ ഇതാണ് ആക്ച്വലി എന്താ presence of sugars on RBC. അതാണ് basis of blood grouping system. So what are the precautions to be taken? അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now last thing is what is autologous blood transfusion? Okay, autologous blood transfusion എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡോണർ ഉണ്ടാവും, ഒരു റെസിപ്പിയൻ്റ് ഉണ്ടാവും. ഇവിടെ ഡോണറും റെസിപ്പിയൻറ്റും ഒക്കെ ഒരാൾ തന്നെയാണ്. ദറ്റ് ഇസ് കളക്ഷൻ ആൻഡ് റീഇൻഫ്യൂഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ബ്ലഡ്, സെൽഫ് ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന കേസാണ്. ആൻഡ് ഇറ്റ്സ് ഫോർ പ്ലാൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ആൻഡ് ദിസ് പ്രിവെൻറ്റ്സ് ട്രാൻസ്മിഷൻ ഓഫ് വൈറസസ് സച്ച് എസ് HIV, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് SA മാരത്തോൺ. ഇത്രയാണ് ആക്ച്വലി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഹെമറ്റോളജിയിൽ അനീമിയ ഒരുപാട് റിപ്പീറ്റഡ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അനീമിയ, അതേപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതേപോലെ ക്ലോട്ടിങ്. ഓക്കെ, പിന്നെ ക്ലോട്ടിങ്. ഈ 3 ക്വസ്റ്റ്യൻസ് ഹെമറ്റോളജിയിൽ നിന്ന് എന്തായാലും പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. CVS എന്ന് ബ്ലഡ് പ്രഷർ, ഷോക്ക്, ഈ 2 ടോപ്പിക്സ് എന്തായാലും വിടാൻ പാടില്ല, പഠിക്കണം. ഇവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീഷൻ ആൻഡ് പെപ്റ്റിക് അൾസർ ഡിസീസ്. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് പീരിയോഡിക് ബ്രീത്തിങ് വിടരുത്. ആൻഡ് റെഗുലേഷൻ. റീനൽ സിസ്റ്റത്തിൽ നിന്ന് കൗണ്ടർ കറണ്ട് മെക്കാനിസം. ഓക്കെ, സ്കിൻ ആൻഡ് ടെമ്പറേച്ചർ റെഗുലേഷൻ, എക്സ്പോഷർ ടു ഹോട്ട് ആൻഡ് കോൾഡ് ക്ലൈമറ്റ്സ്. അപ്പോൾ ബേസിക്കലി ഇതാണ് എന്താ ഏറ്റവും റിപ്പീറ്റഡ്ലി നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. സോ ഇത്രയും ടോപ്പിക്സ് എന്തായാലും വിടാണ്ട് കവർ ചെയ്യാം. താങ്ക് യു സോ മച്ച് അജിത് ബാബു. I think this is a helpful session. 18th-നാണ് നിങ്ങൾ എക്സാം തുടങ്ങുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. സോ നാളെ പേപ്പർ 2-ൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.